So good morning, everyone. I hope everyone is back. തിരിച്ചു വരാത്തവർ അല്പസമയമെടുത്ത് പ്ലീസ് കം ബാക്ക്. ആൻഡ് ബൈ ദ ടൈം വീഡിയോ മോഡിൽ ഇല്ലാത്ത എല്ലാവരും ഒന്ന് വീഡിയോ മോഡിൽ വരാം. വി നോ ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ്. അതിന് ഇമ്പാക്റ്റ് കാര്യങ്ങൾ എപ്പോഴും ഗൈഡ് സെഷനിൽ പറയുന്നതാണ്. സോ ടേക്ക് എ മൊമെന്റ് ടു കം ഇൻ ദ വീഡിയോ മോഡ്. So hi everyone. Hi Shirin. Hi Suhara. Hi Zanija ma'am. Hi Farouk. Good morning everyone. Hi Bindu. Hi Mansura. Good morning. Good morning everyone. അപ്പോൾ ബൈ ദ ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും മെഡിറ്റേഷനിലേക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയ ആളുകളൊക്കെ ഒന്ന് മാക്സിമം വീഡിയോ മോഡിൽ വരാൻ നോക്കാം. ആൻഡ് ഇന്നത്തെ ഗൈഡഡ് ടോക്കിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ടുഡേസ് ഗൈഡഡ് ടോക്ക് ഇസ് എ വെരി വെരി സ്പെഷ്യൽ വൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ആഡ് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ അതിന് 2 റീസൺ ആണുള്ളത്. ഒന്ന്, നമ്മൾ ഈ ആൽക്കെമിസ്റ്റ് വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുന്ന സമയത്ത് വി ആക്ച്വലി റിയലി ലവ്ഡ് ദ വൈബ് ഓഫ് എ ഡെസേർട്ട്. അപ്പൊ നമ്മളൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് അതിന്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ മരുഭൂമിയാണ്, മരുഭൂമിയിൽ അങ്ങനെയാണ്, മരുഭൂമിയിൽ ഫാത്തിമ, ആൽക്കെമിസ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ എൻജോയ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ആൽക്കെമിസ്റ്റ് വർക്ക്ഷോപ്പ് ഒക്കെ, അല്ലേ? പക്ഷേ ഇന്ന് ആക്ച്വലി നമ്മളുടെ ആൽക്കെമിസ്റ്റ് വർക്ക്ഷോപ്പ് നടക്കാൻ പോകുന്നത് ഒരു ഡെസേർട്ടിൽ വെച്ചിട്ടാണ്. അതെ, നവംബർ 7th ഓൺവേർഡ്സ് നമ്മളുടെ ഗൈഡ് UAE-യിലായിരുന്നു. ആൻഡ് നൗ ഹി ഈസ് ഗോയിങ് ടു ടേക്ക് ദ സെഷൻസ് ഫ്രം ദർ. ഒരു ഡെസേർട്ടിൽ വെച്ചിട്ടാണ് ലൈവായിട്ട് നമ്മളുടെ ഗൈഡ് സെഷൻ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാലം അത് ജസ്റ്റ് പറഞ്ഞതിൽ നിന്ന് നമ്മളുടെ ഇമാജിനേഷൻ ലെവലിലോട്ടാണ് നമ്മൾ ഗൈഡ് കൊണ്ടുപോയിട്ടുള്ളത്. അത്രയും പറഞ്ഞ് വർണ്ണിച്ച് ആ ഭംഗിയുള്ള ഒരു സിനാരിയോയിലേക്ക് ഗൈഡ് നമ്മളെ കൊണ്ടുപോയി. ഇപ്പൊ ആക്ച്വലി ഗൈഡ് അവിടെ പോയിട്ട് ഗൈഡ് അവിടെ നിന്നാണ് നമുക്ക് സെഷൻസ് എടുത്തു തരാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ റിയലി വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഓക്കെ, and so I guess that will be a wonderful experience for you to deeply dive into the discussions of divine from the deserts. Okay, so now let's see how it will go. So the എങ്ങനെ ആയിരിക്കുന്നൊക്കെ എനിക്ക് അറിയില്ല, നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് അവിടെ കാത്തിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഗൈഡിന്റെ പുതിയൊരു ബുക്ക് ഈ വരുന്ന നവംബർ 10th UAE-ൽ വെച്ച് ബിഗ്ഗസ്റ്റ് ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചിട്ട് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്തത്. അപ്പൊ അതൊരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഏഡിയൻ ടോക്സ് ഇപ്പോൾ 5th ഇയറിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മെഗാ ഇവന്റ് ഒക്കെ ഈ ഒരു ഇയറിൽ തന്നെ നമുക്ക് നടത്താൻ പറ്റി. അപ്പോൾ തന്നെ ഇന്റർനാഷണലി നമുക്കൊരു ബുക്ക് കൂടെ ലോഞ്ച് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ ബുക്ക് ലോഞ്ചിങ്ങിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരാളുണ്ട്. യെസ്, ഇന്ന് നമ്മളെ കൂടെ ഗൈഡഡ് ജേർണി ഷെയർ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് ഈ ബുക്ക് ലോഞ്ചിങ്ങിന്റെ ബിഹൈൻഡ് ദ വർക്സിൽ മാസ്റ്റർ പ്ലാനർ ആയിട്ടുള്ള ഒരാളാണ്. വി ഓൾ നോ ഇറ്റ്സ് നൺ അതർ ദാൻ അവർ ബിലവ്ഡ് ട്രെയിനർ നഫീസ തസ്നീം. ആൻഡ് നഫീസിനെ കുറിച്ച് പറയുന്നുണ്ട്, നഫീസ വാസ് അവർ ബെസ്റ്റ് ട്രെയിനർ ഇൻ 2021 ഒരു GCTP ഗൈഡഡ് കോഡ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒരു ബെസ്റ്റ് ട്രെയിനർ ആയിരുന്നു. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു നഫീസ. ബിക്കോസ് നമ്മളൊക്കെ ചെയ്യാൻ നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കി തന്നു ടു ആക്ച്വലി ടു ഡു ദാറ്റ് തിങ്സ്, ടു അക്കംപ്ലിഷ് സച്ച് തിങ്സ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം നഫീസ നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് നഫീസ, പേഴ്സണലി ഫ്രം മൈ സൈഡ് ആൻഡ് ഓൾസോ ഫ്രം ദ ടീം സൈഡ്. ഫ്ലെയിമിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്തതിനും, അത്രയും സറണ്ടേർഡ് ആയി ഹോൾഡ് ഓൺ ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട്, ആൻഡ് മോർ ഓവർ ഒരുപാട് അഡ്വേഴ്സ് മൊമെന്റ്സ് ഒക്കെ വന്നപ്പോഴും ഷി ഡിഡ്ന്റ് ഗീവ് അപ്പ്. ഷി കെപ്റ്റ് ഗോയിങ് ഓൺ. ഇപ്പൊ നമ്മൾ ആ ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റസ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ദേ സെഡ് ഷി വാസ് ബിഹൈൻഡ് ദാറ്റ് വർക്ക് ഫോർ എ ലോങ് ടൈം. ഒരുപാട് സമയം അതിന്റെ പിന്നാലെ തന്നെ കൂടി ആൻഡ് ഫൈനലി ഷീ മാനിഫെസ്റ്റഡ് ദാറ്റ് മൊമെന്റ് സോ ബ്യൂട്ടിഫുള്ളി. ആ ബുക്കിലെ കണ്ടന്റ് യൂസ് ചെയ്തിട്ട് തന്നെ ഷീ മാനിഫെസ്റ്റഡ് ദാറ്റ് scenario perfectly by her master plan. So with a warm heart, with lots of excitement, with lots of love and gratitude, I welcome Nafisa to the program. And also നമ്മൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് ബിക്കോസ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ആ ബുക്കിന്റെ ബിഹൈൻഡ് ദ വർക്സിലെ കാര്യങ്ങളെ കുറിച്ചാണ്. ഒബ്വിയസ്ലി ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എ ഗൈഡഡ് എക്സ്പീരിയൻസ് ഫോർ ഹെർ. കാരണം അത് ഗൈഡഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഇറക്കാൻ പോകുന്നത്. അത് വേൾഡിന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ബുക്കാണ്, അത് ഫ്ലെയിമിന് വേണ്ടിയിട്ട് ഇറക്കിയ ബുക്കാണ്. സോ സംതിങ് സ്പെഷ്യൽ വിൽ ബി her experience.
when traveling through this journey. So I welcome Nafisa Tasneem to share her amazing experience on the Guided Code book launching works in this Guided Talk. Welcome, Nafisa. Thank you very much, Anna. Thank you. Good morning, everyone. I hope the audio is clear. It's an absolute privilege, an absolute honor for this opportunity. To be honest, I think the process was easier than sitting here and speaking about it. I find it harder than the entire process, than the entire journey of working and assisting guide on the book. So I'll do a little bit of a flashback and then share ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കിയ ഇൻസൈറ്റ് എന്താണെന്ന് പറയാം, ആ ജേർണിയെ കുറിച്ച് കുറച്ച് പറയാം. And of course, if you have any questions, feel free to ask me. If you have any suggestions, feel free to stop me and let me know. And I'll make it as brief as possible. Sharjah International Book Fair is a platform that as a young child, ഞാനും എൻ്റെ ഫാമിലി ഒരുപാട് പോയി വിസിറ്റ് ചെയ്ത് നമ്മളെപ്പോഴും ഇറ്റ് വാസ് ഓൾവേസ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. എപ്പോഴും അത് ഞങ്ങളുടെ ലൈഫിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അനിയൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ he would go into a bookstore, അവിടെ താഴെ ഇരുന്ന് ഏതെങ്കിലും ബുക്ക് എടുത്ത് ഇങ്ങനെ ഇരുന്ന് വായിക്കും. And we would lose him. Like ഒരു മിനിറ്റ് നമ്മൾ അവനെ കാണില്ല, നെക്സ്റ്റ് മിനിറ്റ് അവനെ കാണില്ല, ബിക്കോസ് ഏതെങ്കിലും ഒരു ടേബിളിന്റെ അണ്ടറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ബുക്ക് വായിക്കായിരിക്കും. സോ മീനിങ് ടു സേ ദാറ്റ് ഇറ്റ് വാസ് ഓൾവേസ് an essential part of our life. അപ്പം ഞാൻ ഈ സ്റ്റോറി പറയുമ്പോൾ I think there will be two elements that I want to put forward. ഒരെണ്ണം is how important this event was in my own personal journey. And the second one is how important and the huge relevance that this event has in the journey of the flame. ഒരു ടീമിന് നൽകി നമ്മൾ ഫ്ലെയിമിൽ മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം ഈ ഒരു എക്സ്പീരിയൻസിന് ഒരു റെലവൻസ് ഉണ്ട് എന്നുള്ള രണ്ട് കാര്യങ്ങളിലായിരിക്കും ഞാൻ ഐ എം ഹോപ്പിംഗ് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. അപ്പം ആസ് എ യങ് ചൈൽഡ് ഐ ലവ്ഡ് ബുക്ക് ഫെയർ. എപ്പോഴും അതൊരു ഭയങ്കര ഇന്റഗ്രൽ പാർട്ടായിരുന്നു ഞങ്ങളുടെ ലൈഫിന്റെ. കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് ഫെയറിൽ പോയപ്പം which happened last year, there was something very strong. ഓരോ ഫെയറിൽ ഓരോ സ്റ്റോളിൽ പോകുമ്പോഴും I had this strong intention that I wanted to do something beyond just being a customer. അവിടെ പോയി ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് ബുക്ക് വാങ്ങി തിരിക്കുക എന്നുള്ളതിലുപരി എന്തോ സ്ട്രോങ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു സ്ട്രോങ് ഡ്രൈവ് ഉണ്ടായിരുന്നു. And when a strong drive happens inside me, then I lose control. അപ്പം for the last ഒരു കഴിഞ്ഞൊരു entire year ഞാൻ ബുക്ക് ഫെയറിൽ ടൈം സ്പെൻഡ് ചെയ്തത് എൻറ്റയർലി ആ ഒരു ഡ്രൈവ് വെച്ചിട്ടാണ്. ഗൈഡ് മുമ്പ് പല പ്രാവശ്യം മെൻഷൻ ചെയ്തിരുന്നു the importance of transferring the contents of guided code, guided talk, guided setting, contents in the guided journey, contents written formatile ലോകത്തേക്ക് എത്തിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഗൈഡ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് GCTP ഗൈഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പ് മെന്ററിംഗ് സെഷൻസിലെ ഗൈഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഗൈഡിന്റെ അറൈവലും നമ്മുടെ ഈ പ്രോസസ്സും, അതായത് ഈ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറും കൂടി കോയിൻസൈഡ് ചെയ്തപ്പം we realized that this was the moment we had to work towards ഒരു സെൻസ് ഓഫ് ഏർജൻസിയിലൂടെ ബുക്ക് റിലീസ് ചെയ്യാൻ, നമ്മുടെ ഈ ഗൈഡഡ് കോഡ് കോണ്ടന്റ്സ് ലോകത്തേക്ക് എത്തിക്കാനുള്ള ടൈമായി എന്നുള്ളൊരു റിയലൈസേഷൻ വരാണ്. And then, to be honest, it was sort of 4 to 2 weeks process ആയിരുന്നു conversion of the guided code in the contents in the ഒരു സെഷൻ. ഇപ്പൊ latest guided code batch in the contents in the ഒരു compilation ആണ് mainly a book. And we've made sure that the book is written in a way that ഏതൊരാളും നമ്മുടെ GCTP അറ്റൻഡ് ചെയ്ത് ആ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ്, നമ്മുടെ പ്രാക്ടിക്കൽ ടാസ്കുകൾ അപ്ലൈ ചെയ്തതിനു ശേഷം അവരിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ ഉണ്ടാവാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഗൈഡഡ് കോഡ് എന്നുള്ള പുസ്തകം ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാനിപ്പോ അടുത്ത് ഐ റിമെമ്പർ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ടെസ്റ്റിൽ റിയലൈസ് ചെയ്ത കാര്യം, എൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ആണ്. എക്സിക്യൂഷൻ പറഞ്ഞാൽ എന്താ, നമ്മൾ ഏതെങ്കിലും ഒരു ഐഡിയയിൽ വർക്ക് ചെയ്ത് അതിനെ ആക്ച്വലി ലോകത്തേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് എക്സിക്യൂഷൻ. എൻ്റെ വീക്ക്നെസ് എക്സിക്യൂഷൻ ആണെന്നാണ് ആ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ മനസ്സിലായത്. ബട്ട് അറ്റ് ദ സെയിം ടൈം എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഐഡിയേഷൻ ആണ്, ഒരുപാട് പുതിയ ഐഡിയ ആയിട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ ലൈഫിൽ പല പ്രാവശ്യം ഒരുപാട് ഐഡിയാസ് ആയിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അതിനെ എഫക്റ്റീവ്ലി എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതിലേക്ക് ഒരു എക്സിക്യൂഷനിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല.
അപ്പം ഈ ഒരു പ്രോസസ്സിന്റെ ഐഡിയയിലേക്ക് തുടങ്ങിയപ്പം one thing was clear, ഇതിന് ഒരു കംപ്ലീറ്റ് എക്സിക്യൂഷനിലേക്ക് കൊണ്ടുവന്നിട്ടേ, ഇറ്റ് വാസ് മോർ ലൈക്ക് എ ചാലഞ്ച് ഫോർ മൈ സെൽഫ്. കംപ്ലീറ്റ് എക്സിക്യൂഷനിലേക്ക് കൊണ്ടുവന്നിട്ടേ I didn't want to stop until it came up to its complete execution. And I knew that this was a very guided journey. This is not about me. This is not about my ego. This is not about my strength or my abilities, but this was a contribution. Especially last GC lab, feedbacks കേട്ടപ്പോൾ I realized that ആളുകൾ കരഞ്ഞിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ, when people share that the entire content has touched their heart and actually influenced their heart, അത് കേൾക്കുമ്പോൾ I knew that this was a content that required, that it was a necessity for these contents to be recorded and put forward in front of the world. About a purpose, at the same time, it was more of a challenge that I took very personally, that I had to execute it and put it forward in front of the world. When we started off a little late. Almost October, if I remember right, almost October 10th no mattuana nammade ee process starting, which is close to a month ago. Nammade ee bookinde oru book publish cheyumbo you do realize, right, namma publisher naittulla work undu. There's a lot of background work, there's a lot of structuring, a lot of proofreading, a lot of editing. Illa content appam essentially guiding each and every word in this transcription ആണ് ആ ബുക്കിലേക്ക് വന്നിട്ടുള്ളത്. So it's a very rigorous process. ഒരുപാട് ഫോക്കസും ഒരുപാട് എന്താ പറയുക, ഒരു മെന്റൽ ഒരു സെൻസ് ഓഫ് മൈൻഡ്ഫുൾനെസ്സും ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ്. ആൻഡ് സോ ഒരു 4 വീക്സിന്റെ ഉള്ളിൽ ഇതിനെ ഒരു കംപ്ലീറ്റ് എക്സിക്യൂഷനിലേക്ക് കൊണ്ടുവരാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൺവിൻസ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്ത ആൾക്കാർ പറഞ്ഞത്, സോറി ഡിയർ, ടു ലേറ്റ്, വി കൻ നോട്ട് എക്സിക്യൂട്ട് ഇറ്റ് എന്നാണ് ആദ്യം പറഞ്ഞത്. ആൻഡ് ദെൻ ബിക്കോസ് ഞാൻ ആദ്യം we knew that we are not taking a no for an answer. Our approach ചെയ്താലും any door we knock, ആര് നോ പറഞ്ഞാലും we are not taking a no for an answer. And I remember a story, നമ്മുടെ ഈ I think it's called Think and Grow Richല് ഗൈഡ് എന്നെ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഒരു ചെറിയ കുട്ടീൻ്റെ ഒരു സ്റ്റോറി. ഷി ഗോസ് അപ് ടു നെപ്പോളിയൻ ഹിൽസ് അങ്കിൾ. എന്നിട്ട് നെപ്പോളിയൻ ഹില്ലിന്റെ അങ്കിളിനോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് കുറച്ച് ക്യാഷ് വേണമെന്ന് പറയാം. അപ്പം ആ കുട്ടി ഒരു സ്ലേവ് ഗേൾ ആണ്, അമേരിക്കൻ സ്ലേവ് ഗേൾ ആണ്. അപ്പൊ നെപ്പോളിയൻ ഹില്ലിന്റെ അങ്കിൾ പറയും, ക്യാഷ് തരാൻ കഴിയില്ല പറയും. But she stands there and she looks at him with so much determination. She says, ക്യാഷ് കിട്ടുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറയും. I always take this reference whenever I feel left out, or whenever I feel like I lack the fuel to move forward. That determination that little child has to get money for her mother. ക്യാഷ് കിട്ടിയിട്ടേ അമ്മേന്റെ അടുത്ത് തിരിച്ചു പോകുള്ളൂ എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ. എനിക്ക് പലപ്പോഴും തോന്നുന്നത് കുട്ടികൾക്കേ കഴിയുള്ളൂ എന്നുള്ളത്. എന്തുണ്ടായാലും അതിലേക്ക് എത്തിയിട്ടേ നിൽക്കുള്ളൂ എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ പലപ്പോഴും ഇറ്റ്സ് എ വെരി ഇന്നസെന്റ് ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് സോ ദാറ്റ് വാസ് എ മൈൻഡ് സെറ്റ് ത്രൂ ഔട്ട് ദ ജേർണി. ആദ്യം നോ പറഞ്ഞപ്പോഴും വി ന്യൂ ദാറ്റ് യെസ് കിട്ടുന്നവരെ വി വുഡ് മൂവ് ഫോർവേഡ്. അതിനുശേഷം ടു ഗെറ്റ് എ സ്ലോട്ട് ഇൻ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ഇൻ ദാറ്റ്, കാരണം അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള, അത്രയും ടൈറ്റ്ലി പാക്ഡ്, ഇറ്റ് ഹാപ്പൻസ് ഐ തിങ്ക് ഫോർ ക്ലോസ് ടു 2 weeks, ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഉണ്ടാവുന്ന ഇവന്റ് ആണ്. അപ്പം to get a slot there, even 25 minutes in the value എനിക്ക് എപ്പോഴാണ് മനസ്സിലാവും. ഒരു 25 minutes ഒരു 80 ആൾക്കാരുടെ ഒരു സ്ലോട്ട്, ഒരു സ്പേസ് കിട്ടണമെങ്കിൽ that was a huge process. ഞാൻ അപ്രോച്ച് ചെയ്ത എല്ലാവരും എന്നോട് പറഞ്ഞു, are you serious? This is not going to work out. You're too late. You're not going to get a slot. But again, we were very clear that we're never taking a no for an answer. നമ്മൾ കുറച്ച് ഞാൻ ആദ്യം ചെയ്തിരുന്നത് ഇവിടെ MLA മുനീർ സാറിന്റെ ഒരു സ്റ്റോൾ ഉണ്ട്. അപ്പൊ എന്നോട് ഫസ്റ്റ് ടൈം നോ പറഞ്ഞപ്പം I decided I'd go to each and every other publisher. When the publisher no പറഞ്ഞു slot കിട്ടില്ല എന്ന് പറഞ്ഞു, I decided we're going to go to each and every publisher until we get a slot. അതൊരു 10-minute ആയാലും മതി. And so I went up to MLA Munir sir first. എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞു, we desperately need a slot. We need to make sure that the contents of this book is heard and not just presented in the format of a book. അപ്പൊ തന്നെ sir പറഞ്ഞു, all right, 13th we can look forward for a slot, but just 10 minutes. പക്ഷെ എനിക്കറിയാം we need more time. And I knew that we wanted to be നമ്മുടെ ബുക്കും ഗൈഡിന്റെ ആ ഒരു പെർഫോമൻസും കംപ്ലീറ്റ്ലി സ്പോട്ട്ലൈറ്റിൽ വേണം എന്നുള്ളത് എനിക്ക് I was very sure about that. അപ്പം യെസ്, നമുക്കൊരു പ്ലാൻ ബി ഉണ്ട്. വേറൊരു 2 പബ്ലിഷറും കൂടി ഒരു 10-minute സ്ലോട്ട് ഓക്കെ പറഞ്ഞിരുന്നു. Okay, we've got plan B. Now it's time to actually execute plan A.
അങ്ങനെയാണ് നമ്മുടെ മോഹൻ കുമാർ സർ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഹി വാസ് എ ചീഫ് ഗസ്റ്റ് ഓഫ് our event. He's actually the I think he's the head of external affairs in Sharjah International Book Fair, a very well respected personality. അപ്പൊ അദ്ദേഹത്തിന്റെ നമ്പർ എന്റെ ഫോണിൽ കുറെ മുമ്പേ ഉണ്ട്. അപ്പം പല പല ആൾക്കാരോടും ഞാൻ ഈ സ്ലോട്ട് റിലേറ്റഡ് ആയിട്ട് അപ്രോച്ച് ചെയ്തത് സെഡ് there is no chance but you can try and approach മോഹൻ കുമാർ സർ എന്ന് പറഞ്ഞു. സർ ചെയ്യാണെങ്കിൽ, സർ കൺവിൻസ്ഡ് ആണെങ്കിൽ you will get it. And so പിന്നെ അദ്ദേഹമായി എന്റെ what do you say, അദ്ദേഹമായി എന്റെ I would chase him, അദ്ദേഹത്തിന്റെ പുറകിൽ നടക്കുവാനും to make sure that, so he's a very busy person and a very kind hearted person. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നമ്മുടെ ബുക്ക് ഫെയറിലൂടെ നടക്കുമ്പോൾ each and every minute അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഒരാളുണ്ടാവും. And the first time I met him and I told him, നമ്മൾ ഇങ്ങനെയാണ് സാറിന്റെ ഒരു ബുക്ക് റിലീസ് ആണ് ഉള്ളത്, and I want to make sure, I know ഇത് ചിലപ്പോൾ റിയലിസ്റ്റിക് ആവില്ല എന്നറിയാം, but I want to make sure that I'm knocking at your door and doing our level best to make sure this comes into execution. Sir, okay മോളെ നമുക്ക് നോക്കാം, മോളെ എന്റെ കൂടെ കുറച്ച് നേരം നടക്കാൻ, heading for a meeting. I said okay. ഒരു മണിക്കൂറോളം ആ ദിവസം ഞാൻ സാറിന്റെ പുറകിൽ നടന്നു, because each and every step there is somebody talking to him. And because he is such a kind person, sir, ആരോടും നോ പറയില്ല. He entertains everyone. He talks to everyone. അപ്പൊ ആ ഒരു മണിക്കൂർ, to be honest, it was such a learning journey for me. ഒരുപാട് ആൾക്കാരുടെ കഥകൾ കേൾക്കാനും. So that's a beauty of book fair, to be honest. People from all parts of the world with such amazing stories. ഇപ്പൊ നമ്മുടെ ബുക്ക് റിലീസ് നടക്കുന്ന സ്റ്റാളിൽ തന്നെ യൂസഫ് അലി സാറിന്റെ ഒരു ബുക്ക് റിലീസ് ഉണ്ട്. നമ്മുടെ സിംഗപ്പൂരിൽ നിന്നിട്ടൊരു ലേഡിന്റെ ഒരു ബുക്ക് റിലീസ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് പാഷൻ ടു പ്രോഫിറ്റ്. സോ ആ ലേഡിക്ക് ഒരു യുണീക് സ്റ്റോറി ഉണ്ട്. ഷീ ഡാമേജ്ഡ് ഹെർ spinal cord and the backbone, not spinal cord, backbone damage. She's got screws in her backbone. അതിട്ടിട്ടാണ് അവർ നടക്കുന്നത്. And her story is so unique, so beautiful. There's another story, നമ്മുടെ നാട്ടിൽ പ്രകാശൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടന്റെ ഒരു സ്റ്റോറി ഉണ്ട്. അദ്ദേഹം ഒരു പോയട്രീന്റെ ബുക്കാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ വന്ന് ഒരു പ്രവാസി എന്ന നിലയ്ക്ക് പലർക്കും ഇവിടെ ഉള്ള ആളുകളാണ് എങ്കിൽ, അല്ലെങ്കിൽ പല സിനിമയിൽ നിന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. The life of an expatriate initially അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. അപ്പം ആ ഒരു സ്റ്റോറി, എന്താ പറയാ, ആരും ഫുഡ് തരാനില്ല, കുടിക്കാൻ വെള്ളമില്ല, അതുണ്ടായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അദ്ദേഹത്തിന്. അപ്പൊ അങ്ങനെ ഒരു പോയിട്രി ബുക്കാണ് അദ്ദേഹത്തിന്. there's another ma'am called താഹിറ. അവരുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഷീസ് an avid social worker, ഒരു ലേഡിയാണ്. ഷീസ് an avid social worker. ഇവിടെ കോവിഡിന്റെ ടൈമിലും അവരുടെ ബുക്കുകൾ സെയിൽ ചെയ്തിട്ട് അതിന് കിട്ടുന്ന പ്രോഫിറ്റ് എൻറ്റയർലി കോവിഡ് റിലീഫിന്, കോവിഡ് എഫക്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫണ്ട് റേസിങ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. അപ്പൊ ഇങ്ങനത്തെ അമേസിങ് സ്റ്റോറീസ് ആണ് എൻറ്റയർലി ത്രൂ ഔട്ട് ഇൻ ബുക്ക് ഫെയർ. അപ്പം ദി ഓപ്പർച്യൂണിറ്റി ടു വാക്ക് വിത്ത് മോഹൻ സർ, ടു ലിസൺ ടു ദി സ്റ്റോറീസ്, ടു വാച്ച് ഹിസ് കമ്പാഷൻ, ഹിസ് കെയർ, അദ്ദേഹം ഓരോരുത്തർക്കും കൊടുക്കുന്ന ടൈം, the sense of respect he has for all of these, despite the fact that he's a very busy person. That was such a learning journey for me. അപ്പം that day he said, all right, ഒരുപാട് ആൾക്കാർ വന്ന് ഇങ്ങനെ നിൽക്കുമ്പം അദ്ദേഹം അവരോട് പറഞ്ഞു, ഈ മോള് ഒരു മണിക്കൂറായി നിൽക്കുന്നത് അവരുടെ സാറിന്റെ ബുക്ക് റിലീസിന് വേണ്ടിയിട്ടാണ്. അപ്പം and then നമ്മൾ ആ കോൺവെർസേഷൻ വൈൻഡ് അപ്പ് ചെയ്തു. he said, I'll have a talk with you tomorrow in the morning, give me a call. and ഞാൻ പിറ്റേന്ന് വിളിക്കാണ്. and he proposed ഒരു സ്ലോട്ട് ആദ്യം പ്രപ്പോസ് ചെയ്തു. that didn't align with us. And then he proposes a second slot, and that worked out. And so that's where that's the moment I realized that okay, now things are really, really happening. So again, നമ്മുടെ ബുക്കിന്റെ സ്ലോട്ട് റെഡി ആയി, all the posters were ready, but നമ്മുടെ ബുക്ക് ഇപ്പോഴും പ്രിന്റിലേക്ക് വന്നിട്ടില്ല. And that was another challenge because of the fact that manuscript was handed in a little late, ബുക്ക് ഇപ്പോഴും പ്രിന്റിൽ വന്നിട്ടില്ല. But still I knew that എന്താ പറയാ, ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. Because this is a guided journey, because this is not about any one of us, ഇത് അതിനു മേലെയുള്ള ഒരു ഡിസിഷൻ ആണ്, അതിനു മേലെയുള്ള ഒരു പേർപ്പസ് ആണെന്ന് മനസ്സിലാക്കിയോണ്ട് തന്നെ I was throughout very confident that ടൈമിന് തന്നെ ബുക്ക് റിലീസ് നടക്കും, ടൈമിന് തന്നെ ബുക്കിന്റെ പ്രിന്റും വരും, ടൈമിന് എല്ലാം സെറ്റ് ആവുന്നുള്ളത്. The next challenge was to make sure that there are enough audience. 80 ആൾക്കാരുടെ ഒരു എൻവയൺമെന്റ് ആണത്. enough audience ഉണ്ടാവണം എന്നുള്ളത് നെക്സ്റ്റ് ചാലഞ്ച്. But to be honest, the guide mentors were told him that the hall is going to be packed. അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ പബ്ലിഷറിനെ കണ്ടപ്പം അദ്ദേഹം പറഞ്ഞു, മോളെ സ്ലോട്ട് കിട്ടാൻ ഒരു ചാൻസ് ഇല്ല, but I'll show you the hall. നീ വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തോളൂ, ഞാൻ ഹാള് കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ഹാളിന്റെ വീഡിയോ എടുത്തിട്ട് ഗൈഡൻസ് സെക്രട്ടറിക്ക് വിടുവാണ്. We didn't have a speck of doubt.
ആൻഡ് ഇത് ഞാൻ വീണ്ടും വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്, ഇതിനുള്ള സ്ട്രെങ്ത് എനിക്ക് കിട്ടിയത് ഈസ് ഫ്രം ദ കോണ്ടന്റ്സ് ദാറ്റ് വാസ് റിട്ടൺ ഇൻ ദ ബുക്ക്. ഗൈഡഡ് കോഡില് ഗൈഡ് പഠിപ്പിച്ചിട്ടുള്ള കോണ്ടന്റ്സ് ആണ് എനിക്ക് ഈ സ്ട്രെങ്ത് കിട്ടിയത്. ആൻഡ് ടു മീ, ഞാൻ നമ്മുടെ സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു, ദിസ് വാസ് മോർ ഓഫ് എൻ എക്സ്പെരിമെന്റേഷൻ. ഇത്രയും സ്ട്രെങ്ത്തിൽ ഗൈഡ് പറയുന്നുണ്ടെങ്കിൽ, ഇത്രയും കൺവിക്ഷനിൽ ഗൈഡ് പറയുന്നുണ്ടെങ്കിൽ, there has to be some fact in it. അതിൽ എന്തെങ്കിലും റിയാലിറ്റി ഉണ്ടാവും. അപ്പം ഈ കണ്ടന്റ്സ് കമ്പൈൽ ചെയ്യും തോറും എൻ്റെ ഉള്ളില് ആ തോട്ട് വീണ്ടും 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 സ്ട്രെങ്തൻ ആവുക ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട് ആയിരുന്നു ത്രൂ ഔട്ട് ദിസ് ജേർണി, ടു സീ ഹൗ നമ്മൾ പറയില്ലേ, when you are deeply inspired by a purpose, when you are sure about the fact that you want to do it, the entire universe conspires for you. ഞാൻ ഈ പ്രോസസ്സ് ചെയ്യുന്നത് ഒരു ഫുൾ ടൈം ജോലി ഉള്ള ടൈമിലാണ്. ഐ എം സ്റ്റിൽ വർക്കിംഗ്. ഫോർ നൗ ഐ എം ഓൺ ലീവ് ഫോർ 2 weeks. അപ്പം ആ സമയത്ത് ടു ജഗിൾ ബിറ്റ്വീൻ ദിസ്, ടു മേക്ക് ഷുവർ ദാറ്റ് ടൈമിന് ലീവ് കിട്ടുന്നു, ടു മേക്ക് ഷുവർ ദാറ്റ് മൈ സൂപ്പർവൈസേഴ്സ് ആർ കൺവിൻസ്ഡ്, ടു മേക്ക് ഷുവർ ദാറ്റ് my എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന തെറപ്പിസ്റ്റ് ആർ കൺവിൻസ്ഡ്. അപ്പം ലീവ് എടുക്കേണ്ട ടൈമിൽ ടു കൺവിൻസ് ദം, എന്താ പറയാ, എനിക്ക് ഇങ്ങനെ ഒരു പേഴ്സണൽ പ്രോജക്റ്റ് ഉണ്ട്, അതിൽ എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്, എവറിഥിങ് അലൈൻഡ്, ബിക്കോസ് ഐ ബിലീവ് ദാറ്റ് ആ ഇന്റൻഷൻ നമുക്ക് സ്ട്രോങ് ആയിരുന്നു. ആൻഡ് ഐ ന്യൂ, ആ കുഞ്ഞു കുട്ടീനെ പോലെ ഐ ന്യൂ ദാറ്റ് എന്തുണ്ടായാലും വി ആർ നോട്ട് ഗിവിംഗ് അപ്പ്. ഓക്കെ, അപ്പം അഗൈൻ ജസ്റ്റ് ടു ബ്രിങ് ഔട്ട് എ വെരി പേഴ്സണൽ സ്റ്റോറി ഹിയർ, ഓൾവേസ് എപ്പോഴും above average ആവണം എന്നായിരുന്നു എൻ്റെ ഡ്രൈവ്. ഓക്കെ, ആൻഡ് ഇറ്റ് സ്റ്റിൽ ഈസ്. ഐ ജസ്റ്റ്, ഇപ്പം ബുക്ക് ഫെയർ കഴിഞ്ഞപ്പോഴും ബുക്ക് ലോഞ്ച് കഴിഞ്ഞപ്പോഴും എവറിബഡി we heard a lot of very kind words, but still I was sure that this is not it. There was something about this that I will be driven towards. അതിലേക്കുള്ള വാലിഡേഷൻ ആണ്, അതിലേക്കുള്ള ഇൻഡിക്കേഷൻ ആണ്, ഇതെല്ലാം നല്ലൊരു സ്ട്രോങ് തോട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ഐ സേ ദിസ് ബിക്കോസ് നമ്മുടെ ഗൈഡഡ് കോഡിൽ ഗൈഡ് പറഞ്ഞിരുന്ന ഒരേ സംഭവമാണ്. ഇപ്പൊ ഞാൻ നമ്മുടെ ഈ ബുക്ക് പലവരായിട്ട് ഈ ബുക്കിന്റെ സ്റ്റോറി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അവരോട് ചോദിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട്, ഡു യു ബിലീവ് ദാറ്റ്, നിങ്ങളുടെ റോൾ മോഡൽ ആരാണ് ചോദിച്ചത്. അപ്പൊ പലപ്പോഴും ഏൽപ്പിച്ചു, കലാം യൂസഫ് അലി സർ, ഡു യു ബിലീവ് ദാറ്റ് യൂസഫ് അലി സർ ആൻഡ് യു ഹാവ് ദ സെയിം പൊട്ടൻഷ്യൽ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻഡ് ദേ ഗെറ്റ് എ ലിറ്റിൽ തോട്ട്ഫുൾ, മേ ബി, നോ, അങ്ങനത്തെ ആൻസേഴ്സ് വരും. And then we start discussing നമ്മുടെ ഗൈഡഡ് കോഡിന്റെ premise discuss ചെയ്യുമ്പോൾ they get convinced and they get very interested in digging deeper into the book. ഇന്നലെ തന്നെ ഒരാൾ പറഞ്ഞു ഭയങ്കര സിഗരറ്റ് വലിയാണ്, അത് മാറ്റി തരാനുള്ള വല്ല ടൂൾ ഉണ്ടോ ഈ ബുക്കിൽ. അപ്പം I took them to the visualization. Literally വിഷ്വലൈസേഷനിൽ പറയുന്ന എക്സാമ്പിൾ അത് തന്നെയാണ്. And then വേറൊരാൾ ചോദിച്ചു ക്യാഷ് ഉണ്ടാക്കാൻ, അപ്പം എന്താണ് എന്റെ ഗോൾ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ബിസിനസ് സൈക്കോളജി, ബിസിനസ് കോച്ചിങ് റിലേറ്റഡ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന വല്ല ടൂൾ ഇതിലുണ്ടോ. ആൻഡ് ഐ ഷോഡ് ദം ദ കോണ്ടന്റ്. അപ്പൊ ലിറ്ററലി ദ ബുക്ക് ഇസ് എ വെരി ചെറിയ ബുക്കാണ്, 70 pages ബുക്കാണ്. ബട്ട് ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു ഞാൻ ജയ്ഷെട്ടിന്റെ ബുക്ക് വായിച്ചിട്ടുണ്ട്, തിങ്ക് ലൈക്ക് എ മോങ്ക്, തിങ്ക് ഇൻ ഗ്രോ റിച്ച്, ഇങ്ങനത്തെ ഓൾ ദ പോപ്പുലർ സെൽഫ് ഡെവലപ്മെന്റ്, സ്പിരിച്വൽ ഡെവലപ്മെന്റ് ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. ബട്ട് അഗൈൻ ഐ ഷോ യു ദാറ്റ് ഇതിന്റെ ഒക്കെ ഒരു കൺസൈസ്ഡ് ഫോം ഈ ബുക്കിൽ എൻറ്റയർലി ഉണ്ട്. And that is how powerfully packed the guided code contents are. So that was a very unique experience. Oru aalkarodu idine kurichu samsarikkumbozhum they tell us that this is what the world needs. It's lovely what you're doing. Idu oru powerful story aanu. Appo yeah, eppozhum above average aaye pattu vannale njan adangu ennulla oru desire undu. I remember that there was an guide karikkum Shana, is guide here. Okay, I'll just carry on. Just let me know if guide is here. Okay. But in the Expo 2020, head was a lady. Her name was Reem Al Hashmi. She's a mother. She's got, I think, 2 young boys. But Expo 2020 le vechittu Indranooyi Reem Al Hashmi തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം എക്സ്പോയിൽ ഇതേപോലെ ഞാൻ പോയി ആ ഡിസ്കഷൻ ഇരിക്കുമ്പോൾ റീം അൽ ഹാഷ്മി പറഞ്ഞൊരു കാര്യം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, ആൻഡ് ദിസ് വാസ്, നമുക്കറിയാലോ എക്സ്പോ 2020 നടക്കുന്നത് കോവിഡ് കത്തി നിൽക്കുന്ന ടൈമിലാണ്. ആൻഡ് എക്സ്പോ 2020 വാസ് an event that brought about the entire world together. അപ്പോൾ കോവിഡ് ഇത്രയും സിവിയർ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ടു ബ്രിങ് ദി എൻറ്റയർ വേൾഡ് ടുഗെദർ വാസ് എ ചാലഞ്ച്. അപ്പൊ അതിൽ റീം അൽ ഹാഷ്മി പറയുന്ന ഒരു കാര്യം, വി വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ ഓഫ് എക്സ്പോ ഈസ് അപ് ടു ദ ബെഞ്ച് മാർക്ക്, അപ് ടു എ ഹ്യൂജ്, എന്താ പറയാ, ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത്, ഒരു കാട്ടിക്കൂട്ടല് പോലെ ആവരുത്. വി വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ ഓഫ് ദി ഇവന്റ്
is a completely immersive experience എന്ന് പറയുന്നു. And that was a thought that really inspired me. ഇനി നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഐ ഓൾസോ റിമെമ്പർ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് എന്റെ വൺ ഓഫ് മൈ മെന്റേഴ്സ് നെയിം സംഗീത് ഇബ്രാഹിം. അദ്ദേഹം പണ്ട് ഞാൻ 8th പഠിക്കുമ്പോൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് ബെൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ വാട്ട് ഇസ് ഫെറാറി എന്ന് പറയാം. നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്തായിരിക്കും? Probably it is power, probably it is quality, probably it is strength, probably it is the expense, അല്ലെ? നേരെ മറിച്ച് ഞാൻ പറയാണ് ടാറ്റ നാനോ എന്ന് പറയാണ്. ചിലപ്പോൾ അതിന്റെ low quality ആയിരിക്കാം, അതിന്റെ lack of space ആയിരിക്കാം. Of course there are advantages and disadvantages in both. പക്ഷെ when you compare both you understand that നമ്മുടെ ഫെറാറി എന്ന് വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, അല്ലെ? അപ്പം സർ എന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ when somebody says Nafisa, what is a brand that comes into your mind? When somebody says Mansoora, what is a brand that comes into your mind? അത് നമ്മൾ that is something we have to work towards. നമ്മുടെ വർക്ക് സ്പേസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിന്റെ ഇടയിലാണെങ്കിലും നമ്മുടെ ഏത് പ്രോജക്റ്റിന്റെ ഇടയിലാണെങ്കിലും that is a brand we have to work towards. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ത്രൂ ഔട്ട് we are very sure that yes there is a lack of time, but there will be no negotiation on the quality. Each and every word, each and every text box, നമ്മൾ അലൈൻ ചെയ്തിട്ടുള്ളത് is with immense love. It is with immense care. It is with immense focus, and it is in making sure that this is a work that will reach out to millions of people, and this is a work, this is just a beginning എന്നുള്ള ഒരു കൺവിക്ഷനിലാണ് നമ്മുടെ ഈ വർക്കിന്റെ ഓരോ nook and cranny, ഓരോ കോർണറും നമ്മൾ carefully align ചെയ്തിട്ടുണ്ട്. And so that's pretty much it. If you have any questions, feel free to stop me. Any questions? What else can I say? Just one more thing. Oru karyam that a dear friend of mine taught me is when you embark on a journey, and you know that this is something that requires nammal oru journey like thodangumbo namukku ariyam idu അത്യാവശ്യം സ്ട്രെങ്ത് റിക്വയർ ചെയ്യുന്ന ജേർണിയാണ്, അത്യാവശ്യം കറേജ് റിക്വയർ ചെയ്യുന്ന ജേർണിയാണ്. നമുക്ക് അറിയുന്ന ഒരു ജേർണിയിലേക്ക് നമ്മൾ എംപാർക്ക് ചെയ്യുമ്പോൾ at times we have to tell ourselves where are the help illum, where are the support illum, you will move forward. And I think it always helps to have the purest of intentions. എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നുള്ള കൺവിക്ഷൻ ഉണ്ടെങ്കിൽ, and I think that is what we see in Guide as well. That is what we see in all of our mentors as well. They know why they're doing what they're doing. ഇവിടെ അതിന് ഫ്ലെയിം ആയിരിക്കാം. To have that conviction in what we are doing and why we are doing, that will keep us moving forward. And that other ee oru journey nu padicha oru veliya lesson aanu. And I think your journey is something that purified my inside a lot as well. And ulline ഒരുപാട് purify ചെയ്തു, because you don't expect anything from anyone. I wasn't expecting anyone to validate anything, and I just think ഇതൊക്കെ ഒരു ബോണസ് ആണ്. ഈ ഗൈഡഡ് ജേർണി പറയാനുള്ള ഈ opportunity, everything is a bonus. I wasn't expecting anybody to see the behind the work. ഒന്നും ഞാൻ expect ചെയ്തിട്ടില്ല. And so it is such a bonus. It's such a it's such a gift. But if you're sure about why you're doing what you're doing, you will be given the courage, the strength to move forward. Focusing on the intention is such a beautiful thing. അത് നമുക്കൊരു നമ്മുടെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര ഒരു ഇന്റേർണലി ഗ്രാറ്റിഫൈങ് ജേർണിയാണ്. സോ ചാലഞ്ച് യുവർ സെൽഫ്, and I think that is the conclusion. Continue to challenge yourself. Throughout നമ്മുടെ ഈ പുസ്തകം അവിടെ റിലീസ് ചെയ്തതിനു ശേഷം people came up to Guide and told him, Guide-ന്റെ words കേട്ടതിനു ശേഷം, and I hope that you've all listened. നമ്മുടെ ആ ഒരു ഇവന്റിന്റെ വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. It was a beautiful experience. പലരും ഗൈഡിന്റെ അടുത്ത് വന്ന് പറഞ്ഞത്, they spoke to him about the value of this content, the എന്താ പറയാ, the strength he has inside, the passion he has inside. Everybody could touch it, everybody could feel it and see through it. And to me, Guide is a wonderful example. Then a Guide na breakdown on the chiyan and stramikila. I'm not trying to define Guide, but whenever I look up at him, I know that he's a wonderful example of a person who stood up for his own dreams, who stood up for his own intention, who stood up for his own passion. And I believe that to a large extent, this is something we're all capable of, especially when we see such an example in front of us. This is something we're all capable of. There were people who, the journey, there will be people who put us down, who tell us that, ഇത് ശരിയല്ലല്ലോ, അല്ലെങ്കിൽ ഇതിന്റെ മറുഭാഗം ഇങ്ങനെയാണല്ലോ, പലതും പറയാൻ ആൾക്കാരുണ്ടാവും. But again, if you can root your actions to your intention, then just like Alchemist പറയുന്ന quote പോലെ, you will find help. Help will come. നമ്മൾ ഒരാളെന്ന് എക്സ്പെക്ട് ചെയ്യണ്ട, but it will come.
and that will be miraculous. ഞാൻ ഈ വർക്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് ഐ ഫൊർഗെറ്റ് ടു ഈറ്റ്, നമ്മൾ ഫുഡിന്റെ കാര്യമൊക്കെ മറക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ വേറെ എന്റെ അക്കോമഡേഷനിലിരുന്നു. ആ സമയത്ത് ഇടയ്ക്ക് എന്റെ റൂംമേറ്റ് വന്ന് ഫുഡ് ഇങ്ങനെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. And I just think it's such a way of God helping us because of our purity of intention. She just gives me food. അവരുണ്ടാക്കിയത് നമുക്ക് കൊടുക്കുന്നു. It is such a way of God telling you that you're on the right path. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അത്രയും ഭംഗിയുണ്ടെന്ന് ഗോഡ് വാലിഡേറ്റ് ചെയ്യാണ് ആ രീതിയിലുള്ള ഹെൽപ്പ് വരുമ്പോൾ. When my colleagues were understanding, leave എടുക്കാനൊക്കെ, when my colleagues, my supervisors were understanding, it was just a validation for me that the path that we are on is a path of truth. It is a path of light. It's a path of love. So throughout that was it. That was the only focus, and I think that makes whatever journey you're on beautiful. ഞാൻ അധികം വലിച്ചു നിൽക്കില്ല ഷാന. I think I'm done. I'll hand it back to you. Sure. എനിക്ക് തോന്നുന്നു മേ ബി ഗൈഡ് വരുന്നവരെ if you have any questions to ask to Nafisa, this is a great time. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ either you can raise your hands or chat box ൽ മെൻഷൻ ചെയ്താൽ she'll be answering. So this is a golden opportunity. ഇത്രയും വലിയ കാര്യമൊക്കെ അക്കംപ്ലിഷ് ചെയ്ത ഒരാളാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം, നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ you can ask here. And thank you just so to much. add on. Yeah. Sure. It's a pleasure. Thank you. Just to add on, പലരും ഈ ബുക്കിന്റെ ജേർണിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ they told me you might need a writing mentor, you might need a writing coach, but and that was miraculous to me. ഇതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിലും, ഇതിന്റെ സ്ട്രക്ചറിങ് ആണെങ്കിലും, ഇതിന്റെ പബ്ലിക്കേഷൻ ആണെങ്കിലും നമുക്കൊരു റൈറ്റിംഗ് കോച്ചിന്റെയോ ഒരാളുടെ ആവശ്യം വന്നിട്ടില്ല. And I think പതഞ്ജലിന്റെ ആ കൂട്ടല്ലേ, when you're inspired by great purpose, നമ്മുടെ ഉള്ളിൽ നിന്നൊരു immense power വരും. And that's what happened here. And if I'm capable, and this is not mere motivation, if I'm capable, if anyone from this team was capable of embarking on such a process, then each and every one of us are. അതിന്റെ ഒരു വാലിഡേഷൻ ആണ് the fact that we're all sitting and having a discussion on this. And something else that was interesting is നമ്മുടെ മെയിൻലി നമ്മൾ GC-യിൽ പഠിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ്? മെഡിറ്റേഷൻ, മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ. ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ്ലി ഫുൾഫിൽമെന്റിലേക്ക് വരാനുള്ള റീസണും ഈ ഒരു ടൂൾസ് ആണ്. അതിനും ഡീപ്പർ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഗൈഡ് അത് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് തന്നപ്പോൾ ഞാനിങ്ങനെ പണ്ടടിച്ചിരിക്കുന്നു. ദർ ആർ ഡീപ്പർ റീസൺസ്. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത, ഒരിക്കലും എന്റെ എബിലിറ്റി വെച്ചിട്ട് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത ഡീപ്പർ റീസൺസ് ഈ ഒരു വലിയ ഇവന്റിന്റെ പുറകിലുണ്ട്. ബട്ട് അതർ ദൻ ദാറ്റ്, when I try and connect towards, ഞാൻ അറിയാതെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്ത്, ഞാൻ അറിയാതെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്ത്, ഞാൻ അറിയാതെ തന്നെ അഫർമേഷൻസ് യൂസ് ചെയ്ത്, ഒരു ഓട്ടോ സജഷൻ ത്രൂ യൂസ് ചെയ്ത ഓപ്പർച്യൂണിറ്റീസ് ഈ ജേർണിയിൽ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഗൈഡിന്റെ സെക്രട്ടറിക്ക് അതിന്റെ ഒരു വീഡിയോ എടുത്ത് അയക്കുമ്പോഴും അപ്പോ അവരുടെ വർക്ക് കൂടി കഴിഞ്ഞിട്ടില്ല, ഓഡിറ്റോറിയത്തിന്റെ വർക്ക് കൂടി കഴിഞ്ഞിട്ടില്ല. ബട്ട് അതിന്റെ മുന്നിൽ നിന്നപ്പോ ഞാൻ കണ്ടത് ഗൈഡ് ഫ്രണ്ടിൽ നിൽക്കുന്നു, ഒരു എൻറ്റയർലി പാക്ഡ് ഓഡിയൻസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പണി കഴിയാത്ത നമുക്ക് നമ്മുടെ എന്താ പറയുക നോക്കത്ത ദൂരത്തുള്ള ഒരു ഹാൾ എന്ന നിലയ്ക്കല്ല കണ്ടത്. ദിസ് ഇസ് വേർ വി ഗോയിങ് ടു കണ്ടക്ട് ദി ഇവന്റ്. ഐ റിമെമ്പർ ഗൈഡ് വൺസ് മെൻഷൻ എ സ്റ്റോറി വേർ ലേ മെയ്ഡനിൽ പോയിട്ട് നമ്മുടെ ഗൈഡ് മെഗാ ഇവന്റ് ഇവിടെ ചെയ്യുമെന്നുള്ള ഒരു ഡിക്ലറേഷൻ ചെയ്ത ഒരു സ്റ്റോറിയാണ് എനിക്ക് ഇതുള്ളത്. അപ്പം ഓൾ ഓഫ് ദീസ് എക്സാമ്പിൾസ് ഓഫ് ഫോർ us to actually practicalize. And ഗൈഡ് എപ്പോഴും പറയില്ല ഹാർട്ടിന്റെ ജേർണി, ഹാർട്ടിന്റെ ഗെയിം, it's a game എന്നുള്ള എനിക്ക്. So it was much like a game. The entire journey was like a game. പലപ്പോഴും സ്റ്റേജിൽ ആളുകൾ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ട് that I want to be the one sitting on the stage. I want to be the one holding a mic and talking to people and sharing ideas. I want to be the one that people look at with so much admiration and learn. ഇത് ചിലപ്പോൾ ഇഗോന്ന് വരുന്നതായിരിക്കാം, or because of me എന്താ ഉള്ളിൽ നിന്ന് എൻ്റെ ഒരു പേർപ്പസ് റിയലൈസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. I don't know how to define it. അപ്പൊ ഇന്നലെ നമ്മൾ പുറത്തു പോയിട്ട് ഇങ്ങനെ ബുക്ക് ഫെയറിലേക്ക് തിരിച്ചു പോവായിരുന്നു. ആ സമയത്ത് പബ്ലിഷർ വിളിച്ചിട്ട് പറഞ്ഞു, നഫീസ മോൾ എവിടെയാണ്, എനിക്ക് മോളുടെ ഒരു ഹെൽപ്പ് വേണം. അപ്പം സുൽത്താൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബുക്ക് സ്റ്റാളിൽ തന്നെ ബുക്ക് ലോഞ്ച് ചെയ്യുന്ന ഒരു അറബ് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മോളും കൂടിയാണ് ബുക്ക് ലോഞ്ച് ചെയ്യുന്നത്. മോളൊന്ന് വരോ, ഒരു ഹെൽപ്പ് വേണം. സോ ഐ വെന്റ് അപ്പ് ടു ദേർ ആൻഡ് ഹി സെഡ്, നമുക്ക് can you come up on stage and moderate the event for us? And I was taken by surprise and gratitude. കാരണം അങ്ങനെ ഒരു സ്റ്റേജിൽ ഇരിക്കുക, അങ്ങനെ ഒരു ആൻഡ് ദേ ആർ ഇമറാത്തീസ് ആണ് അവർ. വെരി റിച്ച് ഹെറിറ്റേജ് ഓഫ് കൾച്ചർ ആൻഡ് ലാംഗ്വേജ് ഉള്ള ആളുകളാണ്.
അപ്പൊ അവരുടെ കൂടെ സ്റ്റേജിൽ ഇരിക്കുക, അവരുടെ ബുക്കിനെ കുറിച്ച് സംസാരിക്കുക, അതിനെ മോഡറേറ്റ് ചെയ്യാന്ന് പറയുന്നത് സച്ച് എ ഡ്രീം കം ട്രൂ. അപ്പം ഞാൻ അറിയാതെ തന്നെ എപ്പോഴും വിഷ്വലൈസേഷൻ നടന്ന്, ഞാൻ അറിയാതെ തന്നെ പലപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി, നമ്മൾ ഈ ബുക്കിൽ പറയുന്നത് വേറൊരു കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുള്ള എസൻസ് തന്നെയാണ്, യു ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻസൈഡ് യുവർ മൈൻഡ് ബിഫോർ ഇറ്റ് ആക്ച്വലി കംസ് ഔട്ട്സൈഡ്. പലപ്പോഴും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നതല്ല ഉള്ളിൽ. And to actually experience that in my outer world was such a surreal experience. എനിക്കൊരു നെർവസ്നെസ് ഉണ്ടായിട്ടില്ല, എനിക്ക് പറ്റോ ഇല്ല എന്നുള്ള ചോദ്യം ഉണ്ടായിട്ടില്ല, ബിക്കോസ് ഓൾറെഡി ദിസ് വാസ് റിഹേഴ്സ് സെവറൽ ടൈംസ് ഇൻസൈഡ് മീ. അപ്പോ that ability for each of us to build it inside us first, and then we will see. അത് ഇങ്ങനെ പുറമേല് അത് we never question the why, right? നമ്മൾ why എന്നുള്ളതിനെ ഒരിക്കലും question ചെയ്യില്ല. Convince yourself, convince your subconscious, your conscious, and then you will see yourself moving forward towards it. That's it. Thank you very much for your patient listening. Over to you, Shanna. Thank you so much. Thank you so much. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഷീൽ ബി ആൻസറിങ് ബൈ ദ ടൈം ഗൈഡ് വിൽ ബി കമ്മിങ്. കാരണം അവിടെ ദുബായൊക്കെ ആണല്ലോ, അപ്പൊ സമയത്തിന് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ സൂര്യനൊക്കെ ഉദിച്ച് വന്നാലേ അവിടെ വെളിച്ചം വരുന്നുള്ളൂ എന്നാണ് സെക്രട്ടറി അറിയിച്ചത്. അപ്പൊ വെളിച്ചം വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്കും ഇവിടെ കൂടുതൽ വെളിച്ചം കിട്ടുമല്ലോ. So if you have any questions, നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ബിക്കോസ് ഇൻ ബിറ്റ്വീൻ ഗൈഡ് വന്നൊക്കെ അതിനെ നമുക്ക് ഓൾറെഡി അൺമ്യൂട്ട് ചെയ്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്, ഓർ ഇഫ് യു ഹാവ് എനിത്തിങ് ടു സേ യു ക്യാൻ സേ ഇൻ ദ ചാറ്റ് ബോക്സ്. Shanna, if we have time, maybe we can use this as an opportunity. നമ്മളിപ്പം എത്ര ആൾക്കാരുണ്ട് ഇവിടെ? I think around 100 to 200 ആൾക്കാരില്ലേ. Let's use this as an opportunity to pen down something. നിങ്ങളുടെ കയ്യിൽ പേപ്പറോ പെന്നോ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക. നിങ്ങൾ ഇതുവരെ ചാലഞ്ചിങ് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം, you never thought you could achieve it, but sitting here today you decide that you are going to achieve it. Okay, അത്രേ ഉള്ളൂ. Why? There is no question of why, there is no question of എന്നെ കൊണ്ട് കഴിയോ, ഒന്നുമില്ല. Just sit here right now, take a pen and paper and write down what it is that you want to achieve and why you want to achieve it. നമ്മൾ എന്താ പറയാ, if you're convinced of why, it happens. നമ്മൾ how, ഞാൻ നേരത്തെ why എന്നല്ലേ പറഞ്ഞ, നമ്മൾ how നെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാത്ത. You convince yourself of why, you convince yourself of the intention. Okay, that's all you have to do. ഇപ്പൊ ഇരുന്നിട്ട് എഴുതുക, what is that, how will you challenge yourself? And I think this is what makes life exciting, this is what makes life interesting, it becomes an adventure. അപ്പൊ ഇപ്പൊ ഇരുന്ന് എഴുതുക, നിങ്ങൾ എന്താണ് ആ challenge that you will challenge yourself, you will convince yourself and you'll prove it to the world, you'll prove it to yourself, your internal world, that you indeed can achieve it. അപ്പൊ അതിന് brainstorming, ആ why as much as possible ഗൈഡ് വരുന്ന വരെ നിങ്ങൾ why എഴുതിക്കോളൂ. Convince yourself. Can I add? Nafisa, actually questions are there. കാരണം എങ്ങനെയാണ് ടീമിലെത്തിയത്? I also shared that Nafisa നമ്മളെ 2021 ബാച്ചിലെ ബെസ്റ്റ് ട്രെയിനർ ആയിരുന്നു, അതിന് അവാർഡൊക്കെ കിട്ടിയ ഒരാളാണ്. അപ്പൊ ഒബ്വിയസ്ലി യു ഹാവ് ടു ഷെയർ ഹൗ യു കെയിം ടു ഏരിയൻ ഡോഗ്സ്, വാട്ട് യുവർ ഗൈഡഡ് ജേർണി വാസ്. യു ഹാവ് ഓൺലി ഷെയർഡ് ആ ഒരു ബുക്കിന്റെ ജേർണിയാണ് ഷെയർ ചെയ്തത്. അതിന് പിന്നിൽ ഒരു വലിയ പ്രോസസ്സ് നടന്നിട്ടുണ്ട്. ആക്ച്വലി ബെസ്റ്റ് ട്രെയിനർ അവാർഡൊക്കെ കിട്ടിയ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. സോ വി വുഡ് ലൈക്ക് ടു ഹിയർ യുവർ ഏരിയൻ ഡോഗ്സ് എക്സ്പീരിയൻസ്, ബീങ് ദ ട്രെയിനർ, റിസീവിംഗ് ദി അവാർഡ് ആൻഡ് എവറിഥിങ്. താങ്ക് യു. Sure. Thanks, Shanna. ഞാൻ ആഫ്റ്റർ മൈ ബാച്ചിലേഴ്സ്, ലോങ് സ്റ്റോറി ഷോർട്ട് ആയിട്ട് വേഗം പറഞ്ഞിട്ടോ, എന്റെ ബാച്ചിലേഴ്സ് കഴിഞ്ഞപ്പോ ഇതേപോലെ ഈ ഇങ്ങനത്തെ വലിയ ഡ്രൈവ് ഉള്ളത് കൊണ്ട് ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ മീ ടു ടേക്ക് എ ഡിസിഷൻ ഇൻ വാട്ട് നെക്സ്റ്റ്. ബാച്ചിലേഴ്സ് കഴിഞ്ഞു, ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണേ. സോ ഐ വോണ്ടഡ് ഗോ ടു ദി UK, പക്ഷെ ആ സമയത്ത് നമ്മുടെ ഫാമിലിയിൽ കുറച്ച് ക്രൈസിസ് ഉണ്ടായിരുന്നു, കോവിഡ് ടൈം ആയിരുന്നു, വാപ്ഷിന്റെ ജോലി പോയി, പോവാൻ പറ്റൂ ഇല്ലേ എന്നുള്ള സ്ട്രഗിൾസ്. ഇറ്റ് വാസ് എ വെരി കൺഫ്യൂസിങ് ടൈം, ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു ആ സമയത്ത്. അപ്പോ എനിക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. ഐ വോണ്ടഡ് ടു ഡു സംതിങ് എക്സ്ട്രോർഡിനറി എന്നുള്ളൊരു കൺവിക്ഷനേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഐ വാസ് വെരി ആങ്ഷ്യസ്. ആ സമയത്ത് ഉമ്മന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റഡ്, അദീത മാം അല്ലേ, അദീത അമ്മേ, ഐ ആം സോറി മലയാളത്തിൽ സംസാരിക്കാൻ നോക്കാട്ടോ, ഐ എം സോറി. അപ്പൊ ആ സമയത്ത് ഉമ്മന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്, മോളെ ഗൈഡിന്റെ മെന്ററിങ്ങിന് വിട്ടോളൂ, ഒരു പക്ഷേ അവൾക്ക് ഗൈഡിന്റെ മെന്ററിങ്ങിന് വിട്ടോളൂ, അവളുടെ യുണീക്നെസ് കണ്ടെത്തട്ടെ എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഗൈഡിന്റെ മെന്ററിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം TTPയിലേക്ക് ഗ്രാജുവേറ്റ് ചെയ്യാൻ പിന്നെ എനിക്കൊരു ചോദ്യം ഉണ്ടായിട്ടില്ല. Automatically TTPയിലേക്ക് കയറി. That's how I entered the team. So to talk about that journey very briefly, I think I was always very ego driven പണ്ട്. അപ്പൊ അതിന്നൊക്കെ കുറെ മാറ്റം വന്നിട്ടുണ്ട്. And that was the most important part for me. I didn't want to carry myself as a burden.
ഒരുപാട് ഡിസയേഴ്സും ഒരുപാട് ഡ്രീംസ് ഒക്കെ ഉള്ള ഒരു ബേർഡൻ ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് അസംഷൻസ് നമ്മൾ പറയില്ലേ ഒരു ഡേർട്ടി വെസലായിട്ട് ക്യാരി ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോയിരുന്ന ഒരു ആളായിട്ടാണ് ഞാൻ ഇപ്പം പണ്ടത്തെ എന്നെ മനസ്സിലാക്കുന്നത്. അപ്പം അതിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഇസ് മെയ്ഡ് ലിവിങ് ഈസിയർ ഫോർ മീ. യുനോ ഓരോ ദിവസവും കുറച്ചും കൂടി ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇറ്റ്സ് ഈസിയർ. കുറച്ചും കൂടി നമുക്ക് എന്താ വേണ്ടത്, എങ്ങനെയാണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ മനസ്സിലാക്കാം, സ്വന്തത്തെ എങ്ങനെ സ്നേഹിക്കാം എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ദാറ്റ്സ് ദി അതാണ് ഏറ്റവും പവർഫുൾ ഭാഗം. എങ്ങനെയാണ് ഗൈഡഡ് ജേർണിയുടെ ഏറ്റവും പവർഫുൾ ഭാഗം അതാണ്. ഷാന, back to you. Another question is there. Actually, Alien Docs has a very dedicated crew actually, but you got the opportunity to be the backbone for publishing the book of Alien. How do you think of being chosen and getting that great chance? What a question. Thank you. How do I think is getting chosen? ഞാനിത് ആലോചിക്കുന്നു. I'm just very grateful, you know. എനിക്കറിയാം പലരും ആഗ്രഹിക്കുന്നതാണിത്, പലരും ഡിസൈർ ചെയ്യുന്ന. ആൻഡ് I was discussing this yesterday. ഞാൻ പലപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഡിസൈർ ചെയ്ത ഓപ്പർച്യൂണിറ്റിയാണ് ടു സാലിക്കിന്റെ എക്സിക്യൂഷൻ എബിലിറ്റിനെ കുറിച്ച് എല്ലാവരും പറയുന്നത്, ഗൈഡൻസ് സെക്രട്ടറിന്റെ എക്സിക്യൂഷൻ എബിലിറ്റിനെ കുറിച്ച് എല്ലാവരും പറയുന്നത്. And at one point there was a conversation between me and Salik where he kind of challenged me. It's like, nee cheyidu kanikkunallu. And that always drove me, to be honest. I wanted to, I don't know prove cheyanalla, but to be on stage with him and to have worked behind the scenes with him, that again is a huge blessing for me. And that, to be honest, your process enki ഒരുപാട് courage തന്നിട്ടുണ്ട്, that I can execute. എന്റെ എക്സിക്യൂഷൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് വിചാരിച്ചിരുന്ന എനിക്ക് എക്സിക്യൂഷനും കഴിയും, എനിക്ക് എന്താ പറയാ, എനിക്കൊരു കോർഡിനേഷനും കഴിയും എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു വാലിഡേഷൻ ആണ്. ആൻഡ് ബീങ് ചോസൺ, ഐ തിങ്ക് ഞാൻ ഈ സമയത്തില് ഈ ഒരു പ്രോസസ്സിന്റെ ഡിഫിക്കൽട്ടീസിലൂടെ പോകുമ്പോൾ പലപ്പോഴും എന്റെ മുന്നിൽ വന്നിരുന്ന ഖുറാനിക് വേഴ്സ് ഇസ് ഇദോനി ഇസ്തജിബ് ലക്കും, ആസ്ക് മീ ആൻഡ് ഐ വിൽ ഗിവ് യു. ആൻഡ് ഐ തിങ്ക് I always remind myself that as a believer, my weapon is my prayer. അപ്പൊ ഇതിന് നമുക്ക് നമ്മുടെ ഓരോ തോട്ടിനെയും നമുക്ക് പ്രെയർ ആയിട്ട് കൂട്ടാം, ഓരോ അഫർമേഷനെയും നമുക്ക് പ്രെയർ ആയിട്ട് കൂട്ടാം, നമ്മൾ മെഡിറ്റേഷനിൽ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന സജഷൻസ് നമുക്ക് പ്രെയർ ആയിട്ട് കൂട്ടാം. സോ yes, you can be chosen, you would be chosen, but I think prayers really streamlines that trajectory. നമ്മുടെ prayers നമ്മൾ ഉള്ളോട്ട് കൊടുക്കുന്ന സജഷൻസ് ആ ട്രജക്ടറിനെ നന്നായിട്ട് സ്ട്രീം ലൈൻ ചെയ്യുന്നതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പിലും, ഈ ഒരു ജേർണിന്റെ ഓരോ സ്റ്റെപ്പിലും ഐ വാസ് വെരി ഗ്രേറ്റ്ഫുൾ ദ ഫാക്ട് ദാറ്റ് ഐ വാസ് ചോസൺ. നമുക്കറിയാം അത് നമ്മൾ ഫുള്ളി ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എൻറ്റയർലി നമ്മുടെ ഉള്ളിനെ നമുക്കറിയാം, നമുക്ക് എൻറ്റയർലി ഒരു കൺവിക്ഷൻ ഉണ്ട്, ഡു ഐ ഡിസേർവ് ദിസ് ഓർ നോട്ട്. ആൻഡ് ഡെസ്പൈറ്റ് ഓൾ ഓഫ് ദാറ്റ്, ദ ഫാക്ട് ദാറ്റ് റബ്ബ് നമ്മളെ ചൂസ് ചെയ്തു എന്നുള്ളത് ഇസ് സംതിങ് ദാറ്റ് ഐ വിൽ ഫോറെവർ ബി വെരി ഗ്രേറ്റ്ഫുൾ ഫോർ. And the thing is, ingante opportunities വരുമ്പോൾ you need to prove it to God that you will do നമ്മൾ തന്നെ മറന്ന് അതിൽ വർക്ക് ചെയ്യുന്നുള്ളത്. I think we have to prove it to him because we need to show him that we are grateful, and അത് നമുക്ക് ആക്ഷൻസിലൂടെ നമ്മുടെ ഇന്റൻഷൻസിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. സോ അതിനെ ശ്രമിച്ചിട്ടുണ്ട്. That's pretty much the answer, Shana. Thank you so much, Nafisa. ഇപ്പം ഗൈഡ് ഒരു 10 minutes കൊണ്ട് എത്തും. I have a personal question for you. Notice that അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതിലുള്ള കണ്ടന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് മാനിഫെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. And when I watched that video, I can see clearly that was a manifestation of someone. അതൊരാളുടെ മാനിഫെസ്റ്റേഷൻ ആണ്. കാരണം all of a sudden ഒരു പ്ലാനിൽ ഇല്ലാത്ത കാര്യമാണ്, but actually someone was manifesting and that was you. So ഏത് ടൂളാണ് ബേസിക്കലി നഫീസ ഭയങ്കര സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്ത്? മേ ബി ദർ ആർ ലോട്ട്സ് ഓഫ് ടൂൾസ്. ഇതിൽ GC ഒക്കെ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറിയാം, മേ ബി വിഷ്വലൈസേഷൻ ആയിരിക്കാം, അഫർമേഷൻ ആയിരിക്കാം, മേ ബി യുവർ ഓൺ ടെക്നിക് ആയിരിക്കാം. So can you share what was your actual that guided code experience? ആ ഒരു ടൂൾസ് യൂസ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? I'll do that. But this is a screenshot. ഇതൊരു സ്ക്രീൻഷോട്ട് ആണ്, കാണാൻ പറ്റുണ്ടോ അറിയില്ല. സോ ഇതില് October 13 ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ ഇതിൽ ഇത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ ഒരു പോസ്റ്റർ ആണ്. അപ്പൊ അതിൽ ഞാൻ എഴുതിയിട്ടുള്ളത് വെൽക്കം ടു ഗൈഡ് ADN എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദ ബുക്ക് ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്.
This is just one tool that I used. October 13 ചെയ്തതാണ്. ഇത് മാനിഫെസ്റ്റ് ആവുന്നത് നമ്മുടെ November 10. സോ നമുക്കറിയില്ല ഇതിന്റെ സംഭവം എന്താ. What is this called? I think this can be called as a gold card. പിന്നെ ഞാൻ ഇന്നലെ ഗൈഡിന് കാണിച്ചു കൊടുത്തു. ഒരു കൊല്ലം മുമ്പ് November 2021 ബെസ്റ്റ് സെല്ലർ ഓത്തർ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിനകത്ത് എന്റെ ഗോൾഡ് കാർഡ് അറിയാം. ഇറ്റ്സ് എ കാർഡ്, നമ്മൾ നമ്മുടെ കൂടെ എപ്പോഴും വെക്കുന്ന ഒരു കാർഡാണ്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഡെഡ് ലൈൻസ് വെച്ച് നമ്മൾ എഴുതും. അപ്പൊ അതിൽ എന്റെ ഡ്രൈവിംഗ് ലൈസൻസ്, കാർ, ഈ ബുക്ക് ലോഞ്ച്, ഇതെല്ലാം ഓരോ ടൂൾസ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ബുക്ക് ലോഞ്ച് വാസ് വൺ സച്ച് ടൂൾ, അല്ല വൺ സച്ച് തിങ് അതിൽ എഴുതിയിരുന്നത്. November 2021 ആണ് എഴുതിയിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് എന്ന് പറയുന്ന പോലെ ഇറ്റ് ഹാപ്പൻഡ് എൻ ഇയർ അഗോ. അപ്പൊ ദാറ്റ് ഇസ് അനദർ ടൂൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഇപ്പോഴും എന്റെ വാൾപേപ്പർ നമ്മുടെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ ഇത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ വലിയൊരു ബോൾ റൂം ഓഡിറ്റോറിയം ആണ്. അതിൽ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഇരിക്കുന്ന ഇപ്പോഴും എന്റെ വാൾപേപ്പർ. ആൻഡ് ദിസ് ഇസ് ഡെഫിനറ്റ്ലി അവർ നെക്സ്റ്റ് ഗോൾ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഗോൾ. വി ഹാവ് നോ പ്ലാൻസ് ടു സ്റ്റോപ്പ്. എങ്ങനെയാണ് ഏഡിയൻ ടോക്സിന്റെ ഇങ്ങനൊരു ഫുള്ളി പാക്ഡ് ഓഡിയൻസ്? ഐ എം ഷുവർ ദിസ് ഇസ് അറൌണ്ട് thousands of people. ഷാരൂഖ് ഖാനും ജയ് ഷെട്ടിയൊക്കെ വരുമ്പോൾ ഇതാണ് ഓഡിയൻസ്. ഹൗ ഡു വി ദിസ് ഇസ് ഡെഫിനറ്റ്ലി ദ നെക്സ്റ്റ് ഗോൾ ഇൻ എ മാറ്റർ ഓഫ് one year. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഇൻഷാല്ലാ about how that process was manifested, right? But this is another tool. പിന്നെ എപ്പോഴും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ when people look up at us, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു കസ്റ്റമർ ആയിട്ട് കയറുമ്പോൾ I knew that there was something deeper I wanted to do. അപ്പൊ നമ്മൾ വാക്കിംഗ് തന്നെ മാറും. നമ്മളിപ്പം അവിടെ റെഡ് കാർപ്പറ്റ് ആണ് നമ്മുടെ ഈ SIBF-ലേക്ക് കയറുമ്പോൾ തന്നെ റെഡ് കാർപ്പറ്റ് ആണ് അവിടെ ഉള്ളത്. അതിലേക്ക് ഇങ്ങനെ ചൂടടിച്ച് മുന്നോട്ട് പോകുമ്പോൾ യു ആർ നോട്ട് ജസ്റ്റ് വാക്കിംഗ് ഇൻ ഒരു കവർ പിടിച്ചിട്ട് വെറുതെ കയറാൻ, യു ആർ ആക്ച്വലി ഓൺ ദ റെഡ് കാർപ്പറ്റ്. പീപ്പിൾ ആർ ഇന്റർവ്യൂയിങ് യു. വാക്ക് ചെയ്തിട്ട് ആ ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്, റൈറ്റ്? ആൻഡ് നമ്മുടെ ഓരോ സെൽസിനെയും നമ്മൾ കൺവിൻസ് ചെയ്യണമല്ലോ. അപ്പോൾ ഓരോ മൊമെന്റും അങ്ങനെ റിമൈൻഡ് ചെയ്യണം. ഇപ്പം ഷാന നേരത്തെ നമ്മുടെ ഇത് പറഞ്ഞല്ലോ, നമ്മുടെ ബെസ്റ്റ് ട്രെയിനർ അവാർഡ്. എന്റെ ബാച്ചില് വി ഹാഡ് ഓൾ പ്രോസ്. എല്ലാവരും പ്രോസ് ആയിരുന്നു. അല്ല എന്റെ കൂടെ ഉണ്ടായിരുന്ന ട്രെയിനേഴ്സ് ഒക്കെ വലിയ പ്രോസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇത് വേണം, എനിക്ക് എന്തായാലും അവാർഡ് വേണം, ഞാൻ നാട്ടിലും പോകും എന്നുള്ളത് ഉറപ്പായിരുന്നു. അഗൈൻ കോവിഡിന്റെ ടൈമാണ്, ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ആ ടൈമാണ്. പക്ഷെ എനിക്ക് എന്തായാലും അവാർഡ് വേണം. ഞാൻ ഇവിടെ വീട്ടിലൊക്കെ ഡിക്ലെയർ ചെയ്തു, ഷെൽഫിന്റെ ആ സ്പേസിൽ ഞാൻ എന്റെ ട്രോഫി കൊണ്ടുവെക്കാൻ പോവാണ്. അപ്പൊ അവിടെ സ്പേസ് ഉണ്ടാക്കിക്കോളൂ, എന്റെ പെട്ടിയിലും അതിന്റെ സ്പേസ് ഉണ്ടാക്കിക്കോളൂ, ഞാൻ അവാർഡ് വാങ്ങിയിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ട്രെയിനർ ഉബൈദ് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഹി ഹാഡ് കംപ്ലീറ്റ്ലി ഒരു റിട്ടൺ സ്ക്രിപ്റ്റ് ആയിരുന്നു ഉബൈദിന്, വിഷ്വലൈസേഷൻ സ്ക്രിപ്റ്റ്, റൈറ്റ്? റിട്ടൺ സ്ക്രിപ്റ്റ് ആയിരുന്നു ഉബൈദിന്. ഗൈഡ് കണ്ണ് തുടച്ചു കൊടുക്കാണ് ഉബൈദ് അവാർഡ് വാങ്ങുമ്പോൾ. അത്രയും ഡീറ്റെയിലിൽ ഉബൈദ് ഒരു വിഷ്വലൈസേഷൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സോ യാ, ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. ഞാൻ കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റ് ചെയ്തു. എന്റെ കയ്യിൽ അപ്പോ ആ പോസ്റ്റ് എന്റെ കയ്യിലില്ല. ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഏഡിയൻ ടോക്സ് കൺഗ്രാറ്റുലേറ്റ്സ് നഫീസ തസ്നീം, എന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടോ, for being the best trainer award. ഇത് TTP സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. എന്നിട്ട് എന്റെ ജോലിന്റെ സ്ഥലത്തും അതായിരുന്നു എന്റെ കയ്യിൽ. എന്റെ ലാപ്പിന്റെ മുന്നിൽ എപ്പോ TTP അറ്റൻഡ് ചെയ്യുമ്പോൾ ലാപ്പിന്റെ മുന്നിൽ അതായിരുന്നു കയ്യിൽ. I wanted it and I was ready to go to any extent to get it. Ethically നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ റൂൾസ്, എന്തൊക്കെ ടൂൾസ് നമുക്ക് എടുക്കാൻ പറ്റും, ആ രീതിയിലൊക്കെ. ഞാൻ ആ സമയത്ത് ഞാൻ സ്വിം ചെയ്യുമ്പോഴും, ഞാൻ ഓടുമ്പോഴും, ഞാൻ നടക്കുമ്പോഴും, ഞാൻ ഫുഡ് കഴിക്കുമ്പോഴും ഒക്കെ എന്റെ മനസ്സിൽ ഈ ഒരു തോട്ടേ ഉള്ളൂ, ഹൗ am I going to get the award? എങ്ങനെ I am getting the award. I am the best trainer. Adarna and affirmation are samayathu. So yeah, affirmation, creative visualization, manifestation, belief with conviction, all of these tools. In bookilum throughout parayna karyana. Believe with conviction. ഒരു സ്പെക്ക് ഓഫ് ഡൗട്ട് കൂടി കൊടുക്കണം. നമ്മുടെ പബ്ലിഷറിനോട് ഇന്നലെ മിനിയാന്നിട്ട് സംസാരിക്കുമ്പോൾ സാറിന് അറിയാലോ, വി ആർ നെവർ ടേക്കിംഗ് നോ ഫോർ ആൻ ആൻസർ, റൈറ്റ്? ആൻഡ് ഹി നോസ് ഇറ്റ്. അപ്പൊ മുമ്പ് നമ്മളായിട്ട് നോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അടുത്തേക്ക് വരില്ല. പ്രിന്റ് നാളെ കിട്ടോ, കിട്ടിയേ പറ്റൂ. There is no. He has to push his printers. He has to push the printing press and bring the content, because we're never taking no for an answer. That's a chunk. Thank you so much. See the power of the visualization. ആ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്നിക്കിന്റെ പവർ എത്രത്തോളാന്നുള്ളത് മനസ്സിലായില്ല. അപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കഴിഞ്ഞ ബാച്ചിന്റെ trainer Zanija ma'am also, she used the technique visualization, detailed visualization ആയിരുന്നു. കാരണം ആ അവാർഡ് വാങ്ങി കഴിഞ്ഞ് വേറൊരാളുടെ ഫേസിലുള്ള എക്സ്പ്രഷൻ പോലും she actually visualized. ഇപ്പം ഉബൈദിന്റെ കേസിലാണെങ്കിൽ they are all so close to our team. അപ്പൊ ഇവരൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുക. സോ ഹാപ്പി ടു ഹിയർ നഫീസ. ഇപ്പൊ നമുക്ക് റിൻഷ is actually sharing the pictures of our book launching ceremony. Great. Yeah.
സോ ദാറ്റ് വാസ് ഇറ്റ്. അതിന്റെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ആണ് കാണിച്ചത്. ഇപ്പൊ മോർ ഓവർ ഇപ്പം നേരത്തെ ഷാറുഖ് ഖാൻ വരുന്ന സമയത്ത് ഹാളിൽ ഇത്ര ആളുകൾ ഉണ്ടാവും പറഞ്ഞു, ഇന്ന ആളുകൾ വരുമ്പോൾ ഇത്ര ആളുകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ഡു യു തിങ്ക് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി പോസിബിൾ വിത്ത് അവർ ഗൈഡിന് അത്രയും വലിയൊരു സദസ്സ് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ഡൗട്ടും ഇല്ലാതെ വി ക്യാൻ സേ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ബിക്കോസ് ആക്ച്വലി ഐ വാസ് സീയിങ് ദി ഇന്റർവ്യൂ ഓഫ് ഷാറുഖ് ഖാൻ. ഇന്നലെ നെറ്റ്ഫ്ലിക്സിൽ ഷാറുഖ് ഖാന്റെ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു സംഭവം ഉണ്ട്. ഐ വാസ് ആക്ച്വലി വണ്ടേർഡ്. കാരണം അത്ര വലിയ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ 3.5 ബില്യൺ ആളുകളാണ് കാണാനായിട്ട് വരുന്നതും ഫാൻസ് ആയിട്ട് നിൽക്കുന്നതും. ഷാറുഖ് ഖാൻ അത്രയും അങ്ങേയറ്റം അവർ അഡ്മയർ ഒക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പം ഐ വാസ് ആക്ച്വലി തിങ്കിങ് വാട്ട് ഈസ് ദ റിയൽ റീസൺ ബിഹൈൻഡ് ഇറ്റ്? എന്താണ് ആളുകൾ ഇത്ര വലിയ, എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു പൊസിഷൻ ആളുകൾ കൊടുക്കുന്നത് എന്നുള്ള റീസൺ നോക്കിയപ്പം ഹി വാസ് ഷെയറിങ് വൺ തിങ് വിച്ച് ഐ ക്യാൻ റിയലി കണക്ട് വിത്ത് ഗൈഡ്. കാരണം ഗൈഡൊക്കെ നമ്മളെ ബേസിസിൽ ചെയ്തിട്ടുള്ളത് ഹി ആക്ച്വലി ടച്ച്ഡ് ആ ഹാർട്ട്. നമ്മളെ ഹൃദയം തൊട്ടു എന്നുള്ളതാണ് ആക്ച്വലി ഗൈഡ് ചെയ്തൊരു കാര്യം. ഒരു വാക്കിലൂടെ, ഇപ്പൊ എന്റെ ഒരു കാര്യം പറയാൻ, ആക്ച്വലി ഒരു വാക്കിലൂടെ അത്രയും കാലം നമ്മൾ ഗൈഡിനെ കണ്ടിട്ട് ഹിസ് ആക്ച്വലി നോർമൽ പേഴ്സൺ, ബട്ട് വെൻ ഹി സെഡ് സംതിങ് ദാറ്റ് ടച്ച്ഡ് മൈ ഹാർട്ട്, ആ പോയിന്റ് മുതലാണ് ഗൈഡ് എനിക്ക് ഗൈഡായിട്ട് മാറിയത്. അപ്പോൾ ഈ ഒരു TTP അറ്റൻഡ് ചെയ്ത ആളുകളാണെങ്കിലും ഇവിടെ ഇപ്പൊ ഈ ഗൈഡഡ് ടോക്ക് എല്ലാ ദിവസവും കയറി വരുന്ന ആളുകളാണെങ്കിൽ ഹിസ് വേർഡ്സ് ആക്ച്വലി ടച്ച്ഡ് യുവർ ഹാർട്ട്. അങ്ങനെ ഹൃദയത്തിൽ തൊട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ, ഇന്ന് ഇത്രയും ആളുകൾക്ക് ഈ അറിവ് ഹൃദയത്തിൽ തൊട്ട് കൊടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ, ഇനി മില്യൺസ് ഓഫ് പീപ്പിൾ ഈസ് ആക്ച്വലി വെയിറ്റിംഗ് ടു ബി ട്രാൻസ്ഫോംഡ് ത്രൂ ദിസ് ഫ്ലെയിം. ഈ ഒരു സംസാരത്തിലൂടെയും ഗൈഡിന്റെ ഫ്ലെയിം ഷെയറിങ്ങിലൂടെ ഒക്കെ ആക്ച്വലി ദേ വെയിറ്റിംഗ്. സോ ഇഫ് യു ആർ ഏബിൾ ടു ടച്ച് ദ ഹാർട്ട് ഓഫ് എ പേഴ്സൺ, ഹൃദയത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി റീച്ച് എനിവർ. അവിടെ സ്കില്ലൊന്നല്ല മാറ്റർ. അയ്യോ എനിക്ക് ഇതേപോലെ ഒന്നും സംസാരിക്കാൻ അറിയില്ലല്ലോ, എനിക്ക് ഇത്ര സ്കില്ലില്ലല്ലോ, എനിക്കിത് എഴുതാൻ അറിയില്ലല്ലോ. ആ ഇന്റർവ്യൂവിൽ ഷാറുഖ് ഖാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിൽ ഷെയർ ചെയ്യുന്നത്, ഞാൻ ആസ് എൻ ആക്ടർ എന്റെ സ്കില്ല് കാര്യങ്ങൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഐ നോ ഐ എം നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. കാരണം ഇത് ബിഗിനിങ്ങിൽ തന്നെ എന്റെ സ്കില്ലും എന്റെ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ this is not gonna work. അപ്പൊ ഞാൻ വിചാരിച്ചു അതിൽ ഞാൻ മെയിൻ ഫോക്കസ് ചെയ്തൊരു കാര്യം. സോ ദാറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ദ ഹാർട്ട് ഓഫ് പീപ്പിൾ. ആളുകളുടെ ഹൃദയത്തിലേക്ക് എനിക്ക് ഇങ്ങനെ കയറാൻ പറ്റും എന്നുള്ളത് ഞാൻ ആലോചിക്കട്ടെ എന്ന് നോക്കിയിട്ട് ഉള്ള ഒരു ഷിഫ്റ്റിലാണ് ആക്ച്വലി ഷാറുഖ് ഖാൻ ഹാവ് മെയ്ഡ് ദാറ്റ് സ്റ്റാർഡം. റൈറ്റ്? ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്, നാഷണൽ അവാർഡ് കിട്ടുന്ന ആളുകളുണ്ട്, വേറെ പല രീതിയിലും ടാലന്റഡ് ആൻഡ് സ്കിൽഡ് ആയിട്ടുള്ള പല ആളുകളുണ്ട്. ബട്ട് വാട്ട് മേക്ക് ദം ഡിഫറെന്റ് ഫ്രം ദ പീപ്പിൾ is actually their ability to touch the heart, to deliver to the heart. ആ ഹൃദയത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് ആക്ച്വലി നമ്മുടെ ടീമിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും പറയും എന്താണ് ഏഡിയൻ ടോക്സ് ഭയങ്കര, വാട്ട് ഈസ് സോ മച്ച് അബൌട്ട് ദിസ് ഏഡിയൻ ടോക്സ്, എന്താണ് ഇങ്ങനെ കുറെ ചോദിച്ചുകൊണ്ടിരിക്കും. ദിസ് ഇസ് എ സീക്രട്ട്. വി ആർ ആക്ച്വലി ഡെലിവറിങ് ഫ്രം ദ ഹാർട്ട്. വെൻ വി ആർ ഗിവിംഗ് സംതിങ് ടു ദ ഓഡിയൻസ്, അത് ചുമ്മാ അവർക്ക് ഒരു ഇൻഫർമേഷൻ പാസിംഗ് അല്ലാതെ അത് ഹൃദയത്തിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് ആക്ച്വലി ദാറ്റ് ഇസ് മേക്കിംഗ് ആൻ ഇമ്പാക്ട്. സോ അതാണ് എനിക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു നല്ല ബിരിയാണി, അതിപ്പോ ബിരിയാണി ഒരു സാധാ ഹോട്ടലിൽ നിന്ന് കൊടുക്കുന്നതും സെയിം ആണ്, വേറെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കൊടുക്കുന്നതും സെയിം ബിരിയാണിനാണ്. പക്ഷെ ആ വിളമ്പുന്ന രീതി, ദാറ്റ് ഈസ് ആക്ച്വലി മേക്കിംഗ് ദ ഡിഫറൻസ്. അതിനെ പ്രഷ്യസ് ആക്കിയിട്ട് വെക്കുന്നത് അതെങ്ങനെ ഡെലിവർ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. സോ ആക്ച്വലി യു നോ വൈ, എന്താണ് നിങ്ങൾ ഈ ഒരു സൺഡേ മോർണിംഗ് ഇവിടെ വന്നിരിക്കാനുള്ള റീസൺ?
something that is being delivered to you is in a very special manner. ഇതിൽ ഓരോ ഗൈഡഡ് ടോക്ക് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കും ഫീൽ ചെയ്യുന്നത് ഇത് എന്നോടാണ് സംസാരിക്കുന്നത്, ഗൈഡ് ഇത് എന്നോട് പറയും, ഇന്നത്തെ ഗൈഡഡ് ടോക്ക് എനിക്ക്, അങ്ങനെ ഇവിടെ വന്ന് എല്ലാവരും പറയുന്നത് ഇന്നത്തെ ഗൈഡഡ് ടോക്ക് എനിക്കില്ലെന്നാണ്. സോ ദാറ്റ് ഈസ് ദ വേ ഓഫ് ഹിസ് ഡെലിവറിങ് വിച്ച് ഈസ് സ്ട്രേറ്റ് ഇൻ ടു ദ ഹാർട്ട്. ആ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൽ ചാലിച്ച് നമുക്ക് തരുമ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ ലേൺ ഫ്രം മൈ ഗൈഡ്. ഞാൻ എൻ്റെ ഗൈഡിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ഗൈഡ് ഇസ് ഹിയർ. ഗൈഡ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ ഒന്ന് പറയണേ. Rinsha or anyone from the team. Rinsha, guide വന്നിട്ടുണ്ട്, എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. One more video is there to play. Just a minute. Okay, just chat box il mention ചെയ്താൽ മതി. അപ്പൊ അതാണ് ഇതിന്റെ രഹസ്യം, ഫ്രം ദ ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ. ഇപ്പൊ എങ്ങനെയാണ് ഈ ഹാർട്ട് എന്ന്, ഈസ് ഇറ്റ് ദ ലവ് ദാറ്റ് ഇസ് കമ്മിങ് ഫ്രം മീ ഓർ കമ്മിങ് ഫ്രം ദ ഗൈഡ് ദാറ്റ് യു ആർ എക്സ്പീരിയൻസിങ്? അത് ADN എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇപ്പം സംസാരിച്ച നെഫീസ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഷാന എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണോ? ഡെഫിനറ്റ്ലി നോ. യു ആർ എക്സ്പീരിയൻസിങ് ദ ഡിവൈൻ ലവ് ദാറ്റ് ഇസ് കമ്മിങ് ത്രൂ ദ ഹാർട്ട്. ആ ഹൃദയം ഈസ് ആക്ച്വലി ജസ്റ്റ് എ പ്ലേസ്, അതൊരു ടെമ്പിൾ ആണ്. അത് കുറെ ലവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാനുള്ള ജസ്റ്റ് ചാനൽ മാത്രമാണ്. ഈ ചാനലിലൂടെയാണ് ആക്ച്വലി ദൈവികമായ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ കയറി ആ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു ഡിവൈൻ ലവ് ആണ് ആക്ച്വലി നമ്മൾ തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അത്ര സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത്. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്, വേറെ പല തരത്തിലുള്ള സ്നേഹമുണ്ട്, പല രീതിയിൽ ഉമ്മക്ക് ഉപ്പനോടുള്ള സ്നേഹമുണ്ട്, മക്കളോടുള്ള സ്നേഹമുണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലവ് ഉണ്ട്. ബട്ട് വാട്ട് ആക്ച്വലി മേക്ക് ദിസ് ലവ് എ ഡിഫറെന്റ് വൺ? റിൻഷ ഈസ് ഷെയറിംഗ് സംതിങ്, അതും കൂടെ കാണാം. എന്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ഞാൻ വീട്ടിൽ ചെന്ന് ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് എനിക്ക് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഇല്ല സ്ലോട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടും ദാറ്റ് ഈസ് ദി പ്രൂഫ് ഓഫ് ദിസ്. ആ കൺസിസ്റ്റൻസി ആയിരുന്നു അവള് സക്സസ് ആയതവിടെ. അവരെ ട്രെയിൻ ചെയ്ത ആളാണ് നമ്മളോട് ഇപ്പൊ സംസാരിച്ചത്. സോ ഇറ്റ് മീൻസ് എ ലോട്ട് ഫോർ മീ. I learned a lot. Thank you so much. I'm very proud to be here, and I think I have no words to express my gratitude to you. And the way you convey, mashallah, you will reach somewhere else. I'm very sure about it. I'm very proud of you and your student and all the team. Thank you very much. Yeah, nothing to say. Up to the mark. യാതൊരു സംശയമില്ല. ഞാൻ വളരെ റയറായിട്ട് ഇങ്ങനെയുള്ള such an young age, ആലോചിച്ചു. So a long life is given for you, and so many people are getting motivated or what. നമ്മളെ ബുക്ക് ലോഞ്ചിന്റെ കുറച്ച് വീഡിയോസ് ആണ് ഇപ്പൊ കണ്ടത്. ഗൈഡ് വിൽ ബി coming in the video. So ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത ആൽക്കമിസ്റ്റ് ഫ്രം ദ ഡെസേർട്ട് ഹാവ് അറൈവ്ഡ്. അപ്പോൾ ആ ഡെസേർട്ടിന്റെ വൈബിലൊക്കെ ഇരുന്നത് വി ആർ ആക്ച്വലി സോ എക്സൈറ്റഡ് ടു ലിസൺ ടു ദ വിസ്ഡം. ഞാനിപ്പോ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇറ്റ്സ് ഓൾ അബൌട്ട് റിസീവിംഗ് ദ ഫ്രം ദ ഹാർട്ട്. നിങ്ങൾക്ക് എത്ര കഴിവില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാലും, എനിക്ക് അത് മാത്രം ടാലന്റ് ഒന്നുമില്ല, ഞാൻ അത്ര സ്കിൽഡ് അല്ല, എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, പോസിബിലിറ്റീസ്, നൺ ഓഫ് ഇറ്റ് മാറ്റേഴ്സ്. ഇഫ് യു ആർ ഏബിൾ ടു ഡെലിവർ വാട്ട് എവർ യു ഡൂയിങ് ഫ്രം ദ ഹാർട്ട്, അതിപ്പോ ഒരു ചിത്രം വരച്ച് കൊടുക്കുന്നതാണെങ്കിലും, ഇഫ് യു ആർ ഏബിൾ ടു ആഡ് ദ ഇൻഗ്രീഡിയന്റ് കോൾഡ് ദ ലവ്, you will be actually able to give that to the world entirely. So thank you so much everyone, especially thank you so much Nafisa, and this time I'm going to welcome Guide to lead the session. Thank you so much Guide. So excited. Thank you Shana. And the audio clear ano? Perfect. Okay, so all of you good morning. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗൈഡഡ് ടോക്കാണ് നടത്തുന്നത്. ആസ് യു നോ നമ്മളുടെ ഇന്നത്തെ ഗൈഡഡ് ടോക്ക് നമ്മൾ ഇതിന്റെ മെസ്സേജ് തന്നെ, ഇന്നത്തെ ടോപ്പിക് തന്നെ കൊടുത്തിട്ടുള്ളത് മെസ്സേജ് ഫ്രം ദ ഡെസേർട്ട് എന്നുള്ളതാണ്. ആക്ച്വലി ഫോർ മീ ഇത് വലിയ ഒരു
ഒരു മാനിഫെസ്റ്റേഷന്റെ ഭാഗം കൂടിയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ GCTP ഒക്കെ ഒരു 9ഓളം ബാച്ചസ് നമ്മള് മലമുകളിലും പല പല സ്ഥലങ്ങളിൽ പോയിട്ട് മൂന്നാറിലും വയനാട്ടിലൊക്കെ ഹില്ലി ഏരിയാസിലൊക്കെ പോയി ഗ്രീനറിയിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു ആക്ച്വലി ഡെസേർട്ടിൽ ഇരുന്നിട്ട് കുറച്ച് സെഷൻസ് എടുക്കണം. ഐ റിയലി ലവ് ഡെസേർട്ടിൽ എത്തണം, ഡെസേർട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതിനു മുന്നേ ഐ തിങ്ക് ഞാൻ UAE ഒക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ കൂടി എനിക്ക് അതിനൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇന്ന് ആക്ച്വലി അത് മാനിഫെസ്റ്റ് ചെയ്തിരിക്കണം. ഐ എം സോ ഹാപ്പി. ഇന്നത്തെ ഗൈഡഡ് ടോക്ക് ആക്ച്വലി വി ആർ ഫ്രം ഡെസേർട്സ് ആക്ച്വലി ഡൂയിങ്. ഇവിടെ സ്റ്റേ ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, മൂണും സ്റ്റാർസും ഒക്കെ ആയിട്ടുള്ള. അപ്പം ഇതിൽ ഒരുപാട് ആളുകളുടെ എന്താ പറയാ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇതില് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം എന്റെ തന്നെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എന്റെ തന്നെ മെന്റീസ് ആണ് ഈ കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ആക്ച്വലി ഐ മീൻ ഡെസേർട്ട് എന്റെ മെന്റി തന്നെ ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ കഴിഞ്ഞല്ല അതിന് മുന്നത്തെ ബാച്ചില് നമ്മുടെ GC കോച്ചസിൽ, അതായത് GCTP ബെസ്റ്റ് ട്രെയിനർ അവാർഡ് വാങ്ങിയിട്ടുള്ള UAE തന്നെയാണ് നമ്മുടെ ഷാജി സാറാണ് ആക്ച്വലി നമുക്ക് ഇവിടെ ഫുൾ സെറ്റപ്പ് ഒരുക്കി തന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. സെഷനൊക്കെ ആയിട്ട് മോർണിംഗ് ഇവിടെ നല്ല രസമുള്ള മോർണിംഗ് ആണ്, ഒക്കെ വൈബ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഇതിന്റെ നിങ്ങൾ കുറച്ച് നേരത്തെ നഫീസയെ കേട്ടു. നമ്മൾ തന്നെ GCTP ബെസ്റ്റ് അവാർഡ് വിന്നർ ആയിരുന്നു നഫീസയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. ആക്ച്വലി ഇറ്റ് വാസ് അമേസിങ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എടുക്കാനുണ്ടായിരിക്കും നഫീസയുടെ ടോക്കിൽ നിന്ന്, ഐ ബിലീവ് സോ. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ, എസ്പെഷ്യലി ഷാർജ ബുക്ക് ഫെയർ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളൊക്കെ ഏകദേശം 28 ബാച്ച് നമ്മുടെ ഗൈഡഡ് കോഡ് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു വാലിഡേഷൻ എന്നോണം തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ ഒരു ബുക്ക് ലോഞ്ചിങ്ങും ഗൈഡഡ് കോഡ് ബുക്ക് ലോഞ്ചിങ് അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച നഫീസ നമ്മുടെ ബെസ്റ്റ് ട്രെയിനർ അവാർഡ് വാങ്ങിച്ചതാണ്. അപ്പൊ നഫീസയുടെ എക്സ്പീരിയൻസും നിങ്ങൾ കേട്ടിരിക്കും. സോ ഒരുപാട് എന്താ പറയാ ഹാപ്പിനെസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഫോർ മീ ആൻഡ് ഫോർ മൈ ടീം ആൻഡ് ഐ ബിലീവ് യു ടു. നിങ്ങളും നമ്മളെപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടീമിന് ഒരു അച്ചീവ്മെന്റുകൾ വരുമ്പോൾ പലപ്പോഴും ഒരുപാട് വിഷസ് അറിയിക്കുന്നവരാണ് നിങ്ങൾ. അപ്പൊ എപ്പോഴും അത് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ പാർട്ടിസിപ്പൻസ്, നമ്മുടെ ഫോളോവേഴ്സിനെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമുക്കുള്ളത് മെസ്സേജ് ഫ്രം ദ ഡെസേർട്ട് ആണ്. അതാണ് നമ്മുടെ വിഷയം, അതിലേക്കാണ് നമുക്ക് വരേണ്ടത്. അപ്പോ അതിലേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം റിഗാർഡിങ് അവർ ബുക്ക് ലോഞ്ച് എക്സ്പീരിയൻസ് ആൻഡ് ഓൾ. ഇപ്പൊ കുറച്ച് ലാസ്റ്റ് അവിടെ പ്ലേ ചെയ്തൊരു വീഡിയോ ഞാനും ശ്രദ്ധിച്ചു, നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു കോച്ച്, ഒരു മെന്റർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെ ഹോണേഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഇന്റർനാഷണൽ ഷാർജ ബുക്ക് ഫെയറിലുള്ള ആ കുറച്ച് സമയം, നമ്മുടെ ബുക്ക് ലോഞ്ചിന്റെ ഒരു സമയം. കാരണം അവിടെ വന്നിട്ടുള്ള ചീഫ് ഗസ്റ്റും ബാക്കിയുള്ളവരെല്ലാം എടുത്തു പറഞ്ഞൊരു കാര്യം, നമ്മുടെ സ്റ്റുഡൻസിന്റെ മുന്നിൽ വെച്ച് തന്നെ നമ്മൾ ആദരിക്കപ്പെടുന്ന അവസ്ഥ. അതായത് ഒരു ശിഷ്യ ആയിരിക്കും, ഒരു സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ ഒരു ടീച്ചറിന് അല്ലെങ്കിൽ ഒരു മെന്റിക്ക്, ഒരു മെന്ററിന് എന്ത് കൊടുക്കാൻ പറ്റും ചോദിക്കുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. ഇങ്ങനെ ഒരു ബുക്ക് ലോഞ്ചിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു, ആ എഫേർട്ട് വേൾഡ് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് തുല്യമായിട്ട് ആ നഫീസ ഇത്രയും യങ് ഏജിൽ ചെയ്തെടുത്തതിന് അവിടെയുള്ള എല്ലാവരും ഒരുപോലെ അപ്രീഷിയേറ്റ് ചെയ്ത് കാണുമ്പോൾ ആ കൺസിസ്റ്റൻസിയെ കുറിച്ചിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ബുക്ക് ഫെയറിന്റെ ഏറ്റവും ഗവൺമെന്റ് ഇവിടുത്തെ ഷാർജ എക്സ്റ്റേണൽ അഫയേഴ്സിലുള്ള ഒരാളാണ്, മലയാളിയാണ്. അതിന്റെ ഏറ്റവും ടോപ്പ് ഹെഡ് ആയിട്ടുള്ള ആളാണ് മോഹൻ കുമാർ സർ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കൊക്കെ കേൾക്കുമ്പോൾ ആക്ച്വലി ഐ ഫെൽറ്റ് സോ പ്രൗഡ്. അപ്പൊ ഒരു ടീച്ചറിന് എത്രമാത്രം പ്രൗഡ് ആവാൻ പറ്റില്ല. പാരന്റ്സ് പറയും മക്കൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തി കാണുമ്പോഴാണ് പാരന്റ്സ് പ്രൗഡ് ആവുക. പക്ഷെ ഇത് ആക്ച്വലി നമുക്ക് രണ്ടുപേർക്കും ഒരു മ്യൂച്വൽ എന്താ പറയാ ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു. എന്റെ സ്റ്റുഡന്റിന്റെ എന്താ പറയാ ക്വാളിറ്റീസും അവരുടെ എഫേർട്ടിനെ കുറിച്ചിട്ടും ഒരു വലിയ ഒരു ഡിഗ്നിറ്ററി വന്ന് അവിടെ സംസാരിക്കുന്നു. നഫീസയുടെ എഫേർട്ടിനെ കുറിച്ച് അവിടുത്തെ ചീഫ് ഗസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങാതെ പോലെ എന്റെ തലയിൽ മൊത്തം ഈ കുട്ടിയായിരുന്നു. ഇത്രയും തിരക്കുള്ള ഒരാളുടെ തലയിൽ കയറി കൂടണമെങ്കിൽ വാട്ട് ഹാപ്പൻ, എന്താണ് ഈ കുട്ടി അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു കാര്യം ഇവിടെ നടത്തിയെടുക്കാൻ വേണ്ടി വാട്ട് ഈസ് ഡ്രൈവിംഗ്. നോ ഹോപ്പ് സിറ്റുവേഷൻ ആണ്. അവരുടെ ലൈഫിൽ തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ ഓക്കെ പറഞ്ഞിട്ടില്ല. എന്നിട്ടും എങ്ങനെ ആ കുട്ടിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഞാൻ അവിടെ യെസ് പറഞ്ഞു പോയി. അത് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് നഫീസ് തന്നെ അവിടെ പറയുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ബുക്ക് ഗൈഡഡ് കോഡ് എന്താണോ അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുട്ടിയെ മെന്റർ ചെയ്തതാരോ അവരെ കാണുമ്പോൾ അവരെ ആരാന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടല്ലോ എന്ന് പറയുമ്പോൾ ത്രൂ അവർ സ്റ്റുഡൻസ് വി ആർ ഗെറ്റിംഗ് റെക്കഗ്നൈസ്. അതിലേറെ വലിയൊരു അച്ചീവ്മെന്റ് നമുക്ക് ലൈഫിൽ കിട്ടാനില്ല. ഞാൻ എല്ലാ സൺഡേ ടോക്കിലും ഗൈഡഡ് ടോക്കിലും നമ്മുടെ ട്രെയിനേഴ്സ് വന്ന് ഗൈഡഡ് ജേർണി ഷെയർ ചെയ്യുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. കാരണം ഇവരുടെ റിസൾട്ടും ഇവരുടെ അച്ചീവ്മെന്റ് ആണ് ആക്ച്വലി നമ്മളെ പ്രൗഡാക്കി മാറ്റുക, നമുക്ക് മുന്നോട്ട് പോകാൻ.
അപ്പോ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളൊന്ന് പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഏഷ്യൻ ടോക്സിൽ ഓരോ ട്രെയിനേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവർ സൊസൈറ്റിക്ക് ചെയ്യുന്ന കാര്യം, അവരുടെ പൊട്ടൻഷ്യാലിറ്റീസ്, അവരുടെ പോസിബിലിറ്റീസ് ഒക്കെ. ഇപ്പൊ തന്നെ ഇന്നലെ നമ്മുടെ ടീമിൽ വന്ന മറ്റൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് നമ്മുടെ ഒരു ട്രെയിനർ സുഗതകുമാരി അവാർഡ്, കേരള സാഹിത്യ ഇതിന്റെ സുഗതകുമാരി അവാർഡ് കിട്ടി നമ്മുടെ ഒരു ട്രെയിനറിന്. കുറെ കാലങ്ങളായിട്ട് എഴുതലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിന് ശേഷം എഴുത്തിന്റെ ലോകത്തിലേക്കൊക്കെ വന്ന് റൗജിഷ, ഷീസ് ഇൻ ഒമാൻ, പക്ഷെ റൗജിഷയുടെ അവാർഡ് വാങ്ങാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഷിറിൻ ഷഹാൻ എന്ന് പറയുന്ന മൈൻഡ് കോച്ചാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ വി വർ സോ ഹാപ്പി. ഇങ്ങനത്തെ ഒരുപാട് അച്ചീവ്മെന്റുകളും സെലിബ്രേഷൻസും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ആക്ച്വലി ഫോർ അവർ ടീം. ഇതിന്റെ എല്ലാം സന്തോഷം നിങ്ങളാണ് അറിയിക്കേണ്ടത്. ബുക്സിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ആമസോണിൽ ഐ തിങ്ക് ഇന്നോ നാളെ മുതൽ അത് അവൈലബിൾ ആയി നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇപ്പൊ ഇംഗ്ലീഷ് ബുക്സേ വരുന്നുള്ളൂ, റെസ്റ്റ് ബാക്കിയുള്ള ബുക്സ് വരും. ഈ ഒരു ബുക്കും അതിനോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഗൈഡ് ടോക്കും ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ എന്റെ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തൊരു കാര്യം, ഈ ഷാർജ ബുക്ക് ഫെയറിൽ ആ ബുക്ക് ലോഞ്ചിന് വേണ്ടിയിട്ട് റെഡ് കാർപ്പറ്റിലൂടെ ഞാൻ നഫീസൊക്കെ എങ്ങനെ നടക്കാണ്, നഫീസ് എന്നെ കൊണ്ടുപോവാണ് ആ വെന്യൂലേക്ക് കൊണ്ടുപോകുമ്പോൾ. ആക്ച്വലി ഒരു 1 year ബാക്ക് എങ്ങാനും ഞാൻ നഫീസൊക്കെ മെന്ററിങ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരിക്കലും നഫീസ് എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒരു നമ്മളൊരു മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പോലെ ഒരു തമാശ രൂപേണ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറയാം, ഗൈഡ് ഭയങ്കര സക്സസ്ഫുൾ ആവുന്നു, ഗൈഡിന്റെ മുന്നിൽ കുറെ പാപ്പറാസീസ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി മൈക്സ് ഒക്കെ ആയിട്ട് ഗൈഡ് ഇങ്ങനെ റെഡ് കാർപ്പറ്റിലൂടെ നടന്ന് പോവാണ്, ഹൗ ഡു യു ഫീൽ ആക്ച്വലി എന്ന് ചോദിച്ചു. അന്നൊരു തമാശ രൂപത്തിൽ ചോദിച്ച കാര്യമാണ്. പക്ഷെ വാട്ട് ഹാപ്പൻഡ് ഈസ് ആ 2 days ബാക്ക് ആ ലോഞ്ചിൽ നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അന്ന് നമ്മൾ തമാശക്ക് പറഞ്ഞ കാര്യമില്ല, ആക്ച്വലി ഇറ്റ് ഈസ് ഹാപ്പനിങ് ഹിയർ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒരു തമാശക്ക് നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു ഇപ്പൊ അവിടെ ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ഒരു രസകരമായിരുന്നു. പിന്നെ നഫീസയുടെ ഗോൾഡ് കാർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിന് ശേഷം ഞാൻ മറന്നു പോയിട്ടുണ്ട് കാര്യങ്ങൾ, പക്ഷെ ഗോൾഡ് കാർഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു മെന്ററിങ്ങിന്റെ ടൈമിൽ. അപ്പൊ അതിൽ ആക്ച്വലി എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നവംബർ 2021 എന്താണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിൽ ബുക്കിലോ ഇങ്ങനെ ഒരു സംഭവം നഫീസ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നവംബർ 2021 അല്ലെങ്കിലും 2022 1 year ഇതായിട്ടാണെങ്കിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പം ഇറ്റ്സ് അവിടെയൊക്കെ നമുക്കൊരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇമ്പോസിബിൾ എന്ന് തോന്നുന്നിടത്തുനിന്ന് പോസിബിലിറ്റീസിലേക്ക് എത്തി നമ്മുടെ മനസ്സിന്റെ സാധ്യതകൾ ആക്ച്വലി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ കമ്മിങ് ടു ദ ഡെസേർട്ടിന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഡെസേർട്ടിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്നുള്ളത് ആക്ച്വലി നിങ്ങൾക്ക് ആൽക്കെമിസ്റ്റ് സീരീസിലൂടെ പോയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ അവിടെ സാന്റിയാഗോനെ കണ്ടിട്ടുണ്ട്, ആൽക്കെമിസ്റ്റിനെ കണ്ടിട്ടുണ്ട്. എന്റെ ലൈഫിനെ ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിച്ച ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിച്ച ഒരു പുസ്തകമാണ് ആക്ച്വലി ആൽക്കെമിസ്റ്റ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഒരുപാട് തവണ വായിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ്, എന്നെ ഒരുപാട് ടച്ച് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ്. പലപ്പോഴും അതിൽ ആൽക്കെമിസ്റ്റിനെയും സാന്റിയാഗോയെയും ഒക്കെ എന്നെ ഒരുപാട് നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പം ചിലരുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും, ഫാത്തിമയെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. താൽക്കാലികമായിട്ട് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കാണ്. ഓക്കെ, ഏതായാലും ആൽക്കെമിസ്റ്റും സാന്റിയാഗോയും മെൽഷിഡേക്ക് രാജാവും ഒക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അത് നമ്മുടെ ലൈഫിൽ എവിടെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളെ പോലെ പലപ്പോഴും തോന്നാറുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ നമ്മൾ ആൽക്കെമിസ്റ്റ് കഥ കേട്ടു, പൗലോ കൊയ്ലോനെ കേട്ടു, അതിൽ ഡെസേർട്ടിലൂടെയുള്ള ഒരു ജേണിയെ കുറിച്ച് കേട്ടു. പക്ഷെ എല്ലാറ്റിനും പിറകിലും ഒരുപാട് പറയപ്പെടാത്ത രഹസ്യങ്ങൾ ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മുടെ വിജയത്തിന്റെ തുടക്കം. നമ്മുടെ നിക്കോള ടെസ്ലൊക്കെ പറയുന്നത് പോലെ അൺസീൻ ഫിനോമിനാസിനെ കുറിച്ച്, നോൺ ഫിസിക്കൽ ഫിനോമിനാസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഒരുപാട് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുക. ഇതുപോലെ തന്നെ ആൽക്കെമിസ്റ്റ് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്, ആ പുസ്തകത്തിലൂടെ ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പിറകിലെ രഹസ്യത്തെ കുറിച്ച് ഞാൻ ഓർത്തപ്പോഴാണ് എന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഞാൻ കടന്നുപോയി പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു രസകരം, ആർക്കും അറിഞ്ഞോളണമെന്നില്ല ആ ഒരു സംഭവം. അതിൽ ഒരു കാര്യം പറഞ്ഞത്, ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകം ഏകദേശം 7 ദിവസം കൊണ്ടാണ് പൗലോ കൊയ്ലോ എഴുതി തീർത്തത് എന്ന് പറയുമ്പോൾ. അപ്പൊ അദ്ദേഹം ആക്ച്വലി അതൊരു കഥയായിട്ട് എഴുതിയതല്ല, നമുക്കതൊരു കഥയാണ്. നമുക്ക് എല്ലാവർക്കും അതൊരു ഒരു സാങ്കല്പിക കഥാപാത്രങ്ങളാണ് സാന്റിയാഗോയും ആൽക്കെമിസ്റ്റും എന്നൊക്കെയുള്ള ഒരു പ്രോസസ്സ്, ഒരു സംഭവങ്ങൾ. അതൊരു സാങ്കല്പിക കഥാപാത്രമാണ്. പക്ഷെ പൗലോ കൊയ്ലോ പറയുന്നു, അദ്ദേഹം ഒരുപാട് കാലം ലൈഫിൽ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അലഞ്ഞു തിരിഞ്ഞ് ആക്ച്വലി നടക്കായിരുന്നു. ഓക്കെ, അപ്പൊ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ പല എക്സ്പീരിയൻസിലൂടെ ഒക്കെ കടന്നുപോയി. അങ്ങനെ ഒരിക്കലും അദ്ദേഹം നാസി ക്യാമ്പ് സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പൊ നാസി ക്യാമ്പിൽ പോയ സമയത്ത് അവിടുന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെടും. ഇത് എത്രമാത്രം ലോജിക്കലി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബട്ട് സം പീപ്പിൾ വിൽ ഹാവ് സച്ച് കൈൻഡ്സ് ഓഫ് എക്സ്പീരിയൻസ്. മേ ബി അതിന് നമുക്ക് നമ്മുടെ തന്നെ സബ് കോൺഷ്യസിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് നമുക്കൊരു ഇന്റേണൽ ഗൈഡൻസ് അങ്ങനെ കിട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബട്ട്
സംതിങ് മിസ്റ്ററി അവിടെ ഉറങ്ങി കിടക്കുന്നുണ്ട് ഈ പുസ്തകത്തിന് പിറകിൽ. അപ്പം നാസി ക്യാമ്പില് പൗലോ കൊയ്ലോ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ട് വരുന്നു, നമ്മൾ ഇനിയും കണ്ടുമുട്ടും, എനിക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് അവരെ കാണുന്നില്ല, വാനിഷ് ആവുന്നു, കാണുന്നില്ല. പക്ഷെ പൗലോ കൊയ്ലോ വളരെ ഞെട്ടിത്തരിച്ചത് എന്താ സംഭവം എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് തോന്നിയതായിരിക്കാം തന്നെ അങ്ങനെ വിട്ടു. പക്ഷെ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോ ഐ തിങ്ക് ഒരു ഫ്രഞ്ച് റെസ്റ്റോറന്റിലോ കഫേയിലായിട്ട് അങ്ങനെ ഒരു വർഷത്തിന് ശേഷം പോയിരിക്കുമ്പോൾ അന്ന് നാസി ക്യാമ്പിൽ കണ്ട അതേ വ്യക്തി വീണ്ടും അദ്ദേഹത്തിന്റെ മുന്നിൽ ആ റെസ്റ്റോറന്റിൽ വെച്ചിട്ട് ഇവർ മീറ്റ് ചെയ്യാം. അപ്പൊ അന്ന് മുതൽ ആ വ്യക്തി കുറെ കാര്യങ്ങൾ പൗലോ കൊയ്ലോന് കുറെ മെറ്റാഫിസിക്കൽ വിസ്ഡംസ്, യൂണിവേഴ്സൽ സീക്രട്സും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു. അവർ ഒരുപാട് തവണ മീറ്റ് ചെയ്തു. ആ ആളിൽ നിന്നും ആ ഒരു അദ്ദേഹത്തിന്റെ പൗലോ കൊയ്ലോ വേണമെങ്കിൽ ഒരു സ്പിരിച്വൽ മാസ്റ്റർ എന്തെങ്കിലും പേരിട്ട് വിളിക്കുന്നുണ്ടായിരിക്കാം, അവരിൽ നിന്നും കിട്ടിയ ഒരുപാട് യൂണിവേഴ്സൽ സീക്രട്സ് ഉണ്ട്. അതിലൂടെ തന്നെയാണ് പൗലോ കൊയ്ലോ ആൽക്കെമിയെ കുറിച്ചും ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. ഈ കിട്ടിയ അറിവുകൾ മുഴുവനും ലോകത്തിലുള്ള ആളുകൾക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ അങ്ങേര് ആ കിട്ടിയ മെറ്റാഫിസിക്കൽ സീക്രട്ടുകളും യൂണിവേഴ്സൽ സീക്രട്ടുകളും എല്ലാം വെച്ച് സാധാരണക്കാർക്ക്, ഒരു ചെറിയ കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന അവസ്ഥയിൽ ഒരു കഥയാക്കി ആൽക്കെമിസ്റ്റ് സംഭവിക്കുന്നത്. അപ്പൊ അതിന് പിറകിൽ ഒരു മിസ്റ്ററി എപ്പോഴും കിടക്കുന്നുണ്ടെന്നുള്ള ഇങ്ങനെ ഒരു മീറ്റിങ്ങും ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും. നമ്മളിപ്പോ ജലാലുദ്ദീൻ റൂമിയൊക്കെ വായിക്കുമ്പോൾ ജലാലുദ്ദീൻ റൂമിയുടെ ജീവിതത്തിലേക്ക് ഒരു ഷംസ് തബ്രീസി കടന്നു വരുന്നു എന്ന് പറയുന്നതൊക്കെ പോലെ തന്നെ എവിടേക്കോ അത്തരം കുറെ വിസ്ഡംസും കാര്യങ്ങളും പൗലോ കൊയ്ലോന് കിട്ടുന്നു. അതാണ് ആക്ച്വലി പുസ്തകമായിട്ട് വന്നത്, ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകമായിട്ടാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെവൽ റീഡിങ്ങിൽ ആൽക്കെമിസ്റ്റ് കേവലം ഒരു സ്റ്റോറിയാണ്. പക്ഷെ ആ സ്റ്റോറി സംഭവിച്ചതിനും അത് ഇത്രമാത്രം ആളുകളുടെ ഒരു പുസ്തകം, ചെറിയൊരു പുസ്തകം കൊണ്ട് അത്ഭുതകരമായ മാറ്റങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അതിന്റെ പിറകിൽ എന്തൊക്കെയോ ഒരു മാജിക് പോലെ, മിസ്റ്ററി പോലെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആക്ച്വലി പൗലോ കൊയ്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കിതൊന്നും അറിയുമായിരുന്നില്ല. ഐ വാസ് ജസ്റ്റ് ഗോയിങ് ത്രൂ ദാറ്റ് ബുക്ക്, ഐ വാസ് ജസ്റ്റ് ഗോയിങ് ത്രൂ ദോസ് ലൈൻസ്. അപ്പൊ ഞാൻ ആക്ച്വലി ചിന്തിച്ചിട്ടുണ്ടായിരുന്ന കാര്യം, പലപ്പോഴും ഞാൻ എന്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, തീവ്രമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ച ശക്തി മുഴുവൻ നിങ്ങൾക്കത് നടത്തി തരാൻ വേണ്ടി ഗൂഢാലോചന നടത്തും എന്നൊരു ലൈൻ അല്ലെ. ദ എൻറ്റയർ യൂണിവേഴ്സ് വിൽ കൺസ്പയർസ്, നിങ്ങൾക്ക് വേണ്ടി കൺസ്പയർ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പം ഞാൻ ചിന്തിച്ചത് ഇത് നടക്കുമെന്നുള്ളതല്ല. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ എന്താ നടക്കുന്നത്. ജലാലുദ്ദീൻ റൂമി പറയുന്നുണ്ട്, നിങ്ങളൊരു പേള് കണ്ടാൽ പേള് നോക്കിയിരിക്കുന്നതിന് പകരം പേളിന് പിറകിലെ പേള് നോക്കണം. ഞാനത് ഒരിക്കലും ഒരു ടോപ്പിക് തന്നെ എടുത്തിട്ടുണ്ട്, ഗൈഡഡ് ടോക്കിൽ ഒരു ടോപ്പിക് തന്നെ എടുത്തിട്ടുണ്ട്, സീക്ക് ദ പേൾ വിത്തിൻ ദ പേൾ എന്ന് പറഞ്ഞൊരു സംഭവം. ഒരു ഗൈഡഡ് ടോക്ക് കംപ്ലീറ്റ് അതായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇവിടെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് പറയണം. അപ്പം ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ പറഞ്ഞു, ഈ ലൈൻ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്നു, ഒരുപാട് പേരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ ദ സീക്രട്ട് ബിഹൈൻഡ് ദ സീക്രട്ട്. ഇങ്ങനെ ഒരു ലൈൻ പറഞ്ഞു പോകുന്നുണ്ട്, ഇതിന്റെ പിറകിലുള്ള സീക്രട്ട് എന്താണ് എന്നത് അറിയണമായിരുന്നു. അത് തേടിയിട്ടായിരുന്നു ആക്ച്വലി പിന്നീട് ഞാൻ ഒരുപാട് കാലം എന്റെ ലൈഫിൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആക്ച്വലി മൈൻഡ് പവറിലേക്കും ഇപ്പൊ കാണുന്ന ഈ ട്രാൻസ്ഫോർമേഷണൽ ഇൻഡസ്ട്രിയിലേക്കും അതിന്റെ ആ ഡെപ്ത് ലെവലിലുള്ള തിയറിയിലേക്കും ആ ഒരു കണ്ടന്റിലേക്കും ഒക്കെ ആക്ച്വലി പതിയെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആൽക്കെമിസ്റ്റിൽ തന്നെ ഒരുപാട് ഘട്ടങ്ങളിലായിട്ട് പൗലോ കൊയ്ലോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സൂചനകളെ കുറിച്ചിട്ട്, ഇൻഡിക്കേഷൻസ്. ഈ പ്രകൃതി, ഈ യൂണിവേഴ്സ് നമുക്ക് എപ്പോഴും സൂചനകൾ തരുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ആ സൂചനകൾ കിട്ടും. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും സൂചനകൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സൂചനകൾ നമുക്ക് നമ്മുടെ ജീവിതം എങ്ങോട്ട് എത്തണല്ലേ, നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതിലേക്ക് നമ്മളെ എത്തിക്കാൻ, നമ്മുടെ സോൾ പർപ്പസിലേക്ക് എത്തിക്കാൻ, നമ്മുടെ നിയോഗത്തിലേക്ക് എത്തിക്കാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സൂചനകൾ വരുന്നു. ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, എന്തായിരിക്കും അതുകൊണ്ട് മീൻ ചെയ്യണത്. സാന്റിയാഗോന് ഒരുപാട് സൂചനകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതിലേക്ക് ആദ്യമായി കണക്ട് ചെയ്ത് പോയപ്പോ എനിക്ക് ഹോളി ബുക്സ് ഒന്നും കിട്ടിയ വലിയൊരു റെഫറൻസ് ആയിരുന്നു ആക്ച്വലി. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളൊരു അവസ്ഥ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, അത് തന്നെയാണ് ഈ സൂചന എന്ന് പറയുന്നത്. ചിന്തിക്കേണ്ട രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് സൂചനകൾ കിട്ടും. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ ബുക്ക് ലോഞ്ച് നടക്കുന്ന സമയത്ത്, നമ്മുടെ തൊട്ടു മുന്നേ നടന്ന ബുക്ക് ലോഞ്ചിൽ വന്നത് ബാംഗ്ലൂരിലുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു, ഒരു NLP ട്രെയിനർ ആയിരിക്കും. അവരുടെ ഒരു പുസ്തകം അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ ബുക്ക് റിലീസ് ചെയ്യുന്നതിന് മുന്നേ അവർ അവിടെ ഒരു സെഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളൊക്കെ ഇൻവൈറ്റ് ചെയ്തു, നമ്മളൊക്കെ പോയി. അപ്പൊ അവിടെ അവരെടുക്കുന്ന ടോപ്പിക് ഇതായിരുന്നു, ലൈഫ് ഈസ് ഗിവിങ് യു സൈൻസ്. നിങ്ങൾക്ക് ജീവിതം സൂചനകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങനെയാണ് ആ സൂചനകളെ നമുക്ക് വായിക്കാൻ പറ്റുക, അതായിരുന്നു ടോപ്പിക്. ഇറ്റ് വാസ് റിയലി അമേസിങ് സെഷൻ ആക്ച്വലി. അതിൽ കുറച്ച് സമയം ഇരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ലൈഫ് എപ്പോഴും സൂചനകൾ തരുന്നുണ്ട്. നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ ലൈഫ്
നിങ്ങൾക്ക് തരുന്ന സൂചനകൾ, അല്ലെങ്കിൽ സൂചന എന്നത് മാറിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം. പ്രാർത്ഥന എന്നതിനെ നമ്മൾ ഒരു ലൈനിൽ പറയുമ്പോൾ അതിന്റെ പാരലൽ ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലൈനാണ് ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങളും പ്രാർത്ഥനയാണല്ലോ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ കൈകൂപ്പിയിരിക്കുമ്പോൾ മാത്രമല്ലല്ലോ പ്രാർത്ഥന സംഭവിക്കുന്നത്. മനുഷ്യന്റെ ഓരോ ചിന്തകളും പ്രാർത്ഥനയാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയുടെ തലം കൂടിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒക്കെ ദൈവം സ്വീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം അതിന് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാം? ആ റെസ്പോൺസ് യൂണിവേഴ്സ് എങ്ങനെയാണോ ഈ ഭൂമി ഇവിടെ ഈ ഭൂമിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണോ യൂണിവേഴ്സൽ ലാംഗ്വേജ്, അത് പഠിക്കുമ്പോൾ മാത്രം നമുക്ക് ആ സൂചനകൾ വായിക്കാൻ വേണ്ടി പറ്റാം. എല്ലാവർക്കും ഓരോ നിമിഷത്തിലും എന്ത് ലഭിക്കുന്നുണ്ട്? ആക്ച്വലി ഇൻഡിക്കേഷൻസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഇൻഡിക്കേഷൻസ് നമുക്ക് ഓരോ സെക്കൻഡിലും ആക്ച്വലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ സൂചനകളെ വായിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ലാംഗ്വേജ് മാറണം. വായിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം എന്താണ്? റീഡ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം എന്താണ്? അക്ഷരങ്ങൾ കൂട്ടി വായിക്കൽ, അതാ നമുക്കറിയാവുന്ന വായന. വാക്കുകൾ കൂട്ടി യോജിപ്പിച്ച് വായിക്കൽ, അല്ലെ? സെന്റൻസുകൾ വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കൽ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിക്കൽ. ശരിക്കും വായന എന്ന് പറയുന്നത് നമുക്ക് ലാംഗ്വേജ് ഇല്ലെങ്കിൽ പോലും, മീൻസ് അക്ഷരങ്ങൾ അറിയില്ലെങ്കിൽ പോലും നടക്കുന്ന ഒരു പ്രതിഭാസമാണ് വായന. വായന എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ കൊണ്ടുള്ള വായന എന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ റീഡിംഗ് ആണ്. അല്ലാതെ തന്നെ നമ്മളിവിടെ ജനിച്ച് വീണത് മുതൽ നമ്മൾ ഈ ഭൂമിയെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാന്നും ആർക്കും പറയാൻ പറ്റും. ഒരു ജനിച്ച് വീണ കുഞ്ഞ് ഈ പ്രകൃതിയിലേക്ക് നോക്കിയിട്ടും ഈ ചുറ്റിലേക്ക് നോക്കിയിട്ടും അവന്റെ സറൗണ്ടിങ്സിലേക്ക് നോക്കിയിട്ടും അവര് വായിച്ചുകൊണ്ടിരിക്കുക. സിംപ്ലി പറഞ്ഞ നമ്മുടെ ശരിയായ ഒബ്സർവേഷന് ന്യൂട്രൽ ആയിട്ട്, ജഡ്ജ്മെന്റോട് കൂടിയിട്ടുള്ളതല്ല, ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, ന്യൂട്രൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള, ക്യൂരിയസ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം നമ്മൾ ജനിച്ച് വീണത് മുതൽ ഈ ഭൂമിയിൽ നോക്കുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ എന്തിനാ വന്നത്? ഇവിടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കില്ല, ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെന്താ സംഭവം? ഈ അറിയാനുള്ള ഒരു നിരീക്ഷണം ചെറിയ പ്രായം മുതലേ, നമ്മളിവിടെ ജനിച്ച് വീണത് മുതലേ നമ്മൾ ഈ ഭൂമിയെ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ പിറന്ന് വീണത് മുതൽ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഭാഷ നമ്മുടെ കയ്യിലുണ്ട്, ജന്മന ഉള്ള നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ബൈ ബർത്ത് ഇവിടെ വരുന്ന ഓരോ കുഞ്ഞും ആ ഭാഷയുമായിട്ടാണ്, ആ ലാംഗ്വേജുമായിട്ടാണ് ഇവിടെ വന്നത്. ആ ഭാഷയിലൂടെ വായിച്ചു തുടങ്ങുമ്പോഴാണ്, വായിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രകൃതിയും ഈ പ്രപഞ്ചവും ഒക്കെ നമുക്ക് തരുന്ന സൂചനകൾ ശരിക്കും വായിക്കാൻ പറ്റും. അന്ന് നമ്മൾ നാച്ചുറൽ ആയിരുന്നു. അപ്പൊ ഈ നാച്ചുറാലിറ്റി ആൻഡ് ന്യൂട്രാലിറ്റി, ഇതിനെ കുറിച്ച് ഞാൻ ഒരുപാട് കഴിഞ്ഞ GCTP സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നാച്ചുറൽ ആൻഡ് ന്യൂട്രൽ ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് തന്നെ സൂചനകൾ വായിക്കാൻ പറ്റും. നമ്മൾ ആങ്ഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ, ഒരു കാര്യം അങ്ങനെ തന്നെ നടക്കണമെന്ന് വാശി പിടിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സംശയത്തോട് കൂടി ഇരിക്കുമ്പോൾ, ഭയപ്പെട്ടിരിക്കുമ്പോൾ ഒന്നും നമുക്ക് ഈ സൂചനകളെ വായിക്കാൻ പറ്റൂല. പക്ഷെ അപ്പോഴും നമ്മൾ വായിക്കുന്നുണ്ട് ഒരു എന്താ പറയാ, ഒരു അപായ സൂചനയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഭയത്തോട് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിയായ സൂചനകൾ, ഡിവൈൻ കമ്മ്യൂണിക്കേഷൻസ് ഒരിക്കലും പോസിബിൾ അല്ല. മനസ്സ് ശാന്തമായിരിക്കുമ്പം, നാച്ചുറൽ ആൻഡ് ന്യൂട്രൽ ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്കത് ശരിയായ രീതിയിൽ വായിക്കാൻ വേണ്ടി പറ്റാന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ സാന്റിയാഗോ സൂചനകൾ, ഡെസേർട്ടിൽ നിന്നും ഓരോരോ സൂചനകൾ നോക്കി ആൽക്കെമിസ്റ്റ് വന്നിട്ട് സാന്റിയാഗോനോട് പറയുന്നുണ്ട്, നീ ജീവനുള്ളത് എവിടാന്ന് കണ്ടെത്തണം, അതിന് നീ കണ്ടെത്തണം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ ചുറ്റുള്ള സൂചനകൾ നോക്കിയിട്ട് മുകളിൽ കഴുകന്മാര് വട്ടമിട്ട് പറക്കുമ്പോൾ അതിൽ നിന്നും പോലും മെസ്സേജസ്, സൂചനകൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത് ശരിക്കും സാന്റിയാഗോ ഒരിക്കലും വളരെ സങ്കടപ്പെട്ടിരുന്നപ്പോഴോ വളരെ ഹാപ്പി ആയിട്ടിരുന്നപ്പോഴോ, ഹി വാസ് ജസ്റ്റ് റിലാക്സിങ്. അപ്പൊ ഇതുപോലെ ഒരു കുഞ്ഞ് ഇവിടെ പിറന്നു വീഴുമ്പോൾ ഒരു ഭാഷ കൊണ്ട് ഇവിടെ വരുന്നത്, ആ ഭാഷ കൈമുതലായിട്ടുള്ളവർക്കാണ്, ആ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർക്കാണ് ശരിക്കും പറഞ്ഞാല് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ജീവിതം നൽകുന്ന സൂചനകളെ ശരിയായ രീതിയിൽ വായിക്കാൻ പറ്റുക. സൃഷ്ടാവ്, ദൈവം, ഡിവൈൻ, വാട്ട് എവർ ഇറ്റ് ഇസ്, എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവർക്കും സൂചനകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അക്ഷരങ്ങൾ ഉപയോഗിക്കാതെ, വാക്കുകൾ ഉപയോഗിക്കാതെ നമ്മൾ എന്തെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? മേഘം എന്താണ്, നമ്മുടെ ആകാശം ഒന്ന് മേഘാവൃതമാകുമ്പോഴേക്ക് നമുക്ക് മനസ്സിലായി മഴയ്ക്ക് സമയമായിരുന്നു, വാർത്തൊന്നും കേൾക്കണ്ട, നമ്മൾ വായിക്കുകയാണ്, അല്ലെ? അവിടെ ആരും എഴുതി വെച്ചിട്ടില്ല, ഇറ്റ്സ് ടൈം ഫോർ റെയിൻ എന്ന് അവിടെ ആരും എഴുതി കാണിച്ചിട്ടില്ല, ഓഡിയോ ഒന്നും വന്നിട്ടില്ലല്ലോ, ഒന്നുമില്ല. അത് കണ്ടപ്പോൾ നമ്മൾ നിരീക്ഷിച്ച് നമുക്ക് മനസ്സിലായ കാര്യം, ഫ്രം എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായിട്ടില്ല,
നാച്ചുറിന്റെ നിയമങ്ങൾ ഇങ്ങനെയാണ്, പ്രകൃതിയുടെ നിയമങ്ങൾ ഇങ്ങനെയാണ്. മേഘാവൃതമായാൽ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടായിരിക്കും, അവിടെ മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. അതൊരു വായനയാണ്. അത് ബുക്ക് നോക്കിയതല്ല, ഗൂഗിളിൽ നോക്കിയതല്ല, ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തതല്ലോ ഗൂഗിളിലേക്ക്. വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ മൈ സറൗണ്ടിങ് ആരും ആ ഫോട്ടോ എടുത്ത് അയക്കുന്നില്ലല്ലോ. സിംപ്ലി ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കാണ്. ഇതുപോലെ ഈ പ്രകൃതിയിലേക്ക് നമ്മൾ ചേരുമ്പം ഒരുപാട് സൂചനകൾ നമ്മുടെ ലൈഫായിട്ട് പ്രകൃതിയുടെ സൂചനകൾ കാണിച്ചു തരുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ നമ്മളുടെ ലൈഫിനെ കുറിച്ചുള്ള സൂചനകളും ശരിക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ഒന്നാമത്തെ ഘട്ടം റീഡ് ദ നേച്ചർ എന്നുള്ളതാണ്. പ്രകൃതിയെ വായിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഘട്ടം. അപ്പൊ ഇത് ആക്ച്വലി അക്ഷരങ്ങളല്ല, വാക്കുകളല്ല, ഇതൊന്നും ഉപയോഗിക്കാതെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത് നമ്മളുടെ കയ്യിലുണ്ട്. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കുള്ളിലെ അക്ഷരങ്ങൾ ഉപയോഗിക്കാത്ത, വാക്കുപയോഗിക്കാത്ത ഭാഷ ഏതാണ് നിങ്ങൾ അന്വേഷിച്ച് നോക്കാം. നിങ്ങൾ എവിടേക്കാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് നിങ്ങൾ ഉണർത്തി കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. തല ഉപയോഗിക്കാത്ത ഭാഷയാണത്. അതാണ് ആക്ച്വലി ഹൃദയത്തിന്റെ ഭാഷ. തല ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിന് ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല. ഹൃദയം കൊണ്ടാണ് ദൃഷ്ടാന്തങ്ങളെ ഒരാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക. ഹൃദയം കൊണ്ടാണ് സൂചനകൾ ഒരാൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുക. നിങ്ങൾ ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, എല്ലാ തീവ്രമായ ആഗ്രഹങ്ങളും ഒരു പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതായിക്കൊള്ളും, ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ അത് നമ്മുടെ ആഗ്രഹം പോലും ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ പിന്നെ അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചില സമയത്ത് തലയിൽ നിന്നുമുള്ള ആഗ്രഹങ്ങൾ കാണുന്നത് നമ്മൾ വിചാരിക്കാതെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. തലയിൽ നിന്നുമുള്ള ആഗ്രഹങ്ങൾ നമ്മൾ തല ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ചിലപ്പോൾ നേടിയെടുത്തേക്കാം. പക്ഷെ നേടിയെടുത്ത് കഴിഞ്ഞാലും കുറെ കാലം ചിലപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് തോന്നും വെറുതെ സമയം വേസ്റ്റ് ആക്കി ഒരു മാസത്തേക്ക് ഇങ്ങനെ ചെറിയൊരു എന്തോ തോന്നൽ, എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാനങ്ങ് ചെയ്തു പോയെന്നല്ലാണ്ട് അതൊന്നും എനിക്ക് വേറൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ വി ആർ വേസ്റ്റിംഗ് അവർ ടൈം. എന്നാൽ ഹൃദയം കാണിച്ചു തരുന്ന ആഗ്രഹങ്ങൾ അതൊരിക്കലും മരിക്കുന്നതല്ല. അത് നമുക്ക് എന്നും സന്തോഷം തരുന്നതായിരിക്കും. അത് കുറഞ്ഞ സമയത്തേക്ക് നമ്മൾ യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞ പോലെ ഡ്രസ്സ് ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മടുത്തു, പിന്നെ പുതിയ ഡ്രസ്സ്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള സംഭവങ്ങളെല്ലാം അത് കടന്നു വരാമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ആഗ്രഹങ്ങളിലേക്കുള്ള സൂചനകളാണ് ഹൃദയം പറഞ്ഞത്. സിംപ്ലി പറഞ്ഞാൽ ലോങ് ടേമിലേക്കുള്ള നമ്മുടെ ഒരു ലൈഫ് പർപ്പസ് പോലെ ലോങ് ടേമിലേക്കുള്ള സൂചനകളാണ് അത് കാണിച്ചു തരാം. നമ്മുടെ ഹൃദയം എപ്പോഴും ഉള്ളിൽ കിടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന് അവന്റെ ഫ്ലോ സ്റ്റേറ്റ്, സമാധാന അന്തരീക്ഷം, ഒഴുക്കിന്റെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് അവൻ ഏറ്റവും കൂടുതൽ മാക്സിമം ഹാപ്പി ആകാൻ പറ്റുന്ന അവസ്ഥകൾ ഏതാണോ ആ അവസ്ഥകളിലേക്ക് അവനെ എങ്ങനെ എത്തിക്കാം എന്നതിന് വേണ്ടിയിട്ടാണ് അവന്റെ ഹൃദയം എപ്പോഴും ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നത്, അതിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാതെ പോകുന്നത് എപ്പോഴാന്ന് വെച്ചാലും തല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇപ്പം അക്ഷരങ്ങൾ നമ്മൾ തലയിലാണ് നിറച്ചത്, സത്യം പറഞ്ഞാൽ അല്ലെ, അക്ഷരങ്ങൾ നമ്മൾ തലയിലാണ് നിറച്ചത്. തലയേക്കാണ് പഠിപ്പിച്ചു കൊടുത്തത് അക്ഷരങ്ങൾ, ലെറ്റേഴ്സ് പഠിപ്പിച്ചത്, വാക്കുകൾ പഠിപ്പിച്ചത്, എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. എല്ലാ സംഭവങ്ങളും തലയ്ക്കാണ് ആക്ച്വലി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഹൃദയത്തിനോ ഇതൊന്നും എല്ലാത്തിനും ഒരുപാട് കാര്യം. തല അക്ഷരം പഠിക്കുന്നതിന് മുന്നേ തന്നെ ഹൃദയം സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട്, ഭാഷ പഠിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും നമ്മളെല്ലാരും സംസാരിച്ചതിന് ശേഷമാണ് എഴുതാൻ പഠിച്ചത് അല്ലെ, നമ്മളെല്ലാരും സംസാരിച്ചതിന് ശേഷം എഴുതാൻ പഠിച്ചത്. അപ്പൊ അവിടെ എന്ത് മാജിക് ആയിരുന്നു? തലയിലേക്ക് അക്ഷരങ്ങൾ എഴുതി കൊടുത്ത് കുത്തി നിറയ്ക്കുന്നതിന് മുന്നേ തന്നെ ഹൃദയം വളരെ സുന്ദരമായിട്ട് അതിന്റെ ബ്യൂട്ടിഫുൾ ലേണിംഗ് മെത്തേഡ് ഉണ്ട്. എന്താണ്? നാച്ചുറൽ ആൻഡ് ന്യൂട്രൽ ഒബ്സർവേഷൻ. ചുറ്റുപാടിലേക്ക് ക്യൂരിയസ് ആയിട്ട് നാച്ചുറൽ ആയി ന്യൂട്രൽ ആയിട്ട് ഒബ്സർവ് ചെയ്തപ്പം ഭയമില്ലാതെ, മടിയില്ലാതെ, പേടിയില്ലാതെ, അതുപോലെ തന്നെ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ഒരു ധാരണ പോലും ഇല്ലാണ്ട് കുഞ്ഞുങ്ങൾ കാട്ടിക്കൂട്ടുന്ന ചില പരിപാടി നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ സംസാരിക്കുമ്പോൾ തെറ്റും, അവർക്ക് പ്രശ്നമില്ല. കാരണം അവര് ഹൃദയം കൊണ്ട് അവർ ഇന്നസെന്റ്, അവർ വീഴും, എല്ലാവരും ചിരിക്കും, അവരും ചിരിക്കും. കാരണം അവർ ഇന്നസെന്റ് ആണ്. അവിടെ അവരെ തല പ്രവർത്തിക്കുന്നില്ല. ആ സമയത്ത് അവരെത്ര ഫ്രീ ആയിരുന്നു, ആ ഫ്രീ സ്റ്റേറ്റിൽ അവരെന്ത് ചെയ്തോ അതിനെയാണ് ശരിക്കും ഹൃദയത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്, ഹൃദയത്തിന്റെ ഭാഷ എന്ന് പറയാറുള്ളത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ് നമുക്ക് എല്ലാവർക്കും ഉള്ളിലുണ്ട്. അതിനെ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ, അതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒന്നായിരിക്കും ആക്ച്വലി നടക്കുന്നത്, അങ്ങനെ ഒന്നായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൃദയം നമുക്ക് വേറൊരു ലോകത്തെ കാണിച്ചു തരും. നമ്മൾ നമ്മുടെ ജീവിതത്തെ തല കൊണ്ട് നമുക്ക് കാണാം, ഹൃദയം കൊണ്ട് നമുക്ക് കാണാം, ആത്മാവ് കൊണ്ട് കാണാം. ഹൃദയം കൊണ്ട് നമ്മുടെ ജീവിതത്തെ കണ്ടു തുടങ്ങുമ്പോൾ ജീവിതം മുഴുവൻ ദൃഷ്ടാന്തങ്ങളായിട്ട് മാറും. മാർക്ക് മൈ വേർഡ്സ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹൃദയം കൊണ്ട് നമ്മൾ ജീവിതത്തെ വായിക്കുമ്പോൾ, നമ്മൾ അങ്ങനെ വായിച്ചിട്ടുണ്ടോ നമ്മൾ നോക്കാം. ഹൃദയം കൊണ്ട് നമ്മൾ ജീവിതത്തെ വായിക്കുമ്പോൾ നമുക്ക് എല്ലാ നല്ല സ്വഭാവങ്ങളും കൈവരും. അത് ബിൽഡ് ചെയ്തെടുക്കണ്ട. തലയിൽ നിന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ടി വരുന്നത്.
തലയിൽ നിന്നും പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് പേഷ്യൻസ് ബിൽഡ് ചെയ്ത് വേണ്ടത്. എന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ എന്ന് പറയേണ്ടി വരുന്നത്. ഹൃദയത്തിന് ക്ഷമ മാത്രമേ അറിയുള്ളൂ. അത് വിശാലമായ ക്ഷമയുടെ സങ്കേതമാണ്, പേഷ്യൻസിന്റെ സങ്കേതമാണ്, ഫോർഗീനസിന്റെ സങ്കേതമാണ്, ഗ്രാറ്റിറ്റ്യൂഡിന്റെ സങ്കേതമാണ്, സ്നേഹത്തിന്റെ സങ്കേതമാണ് ഹൃദയം എന്ന് പറയുന്നത്. അപ്പം ഹൃദയം കൊണ്ട് കണ്ടു തുടങ്ങുമ്പോൾ ജീവിതം ദൃഷ്ടാന്തം നിറഞ്ഞതായിട്ട് മാറും, ഇൻസൈറ്റ് നിറഞ്ഞതായിട്ട് മാറും. എല്ലാവർക്കും ഒരുപാട് ചോദ്യങ്ങളാണ്, 100 കണക്കിന് ചോദ്യങ്ങളാണ് ജീവിതത്തെ കുറിച്ച്. എന്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയത്, അവരെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടായിരിക്കും ദൈവം എന്നോട് ഇങ്ങനെ കാണിച്ചത്, ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളാകുമ്പോൾ 1000 ചോദ്യങ്ങൾക്ക് ഉത്തരം. നമ്മളെ നാട്ടിൽ ടൈമൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കോഴിയുടെ തന്നെ ഒരു കാട എന്ന് പറഞ്ഞൊരു സാധനം, ചെറിയ കോഴി, കാടക്കോഴി എന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു കമന്റ് വെക്കാറുണ്ട്, 1000 കോഴിക്ക് അര കാട എന്ന് പറയും. 1000 കോഴി തിന്നുന്നതിന് വരെ അര കാട തിന്നാൽ മതിയാണ്. ഇതുപോലെ 1000 ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരം, അതാണ് ഹൃദയം. തലക്ക് 1000 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒരൊറ്റ ഉത്തരം ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ 1000 ചോദ്യം ഇല്ലാണ്ടാവും. പക്ഷെ മനുഷ്യൻ തലകൊണ്ട് തന്നെ ജീവിക്കുമ്പോൾ ഒരു ചോദ്യം വന്നു, അതിനൊരു ഉത്തരം കണ്ടെത്തണം. വീണ്ടും ചോദ്യം വന്നു, അതിനുത്തരം കണ്ടെത്തണം. വീണ്ടും ചോദ്യം വന്നു, അതിനുത്തരം കണ്ടെത്തണം. പക്ഷെ അതിന് പകരം നമ്മൾ ഹൃദയത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴും ഹൃദയത്തിൽ ചേർന്നുകൊണ്ട് ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഉത്തരം തന്നെ 1000 ചോദ്യങ്ങൾക്കുള്ള ഒരു വരി തന്നെ 1000 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അവിടെയാണ് അതിന്റെ ഒരു ബ്യൂട്ടി എടുക്കുന്നത്. അപ്പൊ ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്താന്ന് പറഞ്ഞാൽ എന്തേ ഉദ്ദേശിക്കുന്നുള്ളൂ? വെരി സിമ്പിൾ. നമ്മൾക്കുള്ളിലെ നാച്ചുറൽ ന്യൂട്രൽ സ്റ്റേറ്റ് നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കാം. നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കാതെ വായിക്കുന്നത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് വായിക്കാറുള്ളത്? നിങ്ങൾ നോക്ക്, നിങ്ങൾ എങ്ങനെയാണ് ഒരു വാക്ക് ഉപയോഗിക്കാതെ നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും, ഒരു പക്ഷെ വാക്കുകളെക്കാളും കൂടുതൽ ചില സമയത്ത് വാക്കുകൾ ഇല്ലാത്ത അവസ്ഥയായിരിക്കും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാക്ക് വരി എന്ന് പറയുന്നത് അതൊരു ലൈനേ ആകുന്നുള്ളൂ. പക്ഷെ ആ ലൈൻ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് അതിലേക്ക് ചേർക്കുന്ന വികാരമായിരിക്കും. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാ, ഐ ലവ് യു എന്ന് പറയുമ്പോൾ, ഓക്കെ, മറ്റേ ഗാഥാജാമില് പറഞ്ഞ പോലെ ഐ ലവ് യു എന്ന് പറയുമ്പോൾ അതൊരു ഐ ലവ് യു എന്നുള്ള ലൈന് മാത്രമേ ആവുന്നുള്ളൂ. ഐ റിയലി ലവ് യു മൈ ഡിയർ എന്ന് പറയുമ്പോൾ അവിടെ ആ വരിയോടൊപ്പം ഹൃദയം കൂടി ചേർന്നപ്പം, ഒരു ഇമോഷൻ കൂടി ചേർന്നപ്പോൾ അതിന് വേറൊരു തലം കൈവരുന്നു. അപ്പൊ ശരിക്കും ഈ വാക്കുകളാണോ വരികളാണോ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചത്? അല്ല, അതിലേക്ക് ചേർത്ത എന്തോ ഒന്ന്. എന്താ അത് ഹൃദയത്തിന്റെ തലമാണ്. ഹൃദയത്തിൽ നിന്നും ചാലിച്ചെടുത്ത ചില സംഭവങ്ങളാണ്, അല്ലെ? ഇമോഷൻസ് ആണ് അതിന് ഊർജം പകർന്നത്. ഒരു വരിക്ക് ഊർജം പകർന്നത് ഇമോഷനാണ്. ഇമോഷൻ അത് ചേരുമ്പോഴാണ്, അത് ചേരണമെങ്കിൽ അവിടെ ഹൃദയം കൂടി ചേരണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ജീവിതത്തിലെ സർവ്വവിധ കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ചില സമയങ്ങളിൽ നമ്മൾ ആരോടൊന്നും പറയണ്ട, കണ്ണിലേക്കൊന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് കണ്ണൊന്ന് അടയ്ക്കുമ്പോഴേക്കോ കണ്ണിലേക്കൊന്ന് തുറിച്ചു നോക്കുമ്പോഴേക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അക്ഷരങ്ങൾ ഉപയോഗിക്കാത്ത ഒരു ഭാഷ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏത് ഭാഷയാണ്? ചില ആളുകൾ ഒന്നും പറയണ്ട, അവര് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചാൽ മതി, നമുക്ക് പിന്നെ ഒന്നും ചോദിക്കാനുണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി പോവായിരിക്കും, കുറെ കാര്യങ്ങൾ. പക്ഷെ ഒക്കെ ഉണ്ടാകുമ്പോഴേക്ക് അവരൊന്ന് ഹൃദയം അറിഞ്ഞ് പുഞ്ചിരിക്കുമ്പോഴേക്ക്, പ്രവാചകർ പറഞ്ഞ പോലെ ഹൃദയം അറിഞ്ഞ പുഞ്ചിരി ധർമ്മമാണെന്ന് പറയല്ലേ, അവരൊന്ന് ഹൃദയം അറിഞ്ഞ് അങ്ങ് പുഞ്ചിരിക്കുമ്പോഴേക്ക് നമുക്ക് പിന്നെ പറയാനോ ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് അത് ഹീൽ ചെയ്യപ്പെടുമ്പോൾ ഇവിടെയാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം, ഇവിടെയാണ് ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞൊരവസ്ഥ. നമുക്ക് അങ്ങനെ ആവാനും പറ്റും, മറ്റുള്ളവർക്ക് നമുക്ക് അങ്ങനെ ആയി കൊടുക്കാൻ പറ്റുമോ, മറ്റുള്ളവർക്ക് അത് നമ്മളിൽ നിന്ന് കണ്ടു പഠിക്കാനും വേണ്ടി പറ്റുന്നതാണ്. സോ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ പ്രപഞ്ചവും പ്രകൃതിയും ജീവിതവും ഒക്കെ നിങ്ങൾക്ക് തരുന്ന സൂചനകൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ തലയിൽ കുത്തി നിറച്ചു വെച്ച അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ മാറ്റി വെച്ചിട്ട്, തലയിലേക്ക് എഴുതപ്പെട്ടതൊക്കെ മാറ്റി വെച്ചിട്ട് ഹൃദയം കൊണ്ട് നിങ്ങളൊന്ന് വായിക്കാനോ ഹൃദയം കൊണ്ട് നിങ്ങളൊന്ന് നോക്കാനോ തുടങ്ങിയാൽ ഈ ലോകം എന്തൊരു സുന്ദരാണെന്ന് അറിയാം. ഇവിടെ നിങ്ങൾ കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ ഈ വീഡിയോയിൽ കാണുന്നുണ്ടായിരുന്നു, കുറെ പേര് നമ്മൾ കാണുന്നില്ല. വീഡിയോയിലുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നോക്കി നോക്കി എല്ലാവരെയും, നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് നോക്കി നോക്കി എല്ലാവരെയും. അവിടെ നമുക്ക് പരിചയമില്ലാത്തവരാണെങ്കിൽ കൂടി നമുക്ക് എന്തോ ഒരു സന്തോഷം, എന്തോ ഒന്ന് നമ്മളുള്ളിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹീലിംഗ് എന്ന് പറഞ്ഞ സാധനം. അതിന്റെ ഉള്ളിലാണ് ആക്ച്വലി കിടക്കുന്നത്, ആ ഹൃദയത്തിന്റെ അകത്താണ് കിടക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് പ്രപഞ്ചത്തിന്റെ തന്നെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലേക്ക് കടന്നു പോവാം. പലരും പറയാറുണ്ട് എന്റെ ജീവിതം അങ്ങനായി, നമ്മളോട് മാത്രം ദൈവം എങ്ങനെ കാണിച്ചു, ഉള്ളോനിക്ക് കുറെ കൊടുത്തോണ്ടിരിക്കും. ഞാൻ ഈ വെൽത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ GCTVയിലൊക്കെ വെൽത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു കഥ പറയലുണ്ട്. ആ കഥ എങ്ങനെയാണ്,
ഒരിക്കലും ഒരു ഗുരു തന്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പൊ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഇങ്ങനെ ഗുരുവിന്റെ കൂടെ ഉണ്ട്. അപ്പൊ നാട്ടുകാരെല്ലാരും അന്ന് ഗുരുവിനെ കാണാൻ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ശിഷ്യർക്ക് അറിവ് പറഞ്ഞുകൊണ്ട്. അപ്പം കുറെ നാട്ടുകാരെല്ലാരും കൂടി ഗുരുവിന് കുറെ സമ്മാനം കൊണ്ടു. ഗുരുവിനാണ് ഈ സമ്മാനം ഒന്നും വലിയ താല്പര്യമില്ല. എല്ലാം കൂടി കൊണ്ടുവന്നപ്പോ ഗുരു സന്തോഷം കൊണ്ട് അതൊക്കെ സ്വീകരിച്ചു. നാട്ടുകാരെല്ലാരും അവിടെ കൂടിക്കുന്നുണ്ട്. അപ്പൊ ഗുരു ശിഷ്യരോട് പറഞ്ഞു, എനിക്ക് ധ്യാനത്തിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഒരു ശിഷ്യനെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തേക്കുന്ന. അപ്പൊ പോവാൻ നേരത്ത് ഗുരു ഇത് പറഞ്ഞ് ധ്യാനത്തിന് പോകാൻ നേരത്ത് ആ ഏൽപ്പിക്കപ്പെട്ട ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കണേ, അല്ല ഗുരു, ദൈവം കൊടുക്കും പോലെ കൊടുക്കണോ മനുഷ്യൻ കൊടുക്കും പോലെ കൊടുക്കണോ മനുഷ്യൻ? അപ്പൊ ഗുരുവിന് കാര്യം മനസ്സിലായി. ഗുരു പറഞ്ഞു, തിരക്കില്ല ഗുരു, വേഗം മെഡിറ്റേഷനിൽ കയറണം. അപ്പൊ ഗുരു പറഞ്ഞു, ദൈവം കൊടുക്കും പോലെ കൊടുത്തോന്നാണ്. ഓ ആയിക്കോട്ടെ ഗുരു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഗുരു ധ്യാനത്തിലേക്കും പോയി. ശിഷ്യൻ എന്ത് ചെയ്തു, എല്ലാവരോടും വരിക്കാൻ പറഞ്ഞു, അനൗൺസ് ചെയ്തു, ഗുരു നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം തരാൻ അറിയിച്ചിട്ടുണ്ട്, എല്ലാരും വരി നിന്നോളൂ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ആവേശത്തോടു കൂടി വരി നിന്നു. ആദ്യത്തെ ആള് വന്നപ്പം അയാളെ കയ്യിലേക്ക് ഒരു വലിയ പഴക്കൊല അങ്ങ് എടുത്തിട്ട്, പഴത്തിന്റെ കൊല അങ്ങ് എടുത്ത് വെച്ചു. അയാൾ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി. വലിയ പഴത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പേക്ക് അടുത്ത ആള് വന്നപ്പം കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പൊ 2 ആപ്പിളും ഒരു ചെറിയൊരു പീസ് മാംഗോ മുറിച്ചൊരു കഷ്ണം ഇങ്ങനെ വെച്ചു കൊടുത്തു. അപ്പൊ 2 ആപ്പിൾ, കുറെ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് 2 ആപ്പിളും ചെറിയൊരു മാങ്ങയുടെ കഷ്ണം കൊടുത്തു. അപ്പൊ ഇയാൾക്ക് വലിയ പിടിച്ചില്ല. അയാളോട് നോട്ട് നോക്കി, അയാൾക്ക് വലിയ പഴക്കോല നോട്ട്, എനിക്ക് മാത്രം ഇത് തന്നെ. ശിഷ്യം മൈൻഡ് ചെയ്തില്ല. അയാളെ പറഞ്ഞിട്ട് അടുത്ത ആള് വന്നു. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കൊടുക്കാൻ തുടങ്ങി. പിന്നീട് ഒരാൾ വന്നപ്പം അയാളുടെ കയ്യിലേക്ക് ഒരു 10 സ്വർണ്ണ നാണയം വെച്ചെടുത്തു. അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷം. ബാക്കിയുള്ളവർക്ക് സ്വർണ്ണ നാണയം കൊടുത്തോന്നൊക്കെ ഇങ്ങനെ കാത്തിരിക്കാണ്. അതിന് പോയി. പിന്നെ അടുത്ത ആള് വന്നപ്പം അയാളുടെ കയ്യിലേക്ക് ഒരുപാട് ഫ്രൂട്ട്സും വേറെ എല്ലാ സാധനങ്ങളും വെച്ചു കൊടുത്തപ്പം അയാൾക്ക് പിടിക്കാൻ പറ്റായിട്ട് അയാളുടെ ഡ്രസ്സ് ഇങ്ങനെ പൊക്കിയിട്ട് സഞ്ചി പോലെയൊക്കെ അതിൽ നിറച്ചിട്ട് അയാൾ കൊണ്ടുപോകണം. ഇത് കണ്ടപ്പോ അതിന്റെ ബാക്കിലുള്ള ആള് എനിക്കിതുപോലെ കിട്ടുന്ന എഴുതിട്ട് അയാളും വേഗം മുന്നിൽ നിന്നിട്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ റെഡിയാക്കി സാധനം വാങ്ങിക്കും. അപ്പൊ അയാളുടെ കയ്യിലേക്ക് ചെറിയൊരു പഴം വെച്ചിട്ട് പൊക്കൊന്നാണ്. ആകെ പ്രശ്നമായി. മൊത്തത്തിൽ അവിടെ ഗുരു ധ്യാനം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എല്ലാവരും കൂടി മറ്റേ ശിഷ്യനെ എടുത്തിട്ട് എന്താക്കിയിട്ടുണ്ട്, എയറിലിടാൻ അയക്കുന്നു. ആ രീതിയിൽ പിടിച്ചിട്ട് ഇപ്പം തീർക്കുന്നുള്ള അവസ്ഥയിൽ എല്ലാരും കൂടി കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഗുരു വേളം കേട്ട് വന്നിട്ട് എന്താ അവിടെ പ്രശ്നം പറയണി, ഇതൊക്കെ ഗുരു നിങ്ങളെ ശിഷ്യന്മാർ തന്നെയാണോ വെച്ചാൽ, എന്തേ നിങ്ങളെ പറയിപ്പിക്കാനായിട്ട് ഉള്ളതാ തോന്നുന്നുണ്ട് ഇവര്. ഗുരു എന്താ ചെയ്ത് വെക്കണേ കണ്ടില്ല, ഒരു നീതി എന്ന് പറഞ്ഞ പരിപാടി ഇവർക്കില്ല. അപ്പൊ ഗുരു എന്ത് പറ്റി, അപ്പൊ ഇവര് ചെയ്ത പരിപാടി കണ്ടില്ലേ. അപ്പൊ എന്താ സംഭവം, ചിലവർക്ക് അത് വാരിക്കോരി കൊടുത്തിക്കണം, ചില ആൾക്കാർക്ക് ഒന്നും കൊടുത്തിട്ടില്ല, ചിലവരോട് കൊടുത്തതും വാങ്ങിച്ച് ഓണ വൈക്ക് ഒന്നുകൂടി തരോ ചോദിച്ചതിന് ഉള്ളതും പിടിച്ച് വാങ്ങിച്ചിട്ടൊക്കെ വിട്ടു. ഇവന് ശരിയില്ല ഗുരു, അവന് ശരിയായ ശിഷ്യനൊന്നല്ല, ഇവനെ നമുക്ക് കൈകാര്യം ചെയ്യണമെന്നാണ്. അപ്പൊ ഗുരു ആകെപ്പെട്ട് ഗുരു ഇവനെ വിളിച്ചു, മോനെ ഇവിടെ വാ, എന്താ പ്രശ്നം എന്ന് വെച്ചു. ഒന്നുമില്ല, നീ എന്താ കാണിച്ചു, ഇങ്ങനെയാണ് ഒരാൾക്ക് വീതം വെക്കൽ, നിനക്ക് വീതം വെക്കൽ എങ്ങനെയാണെന്ന് അറിയില്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കേണ്ട, അതല്ലേ നീതി എന്നാണ്. അല്ല, ഗുരു പറഞ്ഞത് ദൈവം കൊടുക്കും പോലെ കൊടുക്കാനാണ്. ആ ദൈവം കൊടുക്കും പോലെ കൊടുക്കാനാണ്. അല്ല, ദൈവം കൊടുക്കാന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് എന്താ സംഭവിക്കല്, തൃശ്ശൂരിൽ ഒരു ഫ്ലാറ്റ് ഉള്ള ആൾക്ക് തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് കൊടുക്കും, പിന്നെ ദുബായിൽ ഒന്ന് കൊടുക്കും, വേണമെങ്കിൽ ന്യൂയോർക്കിൽ ഒരു ഫ്ലാറ്റ് കൂടി കൊടുക്കും. ഇങ്ങനെയല്ല കൊടുക്കുക. ഒരു പാവം മോട്ടോർ സൈക്കിൾ ഉള്ളവനെ എവിടെയും അത് നിർത്തിപ്പോയാൽ അന്നെങ്കിൽ അതിന്റെ ടയർ പഞ്ചറായാലും ആരെയും അടിച്ചോണ്ടും. ഇനി വേറെ ഒരുത്തന്നെ ഏതെങ്കിലും ഒരു ബൈസിക്കിൾ ആണ് ഉള്ളതെങ്കിൽ അതെവിടെ നിർത്തിയിട്ട് പോയിക്കണമെങ്കിൽ അതിന്റെ കാറ്റ് ആരെങ്കിലും വയ്ക്കും, അല്ലെങ്കിൽ അത് കാണാണ്ടാവും. പിന്നെ പാവപ്പെട്ടവരാണെങ്കിൽ, ഒരു കൂരമുള്ളവരാണെങ്കിൽ അത് ചോർന്നൊലിക്കുന്നുണ്ടായിരിക്കും, അടുത്ത വെള്ളപ്പൊക്കത്തിൽ അത് മുങ്ങിപ്പോവും ചെയ്യും. ഇങ്ങനെയല്ല കൊടുക്കല്. അപ്പൊ ഞാൻ ദൈവത്തിന്റെ രീതിയിലൊന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഗുരു എന്നാണ്. ഗുരു ആകെപ്പെട്ടു. ഇതിപ്പോ എന്താ പറയാന്നുള്ള കോലത്തില് ഗുരു ആകെപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഈ അവസ്ഥയിലാണ് ഈ കഥ ഞാൻ പറയാനുള്ള കാരണം, ചില ആൾക്കാർ ജീവിതത്തിൽ ഈ അവസ്ഥയിലാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഉള്ളവർക്കൊക്കെ പിന്നെയും കൊടുക്കല്ലേ, ഒന്നും തരുന്നില്ലാലോ എന്ന് പറയാറ്. പക്ഷെ ഈ ബുദ്ധിയുടെ തലത്തിലും ഈ തല കൊണ്ട് ചിന്തിക്കുന്നിടത്താണ് എല്ലാവരും വ്യത്യസ്തരാണ്. പക്ഷെ ഹൃദയത്തിന്റെ തലത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ നീതി ഒരാൾക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റാം. ഓക്കെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. പക്ഷെ ഹൃദയത്തിന്റെ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. ഒന്നുമില്ലായ്മയിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിലും, വട്ടപൂജ്യത്തിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിലും, ഇത് പറഞ്ഞ പോലെ മറ്റേ ചോർന്നൊലിക്കുന്ന കൂരിയ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയി ഇടി വെട്ടിയതിന്റെ തല എന്താണ്, പാമ്പ് അടിച്ചവന് ഇടി വെട്ടിയെന്നോ ആ പറയുന്ന കോലത്തിലൊക്കെയുള്ള അവസ്ഥയിൽ പണിന്റെ മുകളിൽ പണി വന്നുകൊണ്ടിരിക്കുന്ന കോലത്തിലൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു, ആ രീതിയിൽ നിന്നെല്ലാം നമ്മളെ ലൈഫ് മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ദൈവം നീതിമാനാണെന്ന് പറഞ്ഞെങ്കിൽ ആ നീതി അനുഭവിക്കാനുള്ള തല എവിടെയാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിന്റെ തലത്തിലേക്ക് നമ്മൾ ജീവിതത്തെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ നീതി ആ എല്ലാ രീതിയിലുള്ള പരീക്ഷണങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച നമുക്ക് കാണാൻ. അത് ആക്ച്വലി പരീക്ഷണം എന്നല്ല, അതിങ്ങനെ ശരിക്കും പറഞ്ഞാല് അതിനുള്ളിലാണ് ഏറ്റവും വലിയ അവസരം ഒളിഞ്ഞു കിടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അത് ഹൃദയം കൊണ്ട് വായിക്കണം. അപ്പം ദൈവം ആക്ച്വലി ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ ഒരു പസില് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഗെയിം.
ദൈവം തന്നെ പറഞ്ഞത് ഞാനിങ്ങനെ മറിഞ്ഞെടുക്കുന്ന ട്രഷറായിരുന്നു, ഞാനിങ്ങനെ പുറത്തു വരുന്ന ആഗ്രഹിച്ചപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതാണ്. അപ്പം നമ്മൾക്കുള്ളിലെ ദൈവികമായ ശക്തി പുറത്തു വരാന്ന് പറയുന്നത്, നമുക്കുള്ളിൽ ദൈവിക ശക്തി ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അത് പുറത്തു വരുമ്പോഴാണ് ആക്ച്വലി ദൈവം ഉദ്ദേശിക്കുന്ന ആ നിധിയായിട്ട് നമുക്ക് മാറാൻ പറ്റാം. ഓക്കെ, അപ്പൊ അതായിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? തല കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് കാണാൻ പറ്റില്ല, കാരണം അത് മറിഞ്ഞെടുക്കുന്ന അവസ്ഥ. തല കൊണ്ട് നോക്കിയാൽ പ്രാരാധം, കഷ്ടപ്പാട്, 3 തവണ എക്സാമിന് പൊട്ടുന്നു, ഓക്കെ, ഡിവോഴ്സ് സംഭവിക്കുന്നു, ബിസിനസ് നഷ്ടത്തിലാകുന്നു, രോഗം വരുന്നു, അതിന്റെ മുകളിൽ അടുത്ത രോഗം, ഇങ്ങനെ മാറാവ്യാധി തുടങ്ങി എന്തെല്ലാം ദുഷ്കരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ പറയുന്നു, ഹൃദയത്തിന്റെ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പം, ഹൃദയത്തിന്റെ ഭാഷ പഠിച്ച് അതിന്റെ രീതിയിൽ നമ്മൾ വായിക്കാൻ വേണ്ടി വരുമ്പം, നമ്മൾ തല നിർത്തിയിട്ട് ഈ എന്തുകൊണ്ട് ഇതെല്ലാം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നൊരു ഉത്തരം കിട്ടും. വാസ്റ്റ് മെജോറിറ്റി ആൾക്കാർ ഈ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെയാണ്, എന്തുകൊണ്ട് ഇതൊക്കെ നടന്നു, ഒരിക്കലും ഇനി ഒന്നും വേണ്ട, പ്രതീക്ഷ തീർന്നു, ഒക്കെ വിധിക്ക് എഴുതി കൊടുത്തു, സെറ്റ്, ഇനിയിപ്പോ വിധി വേറൊന്നും പറയാനില്ല, അതുകൊണ്ട് സമാധാനം വിധി എന്ന് പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്തു, വിധിയുടെ ഫോൾഡറിലേക്ക് അവർ അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തു. ഓക്കെ ഫൈൻ, ഞാൻ സമ്മതിച്ചു, എനിക്ക് ഇനി ഒന്നും വേണ്ട, ഞാൻ നിർത്തി, ഒരു പരിപാടിയും വേണ്ട, വിധിയാണെന്ന് കരുതി ജീവിക്കാം. പക്ഷെ അവർക്കുള്ളിൽ ഒരു ചോദ്യം ബാക്കിയാണുണ്ട്, എന്തുകൊണ്ട് എന്നോട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ഈ എന്തുകൊണ്ട് എനിക്ക്, എന്തുകൊണ്ട് എന്നോട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ, അത് നിങ്ങൾക്ക് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ മൂപ്പരൊന്ന് കണ്ടാൽ ചോദിക്കാനുണ്ട്. എന്നോട് എന്തിനീ ക്രൂരത ചെയ്തു എന്ന് ചോദിക്കാണ്ട്, അത് നേരെ കണ്ടൊന്നും ചോദിക്കണ്ട, ആ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും ഹൃദയത്തിൽ ഉണ്ടാവും. ചിലപ്പോൾ ഒരൊറ്റ ഉത്തരമായിട്ടായിരിക്കും അത് വരുന്നത്. അപ്പൊ നമുക്കറിയൂ ഇത് മുഴുവൻ സംഭവിച്ചത് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഓ മൈ ഗോഡ്, അങ്ങനെയാണ് ഈ കുറച്ചുകൂടി പ്രശ്നം തരുമെന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ നമ്മളെത്തും. ഇതാണ് ഹൃദയത്തിന്റെ കളി. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും ചോദ്യങ്ങളോ പരാതികളോ മാത്രമേ ബാക്കിയാവുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു, നിങ്ങൾ ശരിയായ രീതിയിൽ ജീവിതത്തെ വായിക്കുന്നില്ല. നമ്മൾ ശരിയായ രീതിയിൽ, നമ്മുടെ ഭാഷ കറക്റ്റ് അല്ല, നമ്മുടെ ഗ്രാമർ കറക്റ്റ് അല്ല, നമ്മൾ ഹാർട്ടിന്റെ ഗ്രാമറാണ് ഉപയോഗിക്കേണ്ടത്. ആ ഹാർട്ടിന്റെ ഗ്രാമർ ആർക്കും പഠിക്കാൻ പറ്റും, മറ്റുള്ള ലാംഗ്വേജിന്റെ ഗ്രാമർ പഠിക്കാൻ ഭയങ്കര കോംപ്ലിക്കേഷൻ. പക്ഷെ ഹൃദയത്തിന്റെ ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ: ന്യൂട്രാലിറ്റി, നാച്ചുറാലിറ്റി, ക്യൂരിയോസിറ്റി. ഈ 3 സാധനങ്ങൾ നമുക്ക് ഹൃദയത്തിൽ സ്ഥാപിക്കാൻ പറ്റുമ്പം നമ്മൾക്ക് പേഷ്യൻസ് ഒരുപാട് കൂടും, നമ്മൾ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്ന ആൾക്കാരായിട്ട് മാറും, നമ്മൾ നന്ദിയുള്ളവരായിട്ട് മാറും, നമ്മളായിരിക്കും എന്താണ് ഭൂമിയിലെ രാജാക്കന്മാർ നമുക്ക് തോന്നാം. ഈ ഭൂമി മൊത്തം നമുക്ക് സ്വന്തമാണ് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വലിയൊരു അവസ്ഥ, ഒരു സ്റ്റേറ്റ്, ഒരു സ്റ്റേഷൻ നമ്മുടെ അകത്ത് ഉറങ്ങിക്കെടുക്കുന്നുണ്ട്. ഇതിനെ വായിക്കാനാണ് ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത്. ഇതിനെ വായിക്കാൻ പഠിക്കാനാണ് ഹൃദയത്തിന്റെ ഭാഷ പഠിക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെയുള്ള എല്ലാ വർണ്ണങ്ങളും സംസാരിക്കുന്നു അല്ലെ? നമുക്കൊരു ഭാഷ ഇല്ലെങ്കിലും ഇവിടുത്തെ കളറുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും അറിയാം, ചുവപ്പ് കാണുമ്പോൾ ചിലർക്ക് ചില ഭാഷകളാണ്. ചില ആൾക്കാർക്ക് റെഡ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, ചില ആളുകൾക്ക് റെഡ് എന്ന് പറഞ്ഞാൽ ബോധമാണ്, ബ്ലഡാണ്, എന്തൊക്കെയാണ് ചില ആൾക്കാർക്ക് റെഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പാണ്. പക്ഷെ നമ്മൾ അവിടെ ഒരു അക്ഷരം ഒന്നും പറയുന്നില്ല. ചുവപ്പ് എന്നത്, റെഡ് എന്ന സൈൻ നമ്മൾ എന്തോ ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? വൈറ്റ് എന്നുള്ളത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം, അവിടെ ആരൊന്നും പറഞ്ഞു, വൈറ്റ് ഈസ് പീസ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അത് കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഈ പ്രകൃതിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചതല്ലാതെ തന്നെ പ്രകൃതി ഉണ്ടാക്കി വെച്ച കുറെ സൂചനകളുണ്ട്. യൂണിവേഴ്സൽ സയൻസ്, അതാ നമ്മൾ പഠിക്കേണ്ടത്. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റേഴ്സ്, യൂണിവേഴ്സൽ സയൻസ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതങ്ങ് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ലൈഫ് എന്ത് രസമായിരിക്കും എന്നറിയാം. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നരകം തുല്യമായിട്ട് ജീവിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ സ്വർഗീയ അവസ്ഥ കണ്ടെത്തണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നരക തുല്യമായിട്ട് ജീവിക്കുമ്പോൾ അതിനകത്ത് സ്വർഗീയ അവസ്ഥ കണ്ടെത്തണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിവൺ, ആർക്കും ആഗ്രഹമില്ലേ? ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ഉണ്ടെങ്കിൽ നമ്മള് ഈ GCTP ഒക്കെ നടത്തുമ്പോൾ ചിലപ്പോൾ നടത്തുന്ന ഒരു പരിപാടി, ഗ്ലാസ് ബ്ലോക്ക് ഒക്കെ നടത്തും. ചില്ലൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിലൂടെ അങ്ങ് നടത്തും. സാധാരണ ചില്ല് കണ്ടാൽ എല്ലാവർക്കും പേടി, കുപ്പിച്ചില്ലൊക്കെ കണ്ടാൽ ഭയങ്കര പേടിയാണ്, കണ്ടാൽ പേടിച്ചോടും, മുറിയും എന്നൊക്കെ പേടിച്ചിരിക്കും. പക്ഷെ ഒരു ഫണ്ണ് പോലെ, ഒരു എന്റർടൈൻമെന്റ് പോലെ, ഒരു അഡ്വഞ്ചർ പോലെ, ഒരു എക്സ്പീരിയൻസ് പോലെ അതൊന്ന് ചെയ്ത് നോക്കാന്ന് പറയുമ്പോൾ സംഭവം പേടിപ്പിക്കുന്ന കണിക്കൂടി അതിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഒരു ഭയങ്കര രസമാണ്. പിന്നെയും ഇങ്ങനെ നടക്കാൻ തോന്നും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിന്റെ മുകളിലൂടെ നടന്നത് ആസ്വദിച്ചും ധൈര്യത്തോടും കൂടി ഒരു ഫണ്ണായിട്ട് ആസ്വദിച്ച് നടക്കാൻ ഞാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിന്റെ വേദന മാറിയിട്ട്, വേദന മുറിവ് എന്നൊക്കെ മാറിയിട്ട് ഞാൻ രസിച്ച് നടക്കാൻ തുടങ്ങി. എന്നാലും ചെറുതായിട്ട് കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഒരു പ്രശ്നമില്ല. നമ്മൾ ആ ബ്ലഡിനെ കുറിച്ച് പരാതി പറയില്ല, കാല് മുറിയെ കുറിച്ച് പരാതി പറയില്ല, ആ വേദന ചിലപ്പോൾ അതും പറയില്ല. കാരണം എന്താ, നമ്മൾ ഭയങ്കര എക്സൈറ്റ്, ഞാൻ അതിന്റെ മുകളിലൂടെ നടന്നു, ഐ മെയ്ഡ് ഇറ്റ് എന്നൊരു എക്സൈറ്റ്മെന്റിലായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ അവിടെ സെറ്റ് ചെയ്തൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അത് നമ്മൾ എങ്ങനെ നോക്കി കാണും എന്നുള്ള രീതിയിൽ. ഇതുപോലെ തന്നെ
നമ്മൾക്ക് ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാറ്റിന്റെയും മുകളിലൂടെ ഇതുപോലെ അങ്ങ് ഫണ്ണായിട്ട് നടക്കാൻ പറ്റിയാൽ നമ്മൾ ശരിക്കും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓരോ ചലഞ്ചുകൾ വരുമ്പോഴും ഓരോ സെറ്റ് ബാക്കുകൾ വരുമ്പോഴും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആക്കി എടുത്തിട്ട് അതിന്റെ മുകളിലൂടെ നടന്നിട്ട് ഞാൻ അതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞു എന്ന രീതിയിലേക്ക് നിങ്ങൾ അതിനൊരു എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് അതിനൊരു ആസ്വാദനമാക്കി മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ട്. ആക്ച്വലി ഈവൻ ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എനർജി കിട്ടും. അങ്ങനൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കി. അങ്ങനെ ചിന്തിക്കാനും തലയിൽ പ്രവർത്തിച്ചാൽ സംഭവിക്കില്ല, ഹൃദയം സംഭവിക്കും. കാരണം ഹൃദയം എന്ന് പറഞ്ഞത് ഇന്നസെന്റ് എന്ന് പറഞ്ഞാല് അതൊരു കുട്ടിയെ പോലെയാണ്, അതൊരു കുട്ടിയുടെ തലം പോലെയാണ്, അതെപ്പോഴും ഫണ്ണാണ്. ഹൃദയത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഈവൻ വലിയ പണികളൊക്കെ നമ്മളെ തേടി വരുമ്പോൾ പോലും നമുക്ക് ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കാൻ പറ്റും. As you start to work from your heart, വലിയ വലിയ പണികളൊക്കെ വരാണ്, വലിയ വലിയ ചലഞ്ചസ് ഒക്കെ വരാണെങ്കിൽ കൂടി നമ്മളിങ്ങനെ അത് നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കും. വന്നല്ലോ, സന്തോഷം, വന്നോളൂ, ഇരുന്നോളൂ. വീട്ടിലേക്ക് ഇങ്ങനെ പിടിച്ചിരുത്തുന്ന പോലെ. ഞാൻ ചിലപ്പോൾ അതിന് എക്സാമ്പിൾ പറയാം. വീട്ടിൽ ആ കാര്യം ഇരുന്നോളൂ, എപ്പം വന്നു, ചായ കുടിച്ചിട്ട് പോകട്ടോ, 2-3 ദിവസം ഉണ്ടാവും ഇവിടെ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ അതിനെ നോക്കി കാണുമ്പോൾ നമ്മുടെ പ്രശ്നം പോലും അല്ലെ നാണിച്ച് അയ്യേ ഇയാളടുത്ത് കളിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് പോണ പോലെ ഞാൻ ഇയാളെ പ്രശ്നത്തിന്. കാരണം എന്താണ്, പ്രശ്നത്തിന് നിലനിൽക്കാൻ പറ്റല് അത് തലയിൽ ഒരു ഇടം കൊടുക്കുമ്പോഴാണ്. ഹൃദയത്തിൽ പ്രശ്നങ്ങൾക്ക് സ്ഥാനില്ലേ. ഹൃദയത്തിന് എപ്പോഴും അനുഭവങ്ങളും സന്തോഷങ്ങളും സൂചനകളും ഉള്ളു. അതുകൊണ്ട് തന്നെ ഹൃദയം കൊണ്ട് നോക്കുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴേക്ക് ആ പ്രശ്നത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം, ആ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് അതൊരു അവസരമാണെന്നുള്ള തലം ശരിക്കും നമ്മൾ കാണും. വെറുതെ പറയില്ല. ഒരാൾ പറയാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ വലിയൊരു ചാലഞ്ച് ഉണ്ട്, എനിക്ക് അതിലുള്ള അവസരങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല, അതിലിപ്പോ എനിക്ക് എന്ത് ബ്ലെസ്സിങ് ആണ്, എനിക്ക് കാണാൻ പറ്റില്ല എന്നിങ്ങനെ പരാതി പറഞ്ഞത് നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പഠിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. നിങ്ങളെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നിട്ടില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തലോണ്ടാണ്. നിങ്ങൾ എങ്ങനെ ഹൃദയത്തിന്റെ തലത്തിലേക്ക് എത്താൻ പറ്റുമെന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നിങ്ങൾ നേരെ തിരിച്ചു വരും. ഞാൻ എത്ര പേരെ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. നമ്മളെ ഗൈഡഡ് കോഡിലൊക്കെ വന്ന് പോകുന്നവർ എല്ലാവർക്കും ഒരു അവസ്ഥ അതാണ്. വരുന്നത് വരെ തലകൊണ്ട് ഒരുപാട് ചോദ്യങ്ങളായിരിക്കും. നമ്മൾ ഹൃദയത്തെ കുറിച്ച് ആ ഇന്നർ മൈൻഡിനെ കുറിച്ച് അങ്ങ് അറിഞ്ഞങ്ങ് പോകുമ്പോഴേക്ക് നേരെ തിരിഞ്ഞു. പിന്നെ നമുക്ക് അതെല്ലാം അനുഗ്രഹമായിട്ട് മാറാണ്. അപ്പൊ അവര് പറയും അതൊക്കെ ഉണ്ടായത് നന്നായി, അതുകൊണ്ടല്ലേ ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും ലൈഫ് എന്ന് ആലോചിച്ച് നോക്കിയാൽ, എന്തൊരു ഹരമായിരിക്കും ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ആ കുഞ്ഞിന്റെ മനസ്സാണ് ശരിക്കും ഹൃദയം എന്ന് പറയുന്നത്. അതെപ്പോഴും എല്ലാറ്റിനെയും ഫണ്ണായിട്ട് കണ്ടോണ്ടിരിക്കും, അതിനെ ഭയങ്കര കൂളാക്കി എടുത്തോണ്ടിരിക്കും, അതിനെ ഭയങ്കര ആസ്വാദനമാക്കി എടുത്തോണ്ടിരിക്കും എന്നുള്ളതാണ്. സോ കണക്ട് വിത്ത് യുവർ ഹാർട്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം സാന്റിയാഗോയുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രയെ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഹൃദയത്തെ കേട്ട് തുടങ്ങിയിട്ടാണ്. ഹൃദയത്തെ കേട്ട് തുടങ്ങിയിട്ട് വേണം നമ്മൾ ആത്മാവിനെ കേൾക്കാൻ. ഹൃദയത്തെ കേൾക്കുന്നത് പോലെ തന്നെ കേൾക്കണം മറ്റൊരു തലമാണ് ആത്മാവിനെ കേൾക്കാന്ന് പറഞ്ഞാൽ. ആത്മാവിനെ കേൾക്കുന്ന ഒരു അവസ്ഥയുണ്ട് ആക്ച്വലി, നമ്മുടെ സോളിനെ കേൾക്കാന്ന് പറഞ്ഞാല്. ഹൃദയത്തെ ന്യൂട്രാലിറ്റിയിലും നാച്ചുറാലിറ്റിയിലും ക്യൂരിയോസിറ്റിയിലും നിലനിർത്തി അതിലെ ചൈൽഡ് മൈൻഡിനെ ഓപ്പൺ ചെയ്ത് നമ്മൾ അവിടെ ആ ഒരു അവസ്ഥയിലെത്തി നമ്മളുടെ ഹൃദയം പേഷ്യൻസും അതുപോലെ തന്നെ കാംനെസ്സും അതുപോലെ തന്നെ ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ കൊണ്ട് അങ്ങ് നിറയും. നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് നന്ദി പറയൽ മാത്രമായിട്ട് മാറുന്ന ഒരവസ്ഥ. നന്ദി പറഞ്ഞു തീർന്നിട്ടില്ല, പ്രശ്നങ്ങളൊക്കെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നന്ദി പറയാണ്ട് കുറച്ചുകൂടി സന്തോഷിക്കാണ്ട് കൂടി കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും നമ്മൾ നോക്കാതെ നമ്മളിലെ ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഹൃദയം അങ്ങ് കളർഫുൾ ആയിട്ട് അവിടെ ബൾബൊക്കെ കത്തി അവിടെ ലൈറ്റൊക്കെ ഇട്ടങ്ങ് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് അങ്ങ് വെക്കുമ്പോഴേക്ക് ഹൃദയം പതിയെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും? ഒരു യാത്രക്ക് കൊണ്ടുപോകും. നമ്മുടെ ഹൃദയത്തിന് ഒരു യാത്ര അറിയാം, ഒരു യാത്രയെ കൊണ്ടുപോകും. ആ യാത്രയെ വേണമെങ്കിൽ നമുക്ക് ആത്മീയ യാത്ര എന്നൊക്കെ പറയും. ഹൃദയം കൊണ്ടുപോകുന്ന യാത്രകളെ നമ്മൾ ആത്മീയ യാത്ര എന്ന് പറയും. തല കൊണ്ട് എവിടെ പോയിട്ട് ഏത് ആത്മീയ കേന്ദ്രങ്ങളിൽ പോയിട്ടും കാര്യമില്ല, അത് നമുക്ക് ആത്മീയ യാത്ര എന്ന് പറയാൻ പറ്റില്ല. അതൊരു സ്പിരിച്വൽ ഈഗോ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഈഗോ യാത്രയായിട്ട് അത് മാറുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഹൃദയത്തിൽ ഇതെല്ലാം നിറഞ്ഞു കവിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തേക്കൊന്നും ആത്മീയ യാത്രകൾ സംഭവിക്കുന്നില്ലെങ്കിലും തന്നെ ആത്മാവിലേക്ക് അത് കൈപിടിച്ച് നമ്മൾ എങ്ങനെ കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ ആത്മാവിനെ സ്പർശിക്കുന്ന അനുഭൂതിയിലേക്കും. ഹൃദയത്തെ സ്പർശിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ആത്മാവിനെ സ്പർശിക്കുക. മനസ്സിലായില്ലേ? ഹൃദയത്തെ സ്പർശിക്കുന്നതിനേക്കാളും എത്രയോ വലുതാണ് ആത്മാവിനെ സ്പർശിക്കുക. മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പക്ഷെ ഹാർട്ട്ഫുൾനെസ് അത്ര ആൾക്കാർക്കൊന്നും അറിയില്ല. അതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, UAE ലുള്ളവരുണ്ടെങ്കിൽ ഇന്ന് UAE എന്റെ ഒരു സെഷൻ ഉണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ മെന്റേഴ്സ് ആണ്. UAE ഉള്ളവർക്ക് വരാം. ഓഫ്ലൈൻ സെഷനാണ്, ഫ്രീ സെഷനാണ്. ടോപ്പിക് തന്നെ ഹാർട്ട്ഫുൾനെസ് ആണ്. മൈൻഡ്ഫുൾനെസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഫുള്ളായ മൈൻഡിനെ ക്ലീൻ ആക്കിയിട്ട് മൈൻഡ്ഫുൾനെസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഹാർട്ട്ഫുൾനെസ് എന്തായിരിക്കും?
ആ ഹാർട്ട്ഫുൾനെസ്സും കഴിഞ്ഞിട്ട് അടുത്തൊരു സംഭവമുണ്ട്, സോൾഫുൾനെസ്. അപ്പം ഹൃദയത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? പതിയെ അത് നമ്മളൊരു യാത്ര കൊണ്ടുപോകും. ഹൃദയം കൊണ്ടുപോകുന്ന ഒരു യാത്രയുണ്ട്. നമ്മളെ ഓൺലൈൻ സ്ട്രീം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നുണ്ട്, അറിയിക്കാം. ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ അപ്ഡേഷൻ വരും. ഓക്കെ, അപ്പം അത് നമ്മൾ ആത്മാവിലേക്ക് കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന യാത്രയാണ് വെളിച്ചത്തിലേക്കും സ്നേഹത്തിലേക്കുമുള്ള യാത്ര. ഹൃദയം ഇതുകൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഹൃദയം നമ്മളെ മെല്ലെ ആത്മാവിലേക്ക് കൊണ്ടുപോകും. അവിടെ എന്താ ഉള്ളത്? അവിടെ കിടക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്, വെളിച്ചവും സ്നേഹവും. വെളിച്ചവും സ്നേഹവും. അപ്പൊ എന്തായിട്ട് മാറും? അവിടേക്ക് നമ്മൾ എത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഇരുണ്ട് കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ തെളിഞ്ഞു തുടങ്ങും. അതിൽ ലൈറ്റ് അടിച്ചതുപോലെ, വെളിച്ചം എത്തിയതുപോലെ നമുക്ക് തെളിഞ്ഞു കാണാൻ വേണ്ടി തുടങ്ങും. അത് അടുത്ത ഘട്ടമാണ്. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് നമ്മൾക്ക് ശരിയായ രീതിയിൽ നമ്മുടെ സോൾ പർപ്പസ് എന്നൊക്കെ പറയുമ്പോൾ ശരിയായ നിയോഗത്തിലെത്താം. നമ്മളിപ്പം കുറെ പഠിച്ചു, നമ്മളൊരു ജോലി നേടിയെടുത്തു, ഞാൻ സ്വപ്നം കണ്ട ജോലി ഞാൻ നേടിയെടുത്തു, അതുകൊണ്ട് എന്റെ നിയോഗം നടന്നു ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളെ പർപ്പസിലെത്തി നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അത് നമ്മളെ പർപ്പസിലേക്ക് എത്താൻ ഒരു വഴിയായിട്ട് ചിലപ്പോൾ മാറിയേക്കാം. അതിലെ അനുഭവങ്ങളെല്ലാം ഒരു വഴിയായിട്ട് മാറിയേക്കാം. ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഡ്രീം ചെയ്തു, എനിക്ക് ഇങ്ങനത്തെ കുറെ ഡ്രീംസ് ഉണ്ട്, ഞാൻ കുറെ ബക്കറ്റ് ലിസ്റ്റ് ഇട്ടു, ഞാനതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തു. ആ മാനിഫെസ്റ്റ് ചെയ്തത് കൊണ്ടോ ആ കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ടോ നമുക്ക് സോൾഫുൾനെസ് കിട്ടിക്കൊള്ളുന്നില്ല. സോൾഫുൾനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ പാരമ്യതയിലെത്തുന്ന അവസ്ഥ. അത് നമ്മുടെ സോളിന് എന്താണോ വേണ്ടത്, സോൾ, നമ്മുടെ ഇന്നർ സോളിൽ നിന്ന് അത് എന്ത് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്, അത് എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്, ആ കാര്യങ്ങൾ. പക്ഷെ ആ കാര്യങ്ങളിലേക്ക് അതിന് നമുക്ക് ഒരുപാട് ഐഡിയകൾ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സോളിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ട്, സ്നേഹത്തിലൂടെയും വെളിച്ചത്തിലൂടെയും. സോൾഫുൾനെസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത്, അനുഭവിക്കുന്നത് മൊത്തം അറിവുമായി ബന്ധപ്പെട്ട കാര്യം. അറിവ് വെളിച്ചമാണ്, ലൈറ്റ്. അറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപാട് ആഴത്തിലുള്ള അറിവുകൾ, ഇതുവരെ കേൾക്കാത്ത പ്രപഞ്ച രഹസ്യങ്ങൾ എന്നോണുള്ള അറിവുകളുടെ കേന്ദ്രമാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലുള്ള അങ്ങനത്തെ അറിവുകളും ഇതുവരെ അനുഭവിക്കാത്ത സ്നേഹവും, ഡിവൈൻ ലവ് എന്നൊക്കെ പറയുന്നത്. ഗൈഡഡ് കോഡിലൊക്കെ നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞു നിർത്തല. അത് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെതാണ്. കണ്ടീഷണൽ ലവ് തലക്കുള്ളതാണ്. എന്തെങ്കിലും കൊടുത്ത് സന്തോഷിപ്പിക്കാം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. എന്തെങ്കിലും കൊടുത്ത് മുമ്പരമെല്ലാം സന്തോഷിപ്പിച്ചേക്കാം, അത് കണ്ടീഷണൽ. ഒന്നും കിട്ടാതെ തന്നെ നമ്മൾ ഒരാളെ സന്തോഷിപ്പിക്കും, അത് അൺകണ്ടീഷണൽ. അതും കഴിഞ്ഞിട്ട് വരുന്നതാണ് സോളിൽ നിന്നും സന്തോഷിക്കുന്ന അവസ്ഥയാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാല് ഡിവൈൻ ലവ് എന്ന് പറഞ്ഞൊരവസ്ഥ. ഡിവൈൻ ലവ് ഇതങ്ങ് ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തുനിന്ന് ആരത്തും സ്നേഹം പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നത് മാത്രമുള്ള അവസ്ഥയിലേക്ക്. ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു കലവര, അറിവ് കൊണ്ടും അതുപോലെ തന്നെ സ്നേഹം കൊണ്ട്, ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാത്ത തലത്തിലുള്ള സ്നേഹത്തിന്റെ അനുഭവങ്ങളും കടന്നു വരുന്ന ഒരു തലമുണ്ട്. ജലാലുദ്ദീൻ റുമിയെ വായിക്കുന്നവർക്കറിയാം, അവരൊക്കെ ആക്ച്വലി സ്പർശിച്ച് പറഞ്ഞു പോയിട്ടുള്ള സ്നേഹത്തിന്റെ തലം അതാണ്. ഈ ഒരു അവസ്ഥ ഉണ്ട്. ഇതിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ട ആൾ നമ്മുടെ ഹൃദയമാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഹൃദയത്തെ വായിക്കാൻ പഠിക്കണം, ഹൃദയത്തിന് വേണ്ട കാര്യങ്ങൾ വെച്ച് നിറയ്ക്കണം. ഇത്രയും നിറച്ചു കഴിഞ്ഞാൽ യുവർ ഹാർട്ട് വിൽ ബിക്കം യുവർ ഗൈഡ്. നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഗൈഡായിട്ട് മാറും. ഒരാളുടെ ഹൃദയം അവരുടെ ഗൈഡായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഹൃദയം എന്താ അവരെ ചെയ്യുക? ആ ഗൈഡ് അവരെ നേരെ സ്നേഹത്തിലേക്കും വെളിച്ചത്തിലേക്കും മാത്രം കൊണ്ടുപോകും. സ്നേഹത്തിലേക്കും വെളിച്ചത്തിലേക്കും മാത്രം കൊണ്ടുപോകും. അപ്പൊ നമ്മള് വിജയിക്കണം എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം തരാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയ വിജയമാണ്. ഏറ്റവും വലിയ വിജയം അത് നിങ്ങളുടെ സോളിന്റെ ഉള്ളിലുണ്ട്. ഏറ്റവും വലിയ വിജയം എന്താണ്? ഏതൊക്കെ തരത്തിലുള്ള സക്സസ് നേടിയാൽ ആ സക്സസിന്റെ പീക്കിലെത്തുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യണത്, അതാണ് വിജയത്തെ തീരുമാനിക്കുന്നത്, അല്ലെ? അപ്പൊ ചെറിയൊരു കുട്ടി റേസിൽ നടത്തി അല്ലെങ്കിൽ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു, സ്കൂളിൽ KG ക്ലാസ്സിൽ പങ്കെടുത്തു, ആ കുട്ടിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയപ്പോൾ, ഒരു പ്രൈസ് കിട്ടിയപ്പം ആ കുട്ടി വല്ലാണ്ട് മതിമറന്ന് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പം ആ കുട്ടിക്ക് വന്നത് ഒരു സക്സസ് തന്നെയാണ്. മറ്റൊരാൾ ഒരു ബിസിനസ് നടത്തിയിട്ട് അതിൽ 10 CR ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ്, ഒരു സക്സസ് ഉണ്ടായി. പക്ഷെ ആ സക്സസ് വന്നിട്ട് അദ്ദേഹത്തിന് ഇത്രയും സക്സസ് വന്നപ്പോ എന്റെ കോമ്പറ്റീറ്റേഴ്സ്, എന്നോട് അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാർ, എന്റെ ഇതിൽ അവരെന്ത് ചിന്തിക്കുക, അവരെന്നെ അപായപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ബിസിനസ്സിൽ സക്സസ് ആയിരുന്നുള്ളൂ, പക്ഷെ ആ സക്സസ് കൊണ്ട് അവരുടെ മൈൻഡിൽ ഒരു സക്സസും വന്നിട്ടില്ല ആക്ച്വലി എന്നുള്ളതാണ്. അപ്പൊ ആ കുഞ്ഞിന്റെ സക്സസ് ആണ് ഏറ്റവും വലിയ സക്സസ്. ദൈവം നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തലകൊണ്ട് നോക്കുന്നതിന് പകരം നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ആർക്കും ഏറ്റവും ഉന്നതിയിലുള്ള വിജയത്തിന്റെ അവസ്ഥ ഉണ്ട്. ആ വിജയത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് അറിവ് നേടലും, അറിവിന്റെ ഏറ്റവും വലിയ ആഴങ്ങളിലുള്ള അറിവ് നേടലും, ഏറ്റവും ആഴത്തിലുള്ള സ്നേഹം അനുഭവിക്കലാണ്. അത് ലഭിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭൂമിയെക്കാളും അവർ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഈ പ്രപഞ്ചം മുഴുവൻ അവർക്ക് സ്വന്തമാക്കിയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക.
അവർക്ക് ഒരിക്കലും ഈ ഭൂമിയിലുള്ള കാഴ്ചകളിലൊന്നും അവർ മതിമറന്നു പോകാതെ അതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് ഗ്രീഡ് തോട്ട് ഉണ്ടാവില്ല, അറ്റാച്ച്മെന്റ് തോട്ട് ഉണ്ടാവില്ല, പൊസസീവ് തോട്ട് ഉണ്ടാവില്ല. അപ്പോഴേക്ക് അവരെ ഹൃദയത്തിന്റെ രോഗങ്ങളൊക്കെ അവരെ വിട്ടു പോയിട്ടുണ്ടാവുന്നതാണ്. ഇതിലേക്കുള്ള തുടക്കം എവിടാണ്? ഇതിലേക്ക് എല്ലാറ്റിലേക്കുള്ള തുടക്കം റീഡ് വിത്ത് യുവർ ഹാർട്ട്. റീഡ് വിത്ത് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയം കൊണ്ട് വായിച്ചു തുടങ്ങുക, ഹൃദയം കൊണ്ട് കണ്ടു തുടങ്ങുക, ഹൃദയം കൊണ്ട് കേട്ടു തുടങ്ങുക. നമ്മൾ പറയാറുണ്ട്, കാണുന്നത് നമ്മൾ ഒന്നുകൂടി കണ്ടത് കൊണ്ട് മാത്രമല്ല, തല എന്തെങ്കിലുമൊക്കെ കാണിപ്പിക്കും, പക്ഷെ അത് എടുക്കുന്നതിന് മുന്നേ ഹൃദയം കൊണ്ടൊന്ന് നോക്കണം. പക്ഷെ നമ്മൾ ഹൃദയം കൊണ്ട് നോക്കുക എന്നതിന് പകരം, സ്നേഹം കൊണ്ട് നോക്കുക എന്നതിന് പകരം, ഹൃദയം കൊണ്ട് നോക്കുക എന്നതിന് പകരം നമ്മൾ കണ്ണുകൊണ്ട് എന്തെങ്കിലും കണ്ടാൽ തല കൊണ്ട് തന്നെ നോക്കുക. ജഡ്ജ്മെന്റൽ ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഹൃദയം കൊണ്ടല്ല നോക്കുന്നത്. ഓക്കെ, ജഡ്ജ്മെന്റൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക, എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നത്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക തല കൊണ്ട് നോക്കുമ്പോൾ. അതേ കണ്ട കാര്യം ഹൃദയം കൊണ്ട് നോക്കുമ്പോഴോ, ഇതെന്താ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതെന്താ എന്നോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഇതെന്താ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. അതാണ്. അപ്പൊ ഇത് ചിലൊരു പുസ്തകത്തിൽ വായിക്കും, ഇതെന്താ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി, ഓ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ചിന്ത വീണ്ടും തലകൊണ്ട് ചിന്തിക്കും, ഇതെന്താ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. തലകൊണ്ട് ചിന്തിച്ചാൽ ഇതെന്താ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വെച്ചാൽ അവൻ കണ്ടെത്തുന്ന മൊത്തം എന്തായിരിക്കും? നെഗറ്റീവ്സ് ആയിരിക്കും. ഇതെന്താ എന്നെ പഠിപ്പിക്കാൻ, ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല, ഇതാ എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. നോ, ഹൃദയത്തിന്റെ പാഠങ്ങളിൽ ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തലൊന്നുമില്ല. നന്മകൾ മാത്രം നമ്മൾ കാണുള്ളൂ, നന്മകളിലൂടെ മാത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അടുത്ത ചോദ്യം, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാല് ആൾക്കാർ നമ്മളെ പറ്റിക്കൂല. വെരി ഗുഡ്, അതും തലയുടെ ചിന്ത, അതും തലയുടെ ചിന്ത, അതും തലയുടെ. ആൾക്കാർ നമ്മളെ പറ്റിക്കൂലേ? ആൾക്കാർ നമ്മളെ പറ്റിക്കോ ഇല്ലേ എന്നുള്ളതല്ല, ആൾക്കാർ പറ്റിക്കുന്നതിന്റെ ചിന്തകൾ പോലും നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ അതിലേക്ക് നയിച്ചത്? ആ ചിന്ത കടന്നു വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ ഹൃദയത്തിന്റെ തലത്തിലേക്ക് എത്തിയാൽ എല്ലാവരും വിചാരം ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ കുറച്ചൊക്കെ നമ്മളൊന്നും ഇങ്ങനെയൊക്കെ ആവണ്ടേ, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ നമ്മളെ പറ്റിക്കൂല. ഞാൻ പറയും, ശരിയായിട്ടുള്ള ഹൃദയത്തിന്റെ തലത്തിലേക്ക് ഈ ലാംഗ്വേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് സൂചനകൾ തരും എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആരാണോ പറ്റിക്കാൻ വരുന്നത്, അവര് പറ്റിക്കാനാ വരുന്നത് നിങ്ങൾക്ക് അറിയും ചെയ്യാം. അവർക്ക് പറ്റിക്കാൻ വേണ്ടി പോലത്തിൽ നിങ്ങൾ ഇരുന്നാലും അവർക്ക് നിങ്ങളെ തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾക്ക് അറിയും ഇവരെന്തിനാ വന്നത്, ഇവരെ ഉദ്ദേശം എന്താന്നൊക്കെ അറിയും. നമ്മൾ ഉള്ളിൽ എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ നമ്മുടെ ഹൃദയം തുറന്നിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ നന്മയുടെ കാറ്റടിച്ചിട്ട്, ഹൃദയത്തിന്റെ വെളിച്ചം അടിച്ചിട്ട്, നമ്മളെ ഹൃദയത്തിലെ സ്നേഹത്തിന്റെ കാറ്റടിച്ചിട്ട് അവരുടെ ഹൃദയത്തിന് സത്യമാണ്. ഒരാൾ തല കൊണ്ടാ നമ്മളെ പറ്റിക്കാൻ പറ്റും, പക്ഷെ അവരുടെ ഹൃദയത്തിന് സത്യമാണ്. അവരുടെ ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ അവർ വഴിതെറ്റിപ്പോകും. ഇങ്ങനെയാണ് ഒരു സൈക്കോളജിക്കൽ ടാക്ടിക്സും ടെക്നിക്സും ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മളിലേക്ക് വരുന്നവരെ ഹൃദയം കൊണ്ട് കീഴടക്കാൻ നിങ്ങൾ പറ്റില്ല. ഹൃദയം കൊണ്ട് കീഴടക്കൽ, ഏറ്റവും വലിയ കീഴടക്കൽ ഹൃദയം കൊണ്ടാണ് നടക്കുക. അത് സ്നേഹം കൊണ്ടാണ് നടന്നിട്ടുള്ളത്, അല്ലാണ്ട് തല കൊണ്ടോ സ്ട്രാറ്റജീസ് കൊണ്ടോ ഒന്നുമല്ല നടന്നത്. ഏറ്റവും വലിയ കീഴടക്കലുകൾ നടന്നിട്ടുള്ളത് ഒരിക്കലും കീഴടങ്ങാത്ത തലകളെ ഹൃദയത്തിന് മുന്നിൽ കുമ്പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തിന് മുന്നിൽ സറണ്ടർ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്മ കൊണ്ട് മാത്രമേ സംഭവിച്ചിട്ടുള്ളത്. ആ തലമാണ് ഇന്ന് എല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ ലോകം മൊത്തം ഫേക്കാണ്. അതുകൊണ്ട് നമ്മളും കുറച്ച് ഫേക്ക് ആയിട്ട് നിന്നാലേ പറ്റുള്ളൂ ജീവിക്കാൻ. അവിടെ നമ്മൾ തോറ്റുപോയത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു സംഭവം നിങ്ങൾക്കൊന്ന് മാറി ചിന്തിച്ചിട്ട് നിങ്ങൾക്കൊരു ഡിഫറെന്റ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെയല്ല, ഇനി വരുന്ന തലമുറക്കെങ്കിലും അങ്ങനെയല്ല, ഇങ്ങനെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അവിടെയാണ് നമ്മൾ ഹൃദയത്തെ കേട്ടു തുടങ്ങേണ്ടതും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ട് വർക്ക് ചെയ്യേണ്ടതും. അപ്പൊ നോക്കിയേ, നിങ്ങളുടെ തലക്കും നിങ്ങളുടെ ആത്മാവിനും ഇടയിൽ ഒരു പാലമുണ്ട്. തലയിലേക്ക് ഉയർന്നു പോയി കഴിഞ്ഞാൽ, തലയുടെ ഇതിലേക്ക് നിങ്ങൾ ഉയർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷെ ഒരുപാട് കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാം, നേടിയെടുക്കാം. പക്ഷെ ആ നേടിയെടുക്കലും വെട്ടിപ്പിടിക്കലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് വല്ലാത്ത കഷ്ടപ്പാട് ഫീൽ ചെയ്യാം, വല്ലാത്തൊരു കഷ്ടപ്പാട്. ആ കഷ്ടപ്പാടിന്റെ അവസാനം നമുക്ക് ഉണ്ടാവുന്ന ഒരു ധാരണ എന്തായിരിക്കും വെച്ചാൽ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഞാൻ ഒരുപാട് നേടി, ഞാൻ എന്നൊരു സാധനം അവിടെ ബാക്കിയാവുന്നുണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ്? യു ആർ വർക്കിംഗ് വിത്ത് യുവർ ഈഗോ. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു കാര്യം, ഈ ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾക്ക് വലിയ എഫേർട്ട് ഒന്നും ഫീൽ ചെയ്യില്ല. നിങ്ങൾ പറയുകയാണെന്ത്, ഞാൻ ഒരുപാടൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ എന്റെ ഉദ്ദേശം ശുദ്ധിയാക്കി വെച്ചപ്പോൾ എന്നെ സഹായിക്കാൻ ഒരുപാട് പേര് വന്നു, അവര് എന്റെ വിജയത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു, അവരെല്ലാവരും ഉള്ളത് കൊണ്ട് ഞാൻ വിജയിച്ചു, അവരെല്ലാവരും എന്നെ സഹായിക്കാൻ വേണ്ടി വന്നു, അതുകൊണ്ട് ഞാൻ വിജയിച്ചു. അവിടെ ഞാൻ എന്നത് മാറിയിട്ട് നമ്മൾ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇനിയോ അതിൽ നിന്നും താഴോട്ടിറങ്ങി ആത്മാവിൽ നിന്നും പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എന്താ പറയാ? ആത്മാവിൽ നിന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അവര് ഞാന് അവര് അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല, നമ്മൾ എന്നതിനപ്പുറത്തേക്കും മാറിയിട്ട്
അവിടേക്ക് എത്തുമ്പോ ആത്മാവിന്റെ തലത്തിലേക്ക് എത്തിയിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലോകം മുഴുവൻ ഒരേ കരം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ കരമാണ് എനിക്ക് വേണ്ടി ഇതെല്ലാം ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. എന്നൊരാൾ തല്ലാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അവരെ പോലും സംവിധാനിച്ചത് ആ കരമാണെങ്കിൽ എനിക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അങ്ങനെ നമ്മള് സോൾ ലെവലിലേക്ക് നമ്മൾ എറിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ജസ്റ്റ് അനലൈസ് അറ്റ് വിച്ച് കോൺഷ്യസ്നെസ് യു ആർ ആക്ച്വലി വർക്കിംഗ് വിത്ത്. ഇഫ് യു ആർ വർക്കിംഗ് വിത്ത് യുവർ ഹെഡ് കോൺഷ്യസ്നെസ്, നോ ഡൗട്ട് നമുക്ക് ഒരു പ്ലാൻ കഴിഞ്ഞ അടുത്ത പ്ലാൻ, ആ പ്ലാൻ കഴിഞ്ഞ അടുത്ത പ്ലാൻ, നെക്സ്റ്റ് നമുക്ക് ഒരുപാട് പ്ലാനുകൾ വരും. പക്ഷെ ഈ പ്ലാനുകളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് അറ്റ് ദ എൻഡ് വെർ ഇസ് ദ ഹാപ്പിനെസ് എന്ന് ചോദിച്ചാൽ അത് ഇനി അടുത്ത പ്ലാൻ കഴിയുമ്പോൾ ആലോചിക്കാന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഹാർട്ട് ലെവലിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതല്ല അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാർട്ട് ലെവലിൽ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഐ എം ഹാപ്പി റൈറ്റ് നൗ, ഇപ്പം ഈ സെക്കൻഡിൽ ഞാൻ സന്തോഷമാണ്, ഞാൻ ഹാപ്പിയാണോ, വാട്ട് ഐ ഫീൽ റൈറ്റ് നൗ, ദാറ്റ് ഇസ് വാട്ട് ഐ എം. അതാണ് ഞാൻ എന്ന അവസ്ഥയിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയോ സോൾ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മൊമെന്റിലല്ല, എന്റെ മുന്നേ ഉള്ള കാലവും ഇപ്പോഴും ഇനി എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഫുൾ ഞാൻ ഹാപ്പി ആയി കഴിഞ്ഞു. എനിക്കിനി നാളെ എന്നുള്ളതിനെ കുറിച്ചൊരു പരാതി പോലും ഇല്ല. നാളെ ഇനിയിപ്പോ എന്നെ പിടിച്ചിട്ട് എന്താണ് വലിയൊരു എന്താ പറയാ വലിയൊരു ആഴത്തിലുള്ള മുറിവേൽക്കുന്ന അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടിട്ടാലും ഞാൻ അതിലും ഹാപ്പി കഴിഞ്ഞു. ഓൾറെഡി അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ആയി കഴിഞ്ഞു. കാരണം ഞാൻ ഹാപ്പിനെസ് മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ എന്നുള്ള അവസ്ഥ. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഔട്ടർ ഡയമെൻഷനാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഹാപ്പിനെസ് എന്റെ ഉള്ളിൽ തന്നെ വരാൻ തുടങ്ങി. എന്താണ് എന്റെ ഉള്ളിലെ ഹാപ്പിനെസ്? എന്റെ ഉള്ളിൽ തന്നെ ഞാൻ അറിവ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അറിവിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്തെല്ലാം രഹസ്യങ്ങളാണ് എന്റെ ആത്മാവിൽ നിന്നും എന്റെ ഹൃദയം ചോർത്തിയെടുത്ത് ഹാക്ക് ചെയ്ത് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൽ മതി മറന്നിരിക്കുകയാണ്. സ്നേഹം കൊണ്ട് ഞാൻ വീർപ്പ് മുട്ടാണ്. സ്നേഹിക്കാൻ ഒന്നുമില്ലാലോ, ചുറ്റിൽ ആരും ഇല്ലാലോ സ്നേഹം തരാൻ വേണ്ടിയിട്ട്, ആരും ഇല്ല. പക്ഷെ ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ ചവിട്ടുന്ന ഓരോ മണൽത്തരികളും എനിക്ക് നടക്കാൻ വേണ്ടിയിട്ട് സ്മൂത്ത് ആയി തരുന്നത് ഞാൻ കാണുമ്പം ആ മണൽത്തരികൾ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ അറിയാണ്. ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പം എന്റെ ചുറ്റിലുള്ള ചെടികൾ ഓരോന്നും എനിക്ക് വേണ്ട ഓക്സിജൻ സംവിധാനിച്ച് എനിക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊക്കെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കല്ലേ. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനി ഇതിൽ കൂടുതൽ ഹാപ്പിനെസ് എനിക്ക് വരേണ്ടതായിട്ടില്ല. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേക്ക് എന്റെ ചുറ്റിലും മൂടപ്പെടുന്ന മഞ്ഞ് എനിക്ക് നല്ല തണുപ്പ് ഒരുക്കി തരുമ്പം, സൂര്യൻ ഉദിക്കുമ്പോൾ അത് നല്ല കാഴ്ച എനിക്ക് ഒരുക്കി തരുമ്പം, മുകളിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുമ്പോൾ അവരെനിക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തതായിട്ട് കാണുമ്പോൾ, കാരണം ഞാനേ ഇവിടെ ഒരു സത്യമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം നിത്യമാണ്, ബാക്കി എല്ലാവരും മരണപ്പെട്ടു. പക്ഷെ എന്നെന്നും ഇവിടെ നിലനിൽക്കുന്ന ഞാനും ആ ക്രിയേറ്ററും മാത്രമാകുമ്പോൾ ഞാൻ എന്നെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. എല്ലാറ്റിലും എനിക്ക് വേണ്ടി സംവിധാനിച്ച അനുഗ്രഹങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പം നാളെ എന്ത് സംഭവിച്ചാലും മറ്റന്നാൾ എന്ത് സംഭവിച്ചാലും ആര് വിട്ടേച്ചു പോയാലും ആരും വന്നിട്ടില്ലെങ്കിലും നോ പ്രോബ്ലം അറ്റ് ഓൾ. ഐ സ്റ്റാർട്ടഡ് ലിവിങ് മൈ ലൈഫ് ബൈ എക്സ്പീരിയൻസിങ് മൈ സെൽഫ്. എന്നെ തന്നെ അനുഭവിച്ച് ആസ്വദിച്ച് മധു നുകർന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. അതാണ് ആക്ച്വലി സോൾഫുൾനെസ്. ഇവിടെ എന്തേ സംഭവിക്കുന്നുള്ളൂ, ഒരാൾ സോൾഫുൾനെസ് സ്റ്റേറ്റിൽ എവിടെ പോയിരിക്കുന്നു ആ സറൗണ്ടിങ് മൊത്തം അവർ ആ സോൾ എനർജി കൊണ്ട് ഹീൽ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ജലാലുദ്ദീൻ റുമി പറഞ്ഞത്, എവിടെ പോയാലും നിങ്ങൾ അവിടുത്തെ എന്തായിട്ട് മാറണം, ആത്മാവായിട്ട് മാറണം. അവിടുത്തെ ആത്മാവാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളെ ആത്മാവിനെ സ്പർശിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് ഒന്നും വേണ്ടാത്ത, അതല്ലേ നോൺ അറ്റാച്ച്മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് വെറുതെ ത്യജിക്കലല്ല. ചിലർക്ക് ത്യജിക്കാന്ന് പറഞ്ഞാല് വേണ്ടാന്ന് വെക്കലാണ് വിജയം എന്ന് പറയുമ്പോൾ തലേന്നും ത്യജിക്കുക, അപ്പൊ എനിക്ക് ത്യജിച്ച വേദന ഉണ്ട്. ഇത് ത്യജിക്കലല്ല, ഉള്ളിലേക്ക് അനുഭവിച്ച് ലയിച്ച് ചേർന്ന് അറിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചുറ്റിലുള്ള ഒന്നിനാലും നിയന്ത്രിക്കപ്പെടുന്നില്ല. നമ്മൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അതാണ് ആക്ച്വലി ആത്മീയ ലഹരി എന്നൊക്കെ നമ്മൾ പറഞ്ഞൊരു സാധനം. അല്ലാണ്ട് തല കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് ആത്മീയ ലഹരി ഉണ്ടാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പരിപാടിയല്ല. ദിസ് ഈസ് സോൾഫുൾനെസ്. അങ്ങനെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുള്ള എല്ലാം നിങ്ങളുടെ ആ സോൾഫുൾനെസ് എക്സ്പീരിയൻസിനാൽ ഹീൽ ചെയ്യപ്പെടും. നിങ്ങളിലേക്ക് ആരൊക്കെയോ നിങ്ങൾ പോലും അറിയാതെ ഒരു തണൽ മരത്തിന്റെ തണലിലേക്ക് പക്ഷികളെ ആകർഷിക്കുന്നത് പോലെ, അതിലൂടെ എവിടേക്കോ കടന്നു പോകുന്ന ആൾക്കാരെ ആകർഷിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു. കാരണം എന്താണ്, അവരെല്ലാവരും അവർ തേടി നടക്കുന്ന ജലം, അവരെ ദാഹം ശമിപ്പിക്കാനുള്ള ജലം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അവർ തിരിച്ചറിയും. നിങ്ങൾ ആരെയും പിറകെ പോകേണ്ടി വരില്ല. നിങ്ങൾ ഒന്നും ചെയ്യാതെ എവിടെ പോയിരുന്നാലും ആളുകൾ നിങ്ങളിലേക്ക് ഇങ്ങനെ വന്നു കൂടും. കാരണം എന്താ, അവർ പോലും അറിയാതെ ഏതൊക്കെയോ ഹൃദയത്തെ സ്പർശിച്ച്, ഏതൊക്കെയോ നിമിഷങ്ങളിൽ ഹൃദയത്തെ സ്പർശിച്ചവര് ഒരു മോഡൽ കാണിച്ചു തരാൻ വേണ്ടി നിങ്ങളിലേക്ക് അവരെ എത്തിക്കും. ഇതാ ഇങ്ങനെയാണ് സംഭവം എന്നൊരു മോഡൽ ഞാൻ തേടി അത് ഇതാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി അവരുടെ ഹൃദയം അവരെ കൈപിടിച്ചു കൊണ്ടുവന്ന് അനുഭവിപ്പിച്ചുവിടും. ഇതാണ് ആ സംഭവം, മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾക്കകത്തുള്ള വെളിച്ചത്തിലേക്കും നമ്മൾക്കകത്തുള്ള സ്നേഹത്തിലേക്കും നമ്മൾ ചേർന്നിരിക്കുമ്പോൾ നമ്മളിലേക്ക് മാത്രമല്ല നമ്മൾ ചേരുന്നത്, അത് തേടി നടക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരിലേക്കെല്ലാം നമ്മൾ ചേർക്കാണത്.
അവർ പോലും അറിയാതെ ചേർക്കാണ്. ഇങ്ങനെ മറ്റുള്ളവരുടെ ദാഹത്തിന്റെയും വിശപ്പിന്റെയും ശമനമാണ്. എല്ലാവരുടെ തലക്ക് ഉള്ള ദാഹവും ശമനം വെള്ളം കുടിച്ചാൽ തീരും, ഭക്ഷണം കഴിച്ചാൽ തീരും. അത്രേ ഉള്ളൂ അല്ലെ? അത്രേ ഉള്ളൂ. ഹൃദയത്തിന്റെ ദാഹം തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിന്റെ ദാഹം തീരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രാലിറ്റി, നാച്ചുറാലിറ്റി, ക്യൂരിയോസിറ്റി, ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ കൊടുത്ത്, പേഷ്യൻസ് ഒക്കെ കൊടുത്ത്, കാംനെസ് ഒക്കെ കൊടുക്കുമ്പോൾ ഹൃദയത്തിന്റെ ദാഹം തീരുള്ളൂ. ഈ ദാഹം തീർന്നാലും ആത്മാവിനൊരു ദാഹം കിടക്കുന്നുണ്ട്. ആത്മാവിന്റെ ദാഹം തീരണമെങ്കിൽ വെളിച്ചവും സ്നേഹവും അനുഭവിക്കണം. അതാണ് അതിന്റെ ദാഹം. അതുകൊണ്ടാണ് എന്തൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ നേരിടും, എന്തോ ഒന്ന് മിസ് ചെയ്യുന്നു, എന്തോ എന്നാലും എന്തോ ഒന്നിന്റെ ഒരു കുറവുണ്ട്. ആക്ച്വലി ഇതൊക്കെ ഫുൾഫിൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അകത്തൊരു സംഭവമുണ്ട്. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി പറയുമ്പോൾ അവിടെ പറയാറുണ്ട്. സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി പഠിപ്പിക്കുമ്പോൾ അവിടെ പ്രത്യേകം പറയാറുണ്ട്, നമുക്ക് ഒരുപാട് നീഡ്സ് ഉണ്ട്. മാസ്ലോസ് ഹൈറാർക്കിയിൽ അത് വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് നീഡ്സ് ഉണ്ട്. ഫിസിക്കൽ നീഡ്സ്, സെക്യൂരിറ്റി നീഡ്സ്, നമുക്ക് കൂര വേണം, ഭക്ഷണം വേണം, ഇങ്ങനത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് എന്താ വേണ്ടത്? ഒക്കെ ആയിക്കഴിഞ്ഞു പിന്നെ എന്താ? അപ്പൊ എനിക്കിതൊന്നല്ല, ഇതൊക്കെ അല്ലാത്ത വേറെന്തോ എനിക്ക്. അത് നമ്മളായിരുന്നു ഒരു വീടായ സമാധാനം, ഒരു ജോലിയായ സമാധാനമായി, അല്ലലില്ലാണ്ട് ജീവിക്കാൻ പറ്റിയ സമാധാനം. ഇതൊക്കെ ആയിട്ട് ആവുന്നില്ലല്ലോ. അതാവുമ്പോ സന്തോഷിക്കുന്നുണ്ട്, ഇവിടെ സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്തുകൊണ്ട് കിട്ടുന്നില്ല? അപ്പൊ ചിലർ പറഞ്ഞോണ്ടിരിക്കും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കല് പോസിബിൾ ആവുന്ന കാര്യമല്ല. നിങ്ങൾ പുറത്തെ കാര്യങ്ങളിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അത് പോസിബിൾ ആവുന്ന കാര്യമല്ല. എന്നാൽ ഇതൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പി ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അകത്തേക്ക് ബന്ധിപ്പിച്ചിരിക്കുകയാണ്, നിങ്ങൾ അകത്തേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സോൾ ലെവലിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന ആൾക്കാർ. ഇപ്പൊ എല്ലാവർക്കും സ്വയത്തെ അറിയാനുള്ള ഒരു ദാഹം കിടക്കുന്നുണ്ട്. അത് ഫുൾഫിൽ ചെയ്യപ്പെടുമ്പോഴാണ് സെൽഫ് ആക്ച്വലൈസേഷൻ, ഞാൻ എന്ത് എന്ന തിരിച്ചറിവ്. അത് കിട്ടുമ്പോഴാണ് ഒരാളുടെ ദാഹം പരിപൂർണമായിട്ട് ശമിക്കുന്നത്. അത് കിട്ടണമെങ്കിൽ ഹെഡ് ടു ഹാർട്ട്, ഹാർട്ട് ടു സോൾ, അങ്ങനെ ഒരു യാത്രയുണ്ട്. ആ യാത്ര നമ്മൾ പോകണം. അവിടെയാണ് ആ ചോദ്യം ബാക്കിയാണല്ലേ. ആ ചോദ്യം ബാക്കിയാക്കിയിട്ട് ഞാൻ നിർത്താം. ആ ചോദ്യം പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മുടെ സമയം കുറച്ച് പോയിട്ടുണ്ട്. ആക്ച്വലി കുറച്ച് ലേറ്റ് ആയത് ഇവിടെ എനിക്കറിയാം, യു ആയതുകൊണ്ട് ഇവിടെ കുറച്ച് ലേറ്റ് ആവും. അവിടുത്തെ സമയത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നേരത്തെ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടായതോ എനിക്ക് വീഡിയോയിൽ വരാൻ പറ്റില്ല. അപ്പൊ ആ ഒരൊറ്റ ചോദ്യം ആണ് ഇവിടെ ബാക്കിയാണ്. ആ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. then it's your time. ഇതേ ചോദിക്കുന്നുള്ളൂ, എപ്പോഴാണ് എന്റെ സുഹൃത്തെ, എന്റെ മോനെ, എന്റെ കുഞ്ഞെ നീ നിന്റെ അകത്തേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാം? when will you start that long journey into your soul? നിന്നിലേക്കുള്ള ഒരു യാത്രയല്ലേ, നിന്നിലേക്കുള്ള ഒരു യാത്ര. എല്ലാരും പറഞ്ഞു, സൃഷ്ടാവായ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ ഞാൻ നിന്നിലേക്കുള്ള യാത്ര എപ്പം തുടങ്ങും? എനിക്ക് നിന്നിലേക്കൊരു യാത്ര വരാനുണ്ട്. ആ യാത്ര ഞാൻ എപ്പം വരും? എല്ലാവരും വിചാരം മരണത്തിന് ശേഷം ദൈവത്തിലേക്കുള്ള യാത്ര എന്നുള്ളതാണ്. മരണത്തിന് മുന്നേ ഒരു മരണം സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഡൈയിങ് ബിഫോർ ഡൈയിങ്. അതേതാണ്? മരണത്തിന് ശേഷം ദൈവത്തിലേക്ക് പോകുന്നതിന് മുന്നേ, മരണത്തിന് മുന്നേ നീ നിന്നിലേക്കൊന്ന് പോകണം, നിന്നിലേക്കൊരു യാത്ര നടത്തണം, നിന്റെ ഉള്ളിലേക്കൊരു യാത്ര നടത്തണം. when will you start that long journey into your soul, into you to you എന്ന് പറഞ്ഞ പോലെ അതെപ്പോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും? ഇത്രയും അത്ഭുതങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന, നിങ്ങൾ തേടുന്ന എല്ലാ രഹസ്യങ്ങളുടെയും ഉത്തരം ഉറങ്ങിക്കിടക്കുന്ന, നിങ്ങൾ തേടി നടക്കുന്ന സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാറ്റിന്റെയും ആഴങ്ങൾ മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന, നിങ്ങൾക്ക് ഏതൊരു വ്യക്തി തന്നാലും തീരാത്ത സ്നേഹമാണ്. ആര് തന്നാലും, എങ്ങനെയൊക്കെ കിട്ടിയാലും നമുക്കൊരു പോയിന്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മടുത്തു തുടങ്ങിയേക്കാം. പക്ഷേ ആര് തന്നാലും തീരാത്ത, നിങ്ങൾക്ക് മാത്രം ഇൻഫൈനൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് നുകരാൻ പറ്റുന്ന ഒരു സ്നേഹവും അറിവും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അറിവിന്റെ കലവറ നിങ്ങൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. കുഞ്ഞിന്റെ ആ ഹൃദയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം പഠിച്ചെടുത്തു, ഒരാളും പഠിപ്പിച്ചു തരാതെ, ഒരു ടീച്ചറും ഇല്ലാതെ നിങ്ങൾ പഠിച്ചില്ലേ? നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു, ഒരു ടീച്ചറും ഇല്ലാതെ സ്കൂളിൽ പോയി പഠിച്ചതിനേക്കാളും എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം ആർജിച്ചെടുത്ത എന്തെല്ലാം കഴിവുകളുണ്ട്. ആ കഴിവുകളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടേ. ആ കഴിവുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാകപ്പെട്ട ഒരു ഹൃദയവും അതിലേക്ക് നിങ്ങൾക്ക് നയിച്ചു തരാൻ പറ്റുന്ന, രഹസ്യങ്ങൾ തുറന്നു തരാൻ പറ്റുന്ന ഒരു ആത്മാവിന്റെ കലവറയും ഒരു ട്രഷർ ഹൗസും നിങ്ങൾക്കുള്ളിലുണ്ടെങ്കിൽ ആ യാത്രയിലേക്ക് നിങ്ങൾ എപ്പോഴാ കടന്നു പോവാ? തിരിച്ചു പോകണം. എങ്ങോട്ട്? നിങ്ങളുടെ കുഞ്ഞുനാളിലേക്ക് തിരിച്ചു പോകണം. നിങ്ങൾ എവിടെ തുടങ്ങി അവിടേക്ക് തന്നെ തിരിച്ചു പോകണം. അപ്പയാ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു കിട്ടാം. നിങ്ങൾ ഇവിടെ വന്നത് ആ കഴിവ് കൊണ്ടായിരുന്നു. ആ കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നത് എന്തിനായിരുന്നു? നിങ്ങൾ തലയിലേക്ക് ഇറങ്ങി വന്ന് തല കൊണ്ട് ചിന്തിച്ചിട്ട് ഈ ഭൂമിയെ കുട്ടിച്ചോറാക്കാനല്ല. ദൈവം ആ കഴിവ് നിങ്ങൾക്ക് തന്നത് എന്തിനായിരുന്നു? നിങ്ങൾക്ക് ദൈവം ആ കഴിവ് തന്നിട്ടുള്ളത് ആ സൂചനകളും കാര്യങ്ങളും വെച്ച് മുകളിലോട്ട് കയറുന്നതിന് പകരം താഴോട്ടൊന്ന് ഇറങ്ങാനായിരുന്നു. മുകളിലോട്ട് പോകുന്നതിന് പകരം നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ഇറങ്ങാനായിരുന്നു. പുറത്തേക്ക് പോകുന്നതിന് പകരം നിങ്ങൾക്കുള്ളോട്ട് തന്നെ ഒന്ന് ഇറങ്ങി ചെല്ലാനായിരുന്നു. അത് താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ആ ഹൃദയ തലം കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒന്നുകിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കണ്ണും ഈ കാതും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം?
അതേ കണ്ണും കാതും ഈ ഹൃദയം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അകത്തേക്കും പോവാം. ഇതിൽ നമ്മൾ പലപ്പോഴും ചൂസ് ചെയ്തത് പുറത്തേക്കുള്ള യാത്ര ആയതുകൊണ്ട് നമ്മൾ പുറത്ത് നോക്കിയിട്ട് കമ്പയർ ചെയ്യാനും ജലസ് ആകാനും ആക്രമിക്കാനും കുറ്റം പറയാനും ഏഷണി പറയാനും പരദൂഷണം പറയാനും ഒക്കെ നമ്മൾ ശീലിച്ചു. ഗ്രീഡി ആവാനും ഒക്കെ നമ്മൾ ശീലിച്ചു. കമ്പയർ ചെയ്യാൻ ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്തു, ശീലിച്ചു പുറത്തേക്ക്. അതിന് പകരം ഇതെല്ലാം വെച്ചുകൊണ്ട്, ഈ കാണുന്ന കാഴ്ചകളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഒന്ന് അകത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ ഇതേ ഹൃദയം തന്നെ നമുക്ക് അത്ഭുതങ്ങളുടെ കലവറ കാണിച്ചു തരുമായിരുന്നു. ഇനിയും സമയം വൈകിട്ടില്ല. ഇപ്പൊ ഇത് അറിയാനെങ്കിലും കേൾക്കാനെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും നമുക്ക് ആ യാത്ര ഒന്ന് തുടങ്ങിക്കൂടെ? നമ്മുടെ അകത്തേക്കുള്ള ഒരു യാത്ര, ആ അത്ഭുതങ്ങൾ അറിയാനുള്ള, അത് അനുഭവിക്കാനുള്ള ഒരു യാത്ര. ഈ ചുറ്റിലുള്ള ഈ എന്തെല്ലാം കാഴ്ചകൾ ശരിക്ക് നമുക്ക് സ്നേഹത്തിന്റെയും അറിവിന്റെയും ആഴങ്ങളിലേക്ക് മാത്രം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്തൊരു രസമായിരിക്കും എന്നറിയോ. ഈ ലോകത്തിൽ ആരും ഇല്ലെങ്കിലും നമുക്ക് നമ്മൾ ഉണ്ടാകുന്ന അവസ്ഥ, നമുക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്ന അവസ്ഥ, നമ്മൾക്ക് കൂട്ടിന് ഈ മണൽത്തരികളും ഈ മണൽത്തരികളോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും ഈ ഓരോ മണൽത്തരികളും നമ്മളെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു അവസ്ഥ. എപ്പോഴാണ് നമ്മൾ ആത്മാവിലേക്ക് ചേരുമ്പോൾ നമ്മൾ അറിയും ഈ ഓരോ മണൽത്തരികളും ഓരോ സൂര്യകിരണങ്ങളും നമ്മളെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു അവസ്ഥ. കാരണം എന്താണ്? വി ആർ ദ ഗ്രാൻഡ് ക്രിയേഷൻ ഓഫ് എ ഗ്രാൻഡ് ക്രിയേറ്റർ. വി ആർ ദ ഗ്രാൻഡ് ക്രിയേഷൻ ഓഫ് എ ഗ്രാൻഡ് ക്രിയേറ്റർ എന്ന് നമ്മളെ സ്മരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ചുറ്റുമുള്ള ഓരോ കാഴ്ചകളും. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിന്നും അറ്റ്ലീസ്റ്റ് അതിലേക്കുള്ള ഒരു അവയർനെസ് എങ്കിലും, അതിലേക്കുള്ള ഒരു ത്രെഡ് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തലയിലേക്ക് കയറിപ്പോകുമ്പോൾ വീണ്ടും ഒന്ന് ഹൃദയത്തിൽ വന്ന് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് തന്നെ വീണ്ടും കയറി പോകാനുള്ള ഒരു ഊർജം കിട്ടലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എനിവേ എന്താണ്, താങ്ക് യു സോ മച്ച്. എസ്പെഷ്യലി ഇന്ന് ഇത്രയും സമയം ലൈറ്റ് ആയിട്ട് ഇത്രയും സമയം നിങ്ങൾ ഇരുന്നതിന്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ടേക്ക് അവേസ് വരാം. എനിവേ ബുക്ക് നമ്മളുടെ വന്നിട്ട് ഇതൊരു ബിഗിനിങ് ആണ്. ഹൺഡ്രഡ്സ് ഓഫ് ബുക്സ് ആക്ച്വലി ഐ ഹാവ് പ്ലാൻഡ് ടു റൈറ്റ്. നമ്മൾ അതിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഒരുപാട് കണ്ടന്റുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു ജസ്റ്റ് ബിഗിനിങ് ആണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചെന്നുള്ളത് മാത്രമാണ്. മെനി മോർ ടു കം. കാരണം ഈ വിസ്ഡംസ് എല്ലാം ഗ്ലോബലി ഒരുപാട് കൊടുക്കാനുള്ള. കുറെ പേര് മലയാളം പുസ്തകം ചോദിച്ചിട്ട് മലയാളം നമ്മൾ പെട്ടെന്ന് വർക്ക് ചെയ്ത് ഇറക്കും. ഇംഗ്ലീഷും മലയാളം ആയിട്ട് തന്നെ നമ്മൾ ബുക്സ് ഒക്കെ ഇനി വരാൻ വേണ്ടി പോകുന്നു. ബുക്സ് ഒരുപാട് വരാനുണ്ട് ആക്ച്വലി. അപ്പൊ കീപ് ഓൺ സപ്പോർട്ടിങ്. നിങ്ങളുടെ ഈ സപ്പോർട്ടൊക്കെ ഇനിയും തന്നുകൊണ്ടിരിക്കുക. ഈ കിട്ടിയ ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിൽ എവിടെയൊക്കെ ഒരു വരിയോ ഒരു വാക്കോ ഒരു ചിന്തയെങ്കിലും ചിലപ്പം ഏതെങ്കിലും വരണ്ട മരുഭൂമിയിൽ പച്ചപ്പ് ഉണ്ടാകാൻ അതൊരു കാരണമായിട്ട് മാറുകയാണെങ്കിൽ, അല്ലെ, ഏതെങ്കിലും വരണ്ട് കിടക്കുന്ന ഹൃദയങ്ങൾക്ക്, അല്ലെ, ഉണങ്ങിക്കിടക്കുന്ന മരുഭൂമിയിൽ പച്ചപ്പ് കണ്ടെത്തുന്നത് പോലെ എവിടെങ്കിലും അതൊരു വരണ്ട മരുഭൂമിയിൽ ഒരു പച്ചപ്പ് ഉണ്ടാവാനോ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കിട്ടുന്നത് പോലെ ഒരു കാരണമായിട്ട് മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പലരിലേക്ക് എത്തേണ്ടത് ആവശ്യമാണ്. ഐ നോ, യു ഓൾസോ നോ. അപ്പൊ നിങ്ങളുടെ ഈ സപ്പോർട്ടുകളൊക്കെ ഇനി നമുക്ക് തന്നോണ്ടിരിക്കുക. വി ആർ ഇൻ എ ഹ്യൂജ് മിഷൻ. നമ്മൾ വലിയൊരു മിഷനിലാണ്. നമ്മൾ എവിടെ എത്തിയിട്ടില്ല. ഇതൊന്നുമല്ല ടീം ഏരിയൻ ടോക്സ്. നമ്മൾ പറയുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തുടങ്ങുമ്പോൾ പറഞ്ഞതൊക്കെ എത്രയേ ഉള്ളൂ. വി ഹാവ് ടു എക്സ്പ്ലോർ ദിസ് വേൾഡ് ബൈ ഷെയറിങ് അവർ ഫ്ലെയിം. നമ്മുടെ കയ്യിലൊരു ഫ്ലെയിം ഉണ്ട്. ഈ അറിവ് അകത്തേക്ക് പോയി അതിൽ നിന്നും ഒരാളോടും പരാതി പറയാതെ, ഒരാളോടും കുറ്റം പറയാതെ, ഒരാളോടെന്ന് പറഞ്ഞാൽ സ്വയത്തെയും കുറ്റപ്പെടുത്താതെ, ചുറ്റുള്ളവരെയും കുറ്റപ്പെടുത്താതെ, ഈ ഭൂമിയെയും കുറ്റപ്പെടുത്താതെ, ഈ ഭൂമിയെ സൃഷ്ടിച്ചവനെയും കുറ്റപ്പെടുത്താതെ, ആരെയും കുറ്റം പറയാതെ, ഒരാളെ കുറിച്ചും കുറ്റങ്ങൾ പറയാതെ, ഒന്നും പറയാതെ, നമ്മൾക്കകത്തു നിന്ന് തന്നെ നമുക്ക് വേണ്ടിയ സൊല്യൂഷൻസും നമുക്കകത്തു നിന്ന് തന്നെ എല്ലാവരിലെ നന്മയെ കാണാനും കൊടുക്കാനും പറ്റുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു ലോകം. അത് എത്രത്തോളം ആളുകളിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണോ അത്രയും ആളുകളിലേക്ക് എത്തിച്ചിട്ട് അവരെ അങ്ങനെ ആക്കിയെടുക്കുന്ന അവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്ത് കൊണ്ടുവരാൻ നമ്മുടെ വിഷൻ തന്നെ. വി ഹാവ് എ ഗ്ലോബൽ വിഷൻ, ആക്ച്വലി യൂണിവേഴ്സൽ വിഷൻ. അപ്പൊ അതാണ് നമ്മുടെ വിഷൻ. അതിന്റെ ഭാഗമായിട്ട് ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. ഇനി വി ഹാവ് മൈൽസ് ടു ഗോ. ഓൾവേസ് വി സേസ് വി ഹാവ് മൈൽസ് ടു ഗോ. മില്യൺസ് ആർ വെയിറ്റിംഗ്. എനിവേ, താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഗൈഡ്. ശരിക്കും പറഞ്ഞപ്പോ സംസാരിക്കാൻ പോലും തോന്നുന്നില്ല ഇനിയിപ്പം. എന്നാലും വി ഹാവ് ടു ഷെയർ ദ എക്സ്പീരിയൻസ്. അപ്പോ ഇങ്ങനെ മനസ്സൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞ മരുഭൂമിയിൽ ഒരു മഴ പെയ്ത പോലെ തന്നെ ഒരു സുഖമാണ് ഇപ്പൊ മനസ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ഗൈഡ് ഫോർ ദ ബ്യൂട്ടിഫുൾ സെഷൻ. ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലിങ്ങനെ ഓരോന്ന് കത്താണ്. ഒരു ശരിക്കും ഒരു ഹാർട്ട് ടച്ച് ചെയ്താലുള്ള ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഓരോ വിസ്റ്റം പറയുമ്പോഴും ഇങ്ങനെയാണല്ലേ, ഇങ്ങനെയാണല്ലേ അത് ചെയ്യേണ്ടത്, അത് മനസ്സിലായി. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്,
നമ്മൾ എന്ന് പറയുന്ന സെൽഫിന്റെയും നമ്മൾ എന്ന് പറയുന്ന ആത്മാവിന്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ്, ഒരു സ്റ്റേഷനാണ് ഈ ഹാർട്ട് എന്ന് പറയുന്നത്. ആ ഹാർട്ട് പ്യൂരിഫൈ ചെയ്ത ഒരു സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ എല്ലാം നന്നായി. ആത്മാവിന്റെ തലം ഓൾറെഡി ഡിവൈനഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്പേസ് ആണ്. നമ്മളുടെ സെൽഫാണ് നമ്മളെപ്പോഴും പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ രണ്ടിന്റെയും ബിറ്റ്വീൻ ഉള്ള ഈ ഒരു ഹാർട്ട് സ്റ്റേഷൻ, അവിടാണ് ആക്ച്വലി നമ്മളുടെ ഗോഡ് അല്ലെങ്കിൽ നമ്മളുടെ ക്രിയേറ്റർ വസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലാണെന്ന് പറയും. ഹൃദയത്തിലേക്കാണ് നിങ്ങളുടെ ദൈവം നോക്കുന്നത്, അവിടാണ് നിങ്ങൾ വസിക്കുന്നതെന്ന് പറയും. അപ്പൊ ആ ഹൃദയം നമുക്ക് എപ്പോഴും പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാന്നുണ്ടെങ്കിൽ ആക്ച്വലി അതിലല്ലേ കാര്യം. ഇപ്പം ഇന്നത്തെ മോർണിംഗ് മെഡിറ്റേഷനിൽ നമ്മൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഹാർട്ട് പ്യൂരിഫിക്കേഷനിലൂടെയാണ്. ആ ഹൃദയം നമ്മൾ ആ ഒരു പളുങ്ക് പോലെ ഉള്ള ഒരു സംഭവത്തിന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നതാണ് ആക്ച്വലി അതിന്റെ ഒരു യഥാർത്ഥമായ പ്രോസസ് എന്ന് പറയുന്നത്. ഇപ്പൊ കൈയുടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു സംഭവമുണ്ട്, ഫിലോസഫർ സ്റ്റോൺ. ആൽക്കമിസ്റ്റിന്റെ ഒക്കെ കയ്യിലുള്ള ആൽക്കമി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള ആൽക്കമി ആക്ച്വലി എന്താണ്? നമ്മളുടെ ഹൃദയമാണ് നമ്മളുടെ ആൽക്കമി. നമ്മളുടെ കയ്യിലുള്ള ആ ഒരു ഫിലോസഫർ സ്റ്റോൺ അല്ലെങ്കിൽ ആ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ ഹൃദയമാണ്. അത് നമ്മൾ എവിടെയോ പോയിട്ട് കണ്ടെത്താൻ പോകുന്ന ഒരു സംഭവമല്ല, അത് നമ്മളുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ളതാണ്. അതിപ്പോ കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? മൈൻഡിൽ കുറെ ഇംപ്യൂരിറ്റീസ് ഉള്ളതുകൊണ്ട്. ഇറ്റ് ഈസ് കവേർഡ് വിത്ത് ഡേർട്ട് ആൻഡ് ഡസ്റ്റ്. അതിനെ നമ്മൾ സ്പർശിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പറഞ്ഞ പോലെ ആ യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഹൃദയത്തിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ബ്ലാക്ക് സംഭവങ്ങളെല്ലാം പോയിക്കോളും. ഓട്ടോമാറ്റിക്കലി യു ക്യാൻ സീ ദ ഗോഡ് ഇൻ യുവർ സെൽഫ്. നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. So thank you so much, Guide, for the beautiful session, for touching the heart. നേരത്തെ കൂടെ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ നമുക്ക് എന്താണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇറ്റ്സ് ആക്ച്വലി ദ വേർഡ്സ് ദാറ്റ് ടച്ച് അവർ സോൾ ആൻഡ് ഹാർട്ട്. നമ്മൾ ഹൃദയത്തെ സ്പർശിക്കുന്ന വാക്കുകളാണ് ഗൈഡ് ഇവിടെ തരുന്നത് നമുക്കുള്ള വിരുന്ന് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു heartful session and more of a soulful session. Thank you so much, Guide, for sharing that. അപ്പൊ ജസീറ is here to share her experience. ജസീറ, ഹൃദയം തുറന്ന് സംസാരിക്കും. ബിഫോർ ദാറ്റ്, 1 minute, നമ്മൾ ഷാജിക്ക ഉണ്ട്. നേരത്തെ പറഞ്ഞായിരുന്നു ഗൈഡിനെ അസിസ്റ്റ് ചെയ്യാനും ഗൈഡിനെ അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഷാജി സാർ ആണ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ സാറ് നമ്മളോട് ഇപ്പം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വരുന്നുണ്ട്. വിത്ത് എ വാം ഹാർട്ട് ഐ വെൽക്കം ഷാജി സർ. ഹലോ. ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാനിങ്ങനെ ആദ്യമായിട്ട് ലൈവായിട്ട് ഇങ്ങനെ ഗൈഡിന്റെ സെഷൻ ഇങ്ങനെ കേട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും മരുഭൂമിയിലുള്ളത്. ഭയങ്കര രസമായിട്ട് ഗൈഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൈഡ് ചെറുതായിട്ടൊക്കെ ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് കാണിച്ചെന്ന്. ഇന്നലെ രാത്രി മുതൽ പാട്ടും കുറെ വിസ്ഡംസും അതേപോലെ ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാവിലെ വരെ അങ്ങനെയായിരുന്നു. ഇന്നിപ്പോ രാവിലെ എന്താ പറയാ, വല്ലാത്തൊരു മൂഡിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അൽക്കുതിരയിലാണ് ഉള്ളത്. ഭയങ്കര രസകരമായ ക്ലൈമറ്റും നല്ല തണുപ്പും ഒരു പ്രത്യേക വൈബിലാണ് ഉള്ളത്. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളിങ്ങനെ ഒരു സൈഡിലിരിക്കുന്നു. ആളുകളെല്ലാം അവരുടേതായ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നു. എല്ലാവരും സന്തോഷം കിട്ടാൻ വേണ്ടി സത്യത്തിലൂടെ വന്നിട്ടുള്ളത്. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കണ്ടായി എന്താണ് സന്തോഷം എന്നുള്ളത്. ഞാൻ ഇന്നലെ ഗൈഡിനോട് പറഞ്ഞു, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പാവപ്പെട്ടവരാണ് ഇങ്ങനെ റോഡിന്റെ സൈഡിലൊക്കെ കിടക്കുക. ഇവിടെ കാശുള്ളവരാണ് റോഡിന്റെ സൈഡിൽ ഇങ്ങനെ മരുഭൂമിയിലൊക്കെ ടെന്റ് അടിച്ച് വന്നിങ്ങനെ കിടക്കുക. എല്ലാവരും വന്നിട്ടുള്ളത് സന്തോഷം കിട്ടാൻ. പക്ഷെ ഇവർക്കൊന്നും എനിക്ക് തോന്നുന്നു അറിയുന്നില്ല എന്താണ് സന്തോഷം, എവിടെ നിന്നാണ് സന്തോഷം വരുന്നത്. വീട്ടിൽ നിന്നും സാധനങ്ങളും എല്ലാം എടുത്ത് വന്ന് ടെന്റൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് ഗൈഡ് പറഞ്ഞില്ലേ, നമ്മളെ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരുപാട് നമ്മളെന്താണെന്നും നമ്മളെ സന്തോഷം എന്താണെന്നും ഒക്കെ അറിയാൻ സാധിക്കും. ഞാൻ ഇങ്ങനെ ഇരുന്നിങ്ങനെ ലൈവായിട്ട് ഇരുന്ന് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, സത്യത്തിൽ ഇവിടെ വന്നില്ലെങ്കിലും അതൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. അത് നമ്മളൊന്ന് നമ്മളിലേക്ക്, നമ്മളെ വീട്ടിലിരുന്നാലും നമ്മളിലേക്ക് നോക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നമുക്കത് കിട്ടും എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അതിപ്പോ ഏകദേശം നിങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ചെയറിൽ ഇരുന്നിട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും, നിങ്ങളിലേക്ക് നോക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ. എന്തായാലും നല്ല രസമുള്ളൊരു സെഷൻ ആയിരുന്നു. എസ്പെഷ്യലി ഞാൻ ഇതിന്റെ വൈബ് ഇങ്ങനെ കണ്ടും കേട്ടും ആസ്വദിച്ചിരിക്കുന്നു. ഇനിയും ഇന്ന് നമുക്ക് ഇവിടെ ഗൈഡിന്റെ ദുബായിൽ തന്നെ വേറൊരു സെഷൻ ഉണ്ട്. ദുബായിലുള്ളവരൊക്കെ ദുബായിൽ വരണം. നമുക്കൊന്നിച്ച് ഗൈഡിനെ കാണാം, സെഷൻ കേൾക്കാം, അത് അനുഭവിക്കാം.
അതിനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ നമ്മളിപ്പോ ഞാൻ ബുക്ക് ഫെയറിൽ ബുക്ക് പ്രകാശനം ചെയ്യുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതുവരെ നമ്മൾ കേൾക്കായിരുന്നു, ഇനി നമുക്ക് വായിക്കാനും അറിയാനും സാധിക്കുന്ന രീതിയിലൊക്കെ ബുക്കും ഗൈഡിന്റെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ ബുക്കുകൾ വായിച്ച് അതിലൂടെയും എക്സ്പീരിയൻസ് ചെയ്ത് സ്വയത്തെ അറിഞ്ഞ് ജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച് ഷാജി സർ, സോ ഗ്രേറ്റ്ഫുൾ. ഇനി ആർക്കാണ് ഷെയർ ചെയ്യാനുള്ളത്? ജസീറ ജാൻ, ക്യാൻ യു അൺമ്യൂട്ട്? ഞാൻ റിക്വസ്റ്റ് തന്നിട്ടുണ്ട്, ക്യാൻ യു അൺമ്യൂട്ട്? ഓക്കെ. Yes. Hello. Yeah. Assalamu alaikum and good morning to all. Actually, I'm blessed. ഇത്രയും ഒരു സെഷൻ ഇത് ഇത്രത്തോളം ഉണ്ടാവുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പോ എന്താ പറയണ്ടേന്ന് തന്നെ എനിക്കറിയില്ല, വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ GC ഇപ്പൊ ലാസ്റ്റ് നടക്കുന്ന ഇതിലുണ്ട്, ബാച്ചിലുണ്ട്. അൽഹംദുലില്ലാ, നമ്മളെ ഹാർട്ട് കൊണ്ട് നോക്കുമ്പോ ഓരോ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. അപ്പോ എല്ലാവരും ഗൈഡ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു രീതിയിലോട്ട് നമ്മൾ ജേണി ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മുടെ ലൈഫിന്റെ ബ്യൂട്ടിഫുൾനെസ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത എന്റെ നെഗറ്റീവ്സ് എനിക്കറിയില്ല എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ട് അത് പോസിറ്റീവ്സ് ആയിട്ട് മാറുന്നത് എന്നുള്ളത്. ഞാൻ തന്നെ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഗൈഡിന്റെ ബുക്കിന്റെ പ്രകാശനം വന്ന സമയത്ത് ഞാനിങ്ങനെ അതിങ്ങനെ എല്ലാവരുടെ സ്റ്റാറ്റസും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചിരുന്നു ഇതിന്റെ ഒരു സ്റ്റോറി ഇങ്ങനെ ആയിരിക്കും. അതൊന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അൽഹംദുലില്ലാ അതും അതിന്റെ ബാക്കിലുള്ള എഫേർട്സും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് അറിയാൻ പറ്റി. സത്യം പറഞ്ഞാലൊരു എന്താ പറയാ, പ്രൗഡ് ഫീലിംഗ് ആണ് ആ ടൈമിലൊക്കെ തോന്നിയത്. ഈ ഒരു ടീമിന്റെ കൂടെ ഒരു ചെറിയ ഭാഗമായിട്ടെങ്കിലും ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു രീതിയില്. ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ടീം ഞാൻ ഗൈഡ്. താങ്ക് യു സോ മച്ച് ജസീറ. ഇപ്പൊ നമ്മളെപ്പോഴും ഉള്ളിൽ ഒരു നന്മ, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു നന്മ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടൊക്കെ പോയി കാണുന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഹാർട്ടിലേക്ക് തന്നെ എത്തും. അപ്പൊ എനിക്ക് തോന്നുന്ന ഈ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും അറ്റ് ദ കോർ അവർ കീപ്പ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സംതിങ്, അത് അവർക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യം, അവരുടെ സ്വന്തത്തിനോട് മാത്രം അറിയുന്ന ഒരു രഹസ്യം, അത് കീപ്പ് ചെയ്ത ആളുകളായിരിക്കും പലരും ഇവിടെ എത്തിയിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ദ വേ ദാറ്റ് ഹാവ് റീച്ച്ഡ് യു ഹിയർ. താങ്ക് യു സോ മച്ച് ജസീറ. നെക്സ്റ്റ് ഹുസ്ന. ഞാൻ റിക്വസ്റ്റ് തന്നിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തോളൂ. ഒന്നിനുമല്ല, താങ്ക്സ് പറയാൻ വേണ്ടിട്ട് മാത്രമാണ്. ഇത്രയും കേട്ടിട്ട് ഈ നാവിനെ കൊണ്ടൊരു നന്ദി അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നന്ദിയുടെ ഇപ്പൊ. താങ്ക് യു സോ മച്ച് ഗൈഡ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞവരെ എന്റെ കുഞ്ഞെ ഇനി എപ്പോഴാ ആരുള്ളിലേക്ക് പോകുന്നതൊക്കെ ചോദിക്കുമ്പോ ഭയങ്കര സന്തോഷായി, ഉള്ളൊക്കെ തറന്നുപോയി. പിന്നെ എല്ലാം ഞാനും എന്റെ ദൈവവും മാത്രമേ ഉള്ളൂ. ഇവൻ ഈ പറഞ്ഞ ഗൈഡാണെങ്കിൽ പോലും എന്റെ ഉള്ളിൽ എന്റെ ആത്മാവിന്റെ റിഫ്ലക്ഷൻ ആണ്. എന്റെ ആത്മാവിനെ നിറക്കാൻ വേണ്ടിട്ട് എന്റെ ആത്മാവ് തന്നെ സൃഷ്ടിച്ചെടുത്തുള്ള ഒരു രൂപമാണ്. എന്തായാലും എന്റെ ഉള്ളിലുള്ള എന്റെ ഗൈഡ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഹുസ്ന. അധികം സംസാരിക്കണ്ട, കാരണം നേരത്തെ പറഞ്ഞു നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി സൈലൻസ് ആണ് അവിടെ ടോക്ക് ചെയ്യുന്നത്. കൂടുതൽ വാക്കുകൾ മേ ബി അതിന്റെ വില കുറയ്ക്കത്തേ ഉള്ളൂ. അപ്പൊ ഹൃദയങ്ങൾ സംസാരിക്കട്ടെ. നേരത്തെ പറഞ്ഞു, ഇനിയിപ്പോ നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഒരു നന്ദികേടായി പോകണ്ടെന്നുള്ളതിൽ പറയണമെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച് ഹുസ്ന ഫോർ ഷെയറിങ്. ലവ് യു. ദെൻ ഫർഹ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഫസ്റ്റ് ഗൈഡിനോട് ഒരുപാട് താങ്ക്സ് പറയാണ് ഇത്രയും നല്ലൊരു സെഷൻ എടുത്തു തന്നതിന്. പിന്നെ ആ മരുഭൂമിയിൽ ഗൈഡിനെ കണ്ടപ്പോൾ സാന്റിയാഗോ തന്നെയാണ് ഓർമ്മ വന്നത്. അത് കഴിഞ്ഞ ദിവസം ലാമി സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, എനിക്കിതിൽ വന്നതിന് ശേഷം
ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഇത് വന്നതിൽ പിന്നെ ഞാൻ ടെൻഷൻ എന്താണെന്നോ സങ്കടം എന്താണെന്നോ അറിഞ്ഞിട്ടില്ല. എനിക്ക് അതിലേക്ക് പോവാൻ തോന്നിയിട്ടില്ല. ഒന്നും എന്നെ എഫക്ട് ചെയ്തിട്ടില്ല. ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ആണ്. അതുപോലെ എനിക്ക് പലതും എന്റെ ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്, ഇനി ഒരുപാട് കിടപ്പുണ്ട്. അതൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ സോളോ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ചെറുപ്പം തുടങ്ങി പാടുമായിരുന്നു. അത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു. ഒരു 10 വർഷമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചൊക്കെയായിരുന്നു. ഞാനത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ വന്നത് പിന്നെ നമ്മളെ റിൻഷിനോട് എനിക്ക് അതിൽ ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. കാരണം ആളന്ന ആൽക്കമിസ്റ്റ് സെഷനിൽ പാട്ട് പാടി പിന്നെ ഞാൻ ഇത് വീണ്ടും തുടങ്ങിയത്. അന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കിത് ഇതുപോലെ റിൻഷ പാടുന്ന പോലെ എനിക്ക് പാടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെനിക്ക് സാധിക്കുകയും ചെയ്തു. എനിക്ക് എന്റെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു അവസരം കിട്ടി. അതിൽ ഞാൻ അന്ന് അത് ഷെയർ ചെയ്തിരുന്നു. അന്ന് പാട്ട് പാടാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോ അങ്ങനെയൊക്കെ പറ്റി. അപ്പൊ ഈ പാട്ട് പാടാന്ന് പറയുമ്പോ എനിക്ക് എന്റെ സോളിന് തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. പാട്ട് പാടിയിട്ട് ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇടാറുണ്ട്. ആ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പാട്ട് പാടാന്ന് പറയുന്ന ഒരു സംഭവം. എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവം. എനിക്ക് ഇത്രയും ഈ ഒരു 10 വർഷം ഭയങ്കരമായിട്ട് മിസ്സിങ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞാല് ഇതിൽക്ക് ഈ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയാ അർഹതപ്പെട്ടവര് എന്നൊക്കെ പറയണവര് സത്യം പറഞ്ഞാൽ കുറച്ച് മുന്നേ വരെ ഇതിലെത്തിപ്പെടുന്നതിന് മുന്നേ വരെ അവര് ചിലപ്പോ അവരുടെ ലൈഫിനെ തന്നെ ഒത്തിരി കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. എനിക്ക് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഞാൻ പരിചയപ്പെട്ട കുറെ പേരെ സംഭവം നോക്കുമ്പോ അവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ മുന്നേ ലൈഫിനെ ഒത്തിരി കുറ്റപ്പെടുത്തിയിരുന്നു, ഒത്തിരി ശപിച്ചിരുന്നു, ആ ഒരു സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ ഒരു ഫീല് തോന്നി അതിൽ നിന്ന് ചേഞ്ച് വരണം എന്ന് ആഗ്രഹിച്ചവർക്കാണ് തോന്നുന്നത് ഈ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്, ആ സ്റ്റേജിൽ കൂടെ ഒക്കെ കടന്നു പോയവർക്ക്. അപ്പൊ അങ്ങനെ കടന്നു പോകുമ്പോ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇതിൽ എത്തിപ്പെടും എന്നുള്ളത്, ഇങ്ങനെ ഒന്നിൽ എത്തുന്നത്. അപ്പൊ നമ്മളെ അൽക്കെമിസ്റ്റിൽ പറയുന്നുണ്ടല്ലോ നമ്മളെ എന്തിനെ തേടുന്നു അത് നമ്മളെ തിരിച്ചും തേടും എന്നുള്ള ആ ഒരു സംഭവം വരുന്നുണ്ടല്ലോ. അപ്പൊ അത് എന്താ പറയാ 100% സത്യമായിട്ട് പുലർന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച് എല്ലാവരോടും. പിന്നെ പാട്ട് പാടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ തൊണ്ട സമരത്തിലാണുള്ളത്. അപ്പൊ എനിക്ക് എന്താ പറയാ ഇപ്പൊ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ അവരുടെ മുന്നിൽ പാട്ട് പാടിയില്ല, ആ ഒരു ലിമിറ്റിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ തൊണ്ട പാടി ആയിട്ടിരിക്കാൻ ഞാൻ ഉറപ്പായിട്ടും പാടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫർഹ. താങ്ക് യു. അപ്പൊ നേരത്തെ പറഞ്ഞ എപ്പോഴും സന്തോഷത്തിലാണ് ലൈഫ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഹാർട്ട് കൊണ്ട് പാടുമ്പോ ഈ ശബ്ദം ഒരു പ്രശ്നമൊന്നല്ല കേട്ടോ, അങ്ങനെ പാടണമെങ്കിൽ പാടാം. അങ്ങനെ രണ്ട് ലൈൻ പാടാം. ഓക്കെ. मंजिले रुसवा है, खोया है रास्ता, आए ले जाए इतनी सी इंतजार, ये रूह की राहत है, ये मेरी जमानत है. മതി, അത്രയും മതി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എവിടെ ശബ്ദം സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹൃദയത്തിൽ നിന്ന് എടുത്ത് പാടി ഹൃദയത്തിലേക്ക് തന്നതിന് താങ്ക് യു. അപ്പൊ നേരത്തെ പറഞ്ഞു ഭയങ്കര സന്തോഷാണെന്നൊക്കെ. ആക്ച്വലി റൂമിന്റെ ഒരു കോട്ട് ഉണ്ട്, യുവർ ഹാർട്ട് നോസ് ദ വേ, റൺ ഇൻ ദാറ്റ് ഡയറക്ഷൻ. അപ്പൊ നമ്മളുടെ ഉള്ളിലൊക്കെ ഓൾറെഡി ഒരു GPS ഉണ്ട്, എന്നിട്ട് നമ്മൾ എന്താണ് പുറത്തുള്ള GPS എന്നുള്ള തേടി ഇങ്ങനെ പോവാണ്. ബട്ട് ഇഫ് യു ആർ ഏബിൾ ടു ലിസൺ ടു അവർ ഹാർട്ട്, നമ്മൾ ഹൃദയത്തിന് പറയാനുള്ള കേൾക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഒരു എഫേർട്ടും ഇല്ലാതെ സന്തോഷത്തോടെ ഏത് മൊമെന്റിലാണ്, ഇപ്പം ഡെസേർട്ടിൽ കൊണ്ടിട്ട് കാണെങ്കിലും ശരി, കടലിൽ നടുക്ക് കൊണ്ടിട്ട് കാണെങ്കിലും we will be happy to move on, right? Thank you so much, Farha. Thank you. Okay, thank you. Fine. Moving to the next, Rasina ma'am. Good morning. Hello. ഇതുവരെ കേൾക്കാത്തൊരു വിസ്ഡം, റിയലി അമേസിംഗ് ആൻഡ് awakening and inspiring.
എന്താ പറയാന്ന് അറിയില്ല. ഒരുപാട് താങ്ക്സ് എഡിൻഡോസിൽ വന്നതിനും ഇതൊക്കെ കേൾക്കാൻ സാധിച്ചതിനും അള്ളാഹുവിനും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ശരിക്കും മെഡിറ്റേഷന്റെ റിയൽ പർപ്പസ് എന്താന്ന് എനിക്ക് മനസ്സിലായോ. സോളിലോട്ട് നമ്മളെ സോളിനെ ടച്ച് ചെയ്യാന്നുള്ളൊരു അതാണ് അതിന്റെ ഒരു അതുകൊണ്ട് മീൻ ചെയ്യണെന്നിപ്പോ കറക്റ്റ് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റി. ഗൈഡ് വളരെ ക്ലിയർ ആയി ആ ബ്രെയിനും ഹാർട്ടും സോളും തമ്മിലുള്ള കണക്ഷൻ വളരെ ക്ലിയർ ആയി ഗൈഡ് എല്ലാവർക്കും മനസ്സിലാക്കി തന്നു. ഒരുപാട് താങ്ക്സ്. ഓക്കെ. താങ്ക് യു സോ മച്ച് റസീന മാം. യെസ്, മെഡിറ്റേഷൻ്റെ ഒക്കെ പേർപ്പസ് അതാണ്. ആക്ച്വലി നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, ഗ്രാറ്റിറ്റ്യൂഡും ഫൊഗീവ്നെസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആദ്യം മൈൻഡിനെ ക്ലിയർ ചെയ്യുന്നു. കാരണം ആ ഹാർട്ട് എന്ന് പറയുന്ന സംഭവമാണ് ആക്ച്വലി ആ സ്റ്റേഷനാണ്. ആ സ്റ്റേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് നെക്സ്റ്റ് തലത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഫൊഗീവ്നെസ് ഒക്കെ യൂസ് ചെയ്ത് മൈൻഡിനെ ക്ലിയർ ആക്കി മൈൻഡ്ഫുൾ സ്റ്റേറ്റിലിരിക്കുമ്പോൾ പതിയെ നമ്മൾ ഡിവൈൻ ലവിലോട്ട് കടക്കാന്ന് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു എക്സ്പീരിയൻസ് ദ ഗോഡ്. സോ ബിഫോർ എക്സ്പീരിയൻസിങ് യുവർ ഗോഡ് ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് നമ്മുടെ ഹാർട്ടാണ്. വിത്ത് ഓൾ ദ ടൂൾസ് ദാറ്റ് വി ലേൺ ഫ്രം ദ GC ആൻഡ് എവറിത്തിങ്. അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിനെ ശുദ്ധിയാക്കി അതിൽ നന്മ നിറയ്ക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു ദൈവത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. So that is the purpose of all the wisdoms and every tools we are sharing here. But thank you so much for sharing that. Thank you. Next, Yara Creative. യാര, ഞാൻ റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. യു ക്യാൻ അൺമ്യൂട്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. താങ്ക് യു സോ മച്ച്. എത്രത്തോളം നന്ദി പറയണമെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഗൈഡ് ടോക്കിന്റെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ കേട്ടിരിക്കുന്നത്. ഇതിനു മുന്നേ ഒരുപാട് പ്രാവശ്യം അങ്ങനെ കേൾക്കാൻ വന്നിട്ടുണ്ടെങ്കിലും പകുതി വെച്ചിട്ട് ഞാനിങ്ങനെ ഇപ്പം രാവിലത്തെ സെക്ഷൻ ആകുമ്പോൾ ചിലപ്പോൾ ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പകുതിക്ക് വെച്ചിട്ട് നിർത്തിപ്പോകേണ്ടി വരുന്നുണ്ട്. അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഫുള്ളായിട്ട് കേട്ടുകൊണ്ടിരിക്കണം. ഇപ്പോൾ മർഫിയുടെ ആണെന്നുണ്ടെങ്കിലും മെഡിറ്റേഷൻ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ ഗൈഡിന്റെ ഫുൾ സെക്ഷനും അതേപോലെ ലാസ്റ്റ് പറയുന്ന ഈ ഫീഡ്ബാക്കും ഒക്കെ കേട്ടുകൊണ്ടിരിക്കണം എന്നുള്ളത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഇന്ന് സാധിച്ചു. ഞാൻ എത്രത്തോളം ഇപ്പം ഗൈഡ് പറഞ്ഞ പോലെ എങ്ങനെയാണ് പറയണ്ടേന്ന് അറിയില്ല. അത്രത്തോളം മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. എന്നും ഇത് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റാത്തതിന്റെ റീസൺ എന്ന് പറയുമ്പം ഒരുപാട് ചിന്തകളാണ്. ഞാൻ ഈ ഒരു സമയത്ത് ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഒരുപാട് ജോലിയുള്ള സമയമാണ്, മക്കളുണ്ട്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും, അവരെ ഞാനല്ലേ എല്ലാം ചെയ്തു കൊടുക്കേണ്ടത്, ഫുഡ് കൊടുക്കേണ്ടത്. അപ്പം അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു എന്താ പറയാ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഇതിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് അത് ബ്രേക്ക് ചെയ്തു. എത്രത്തോളം സന്തോഷം ഉണ്ടെന്ന് എനിക്കറിയില്ല. അവർക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. മക്കൾ ഹാപ്പി ആയിട്ട് കളിച്ചിരിച്ച് അവർ ഫുഡൊക്കെ കഴിച്ച് നടക്കുന്നുണ്ട്. വീട്ടിലും ഒരു സീനില്ലായിരുന്നു. ഞാൻ ഇത്രയും കാലം ഇതൊക്കെ വിചാരിച്ചിട്ടാണല്ലോ ഇങ്ങനെ ഇതിൽ കയറാണ്ടിരുന്നത് എന്ന് ഓർത്തിട്ട് എന്താ പറയാ കുറ്റബോധമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഒരുപാട് നന്ദിയുണ്ട്. എനിക്കെന്നെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ, എനിക്ക് ഇതിൽ എന്താ പറയാ ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയല്ലോ. എത്രത്തോളം താങ്ക്സ് പറയണം എന്നറിയില്ല. ഇപ്പോ ഇതിൽ വന്നിട്ട് സംസാരിക്കാൻ തന്നെ ഇപ്പൊ ഞാൻ മുറ്റടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൽ വന്നിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് തോന്നും ഹാൻഡ് റൈസ് ചെയ്താലും വേണ്ട, പിന്നെ മുറ്റടിക്കൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. പിന്നെയും തോന്നും ഹാൻഡ് റൈസ് ചെയ്താലോ. അങ്ങനെ അതും ഞാൻ ബ്രേക്ക് ചെയ്തു. ഫൈനലി ഞാൻ ഹാൻഡ് റൈസ് ചെയ്തു, ഞാൻ സംസാരിച്ചു. എത്രത്തോളം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഗൈഡിന്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. താങ്ക് യു സോ മച്ച് യാര, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഏതായാലും സംസാരിച്ചല്ലോ. അത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു കോളിംഗ് ആയിരുന്നു. ഇപ്പം സംസാരിക്കണം, ഇവിടെ വന്നിട്ട് എല്ലാം ഷെയർ ചെയ്യണം എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദാറ്റ് ഹിയർ. നെക്സ്റ്റ് റൗജിഷ. റൗജിഷ നേരത്തെ ഗൈഡ് മെൻഷൻ ചെയ്ത നമ്മളുടെ ബെസ്റ്റ് എഴുത്തുകാരിക്കുള്ള സുഗതകുമാരിന്റെ അവാർഡൊക്കെ നേടിയ ആളാണ്. സോ ഇറ്റ്സ് എ പ്രിവിലേജ് ടു ഹിയർ യു റൈറ്റ് നൗ. വെൽക്കം. ഹായ്, കേൾക്കാമോ? കേൾക്കാം പറഞ്ഞോളൂ. താങ്ക് യു സോ മച്ച് ഷാന. എന്താ പറയണ്ടേ, ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഗൈഡ് പറഞ്ഞ ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിലേക്ക് സത്യം ഞാൻ കരഞ്ഞു പോകുന്നൊരവസ്ഥയിലാണുള്ളത്. കാരണം എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞത്. സോറി.
ഹൃദയം കൊണ്ട് ജീവിതം കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞാൻ ജീവിതം എന്താണെന്ന് അറിഞ്ഞത്, ജീവിതത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഒരുപാട് നേട്ടങ്ങൾ ഇപ്പം ഞാൻ നേടിയെടുത്തതും. GC കഴിഞ്ഞു, GCTP ചെയ്തു. GC കഴിഞ്ഞപ്പോഴാണ് ജീവിതം എന്താന്ന് ഞാൻ പഠിച്ചത് തന്നെ. ഒരുപാട് എഴുത്തിലൂടെ തന്നെ എഴുത്തൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളോട് കൂടി നടന്ന ഒരാളായിരുന്നു. പക്ഷെ GC കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, എഴുത്ത് വീണ്ടും തുടങ്ങി, മാഗസീനിലൊക്കെ വന്നു. ഇപ്പം സുഗതകുമാരി അവാർഡ് കിട്ടി. ഗൈഡിനോടും ടീമിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത് ഈ വേളയിൽ തന്നെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഗൈഡ്, ഏഡിയൻ ടോക്സ് ആൻഡ് ടീം. താങ്ക് യു സോ മച്ച്. ലവ് യു. ലവ് യു ടു. താങ്ക് യു സോ മച്ച് ഡിയർ. ഇതൊരു പുതിയ തുടക്കമാവട്ടെ. ഇനിയും ഒരുപാട് അവാർഡുകൾ നേടാനും ആ ഹൃദയത്തിൽ ചാലിച്ച വരികൾ ഇനിയും ഈ ലോകത്തിന് സമർപ്പിക്കാനും പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. Then Mrs. Mustafa. Unmute ചെയ്തു. Happy morning, everyone. It's my happiness coach Mubashira. Anyway, thank you so much. Powerful session ആയിരുന്നു ട്ടോ അന്ന്. ആ ലൈറ്റിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള തുറന്നു വെച്ച ഹൃദയങ്ങളാണെങ്കിൽ ആ ഹൃദയങ്ങൾക്ക് സോൾ ടച്ച് ചെയ്യാൻ സാധിക്കും. അതല്ല, ഹൃദയങ്ങളിൽ തന്നെ തങ്ങി നിൽക്കുന്നവർക്ക് ആ ഹൃദയത്തിൽ തന്നെ വിശാലത കാണാനും സാധിക്കും. എനിവേ, ഏത് ലെവലിലാണോ ഓരോരുത്തരുള്ളതെങ്കിൽ ആ ലെവലിൽ നിന്ന് ഒരു സ്വല്പം മുന്നോട്ട് ചലിക്കാൻ അത്രത്തോളം പവർഫുൾ ആയ ലൈറ്റിന് ഇന്ന് ഗൈഡിന് തരാൻ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ടീം. താങ്ക് യു എവ്രി വൺ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്ര നല്ല ഭംഗിയായിട്ട് നല്ല ഈണത്തിലും താളത്തിലും ഒക്കെ പറഞ്ഞതിന് താങ്ക് യു സോ മച്ച് ഡിയർ. മുബഷിറക്ക് കുറെ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് മിലീന. ഹലോ, ആദ്യമായിട്ടാണ് ഞാൻ ഈ എഡിഷൻ ടോക്ക് എന്നുള്ള ഗൈഡിന്റെ പ്രോഗ്രാം പങ്കെടുക്കുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ എന്താ നോക്കട്ടെ എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ ഇത് ഫുള്ളായിട്ട് കേട്ടു. ഭയങ്കര ഹൃദയത്തിലേക്ക് തന്നെ തട്ടി എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഉള്ളിലേക്ക് നോക്കുന്നത്. ഇത് വിശദീകരിച്ച് പറഞ്ഞപ്പം ഒരു നന്ദി പറയണം എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ട് നന്ദി പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് മ്യൂട്ട് ചെയ്തത്. എല്ലാവർക്കും നല്ല ശാന്തിയുടെ ഇൻഫിനിറ്റി ആയിട്ട് ഹൃദയത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ച്, എനിക്കും അതിന് നിങ്ങളുടെ പ്രാർത്ഥന വേണം എന്നുള്ള രീതിയിൽ ഞാൻ അടുക്കള ജോലിയിലാണ്. മിലിനാണ്. ഓക്കെ, താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്. നൈസ് ടു മീറ്റ് യു. ഇനിയുള്ള ഗൈഡ് ടോക്കിലൊക്കെ കാണാം. ഇതേപോലെ വന്നിട്ട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം. താങ്ക് യു മിലീന. നെക്സ്റ്റ് മോസിന. അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഷാനയുടെ മെഡിറ്റേഷനും ഗൈഡിന്റെ ടോക്കും കൂടി നല്ലൊരു അനുഭവമാണ്. രണ്ടും കൂടി ചേർന്ന് പറയുമ്പോൾ എന്താ പറയാ, നമ്മള് ഇവിടെ എത്തിച്ചേർന്നത് അൽഹംദുലില്ലാഹ് നല്ലൊരു മാറ്റമാണ് ലൈഫിൽ ഉണ്ടായത്. ഇതുവരെ എല്ലാ ഞായറാഴ്ചക്ക് വേണ്ടി കാത്തിരിക്കലാണ്. ഹുദ മാമാണ് എനിക്ക് ലിങ്ക് അയച്ചെടുത്ത്. ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. അൽഹംദുലില്ലാഹ് നല്ലൊരു അനുഭവമാണ്. ഇന്നത്തെ ഇതും മെഡിറ്റേഷനും ഇന്ന് ഗൈഡ് ടോക്കും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹൃദയം തുറക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇനി എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ വരുത്തണം എന്നിങ്ങനെ ആഗ്രഹിച്ച പോലെ നമ്മൾ എത്തിച്ചേർന്ന് അൽഹംദുലില്ലാഹ് നല്ലൊരു ഓരോ വാക്കുകളും മണിമുത്തുകളാണ്. ഓക്കെ, താങ്ക് യു. Thank you so much, Musina. Thank you so much for sharing that. ആക്ച്വലി നമ്മളിവിടെ വന്ന് നമ്മളല്ല ആക്ച്വലി നിങ്ങൾക്ക് സെഷൻ ഒന്നും തരുന്നത്. ഇപ്പൊ ഈ മെന്റേഴ്സ് ആണെങ്കിലും വി ആർ ജസ്റ്റ് മിറ്റ്സ്. നമ്മളൊരു മായയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾ മാത്രമാണ്. അപ്പൊ അതിന്റെ ഒരു വെളിച്ചമാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വെളിച്ചം നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുന്നോ അവിടെ നമ്മൾ ചെറുതായെങ്കിലും വിജയിച്ചു. പക്ഷെ ഇത് നിങ്ങൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വെളിച്ചമാണ്, അല്ലെങ്കിൽ ആ ഒരു മായയാണ്, ആ ഫ്ലെയിം ആണ്. അപ്പോൾ all thanks to there. Thank you so much for sharing, Musna. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ?
കുറെ ആളുകൾക്ക് ഇവിടെ ഷെയർ ചെയ്യണമെന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇപ്പോഴും ഇവിടെ 90 ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പം ഇത്രയും കേൾക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്കും പറയണം എന്നുള്ള ഒരു മനസ്സ് വെച്ചിട്ട് നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ നമുക്ക് പറയാൻ പറ്റാത്ത ഒന്നുണ്ടാ, ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ? ജഡ്ജ്മെന്റൽ തോട്ട്. നേരത്തെ ഗൈഡ് പറഞ്ഞ പോലെ ദർ ഇസ് നോ സ്പേസ് ഫോർ ജഡ്ജ്മെന്റ്സ് ഇൻ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ജഡ്ജ്മെന്റിന് ഒരു സ്പേസ് ഇല്ല. ഇവിടെ എല്ലാവരും ഹൃദയം തുറന്ന് വെച്ച് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ്. പറയാനുള്ളത് പറഞ്ഞോ, ആരും ഒരു തരത്തിലും നമ്മളെ ഒന്നും പറയാൻ പോണില്ല. പക്ഷെ പറഞ്ഞില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് ആയിരിക്കും പിന്നെ ഈ സെഷൻ കഴിഞ്ഞാൽ മൊത്തം നിങ്ങൾക്ക് ഉണ്ടാവുക. സോ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ് ആൻഡ് ടോക്ക്. ഓക്കെ, ദെൻ ആരിഫ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഞാന് എന്താ പറയണ്ടേന്ന് ആലോചിച്ചിരിക്കുന്നു. പക്ഷെ ഷാന ഫസ്റ്റിലി പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മളെ മൈൻഡിന് എന്താണോ വേണ്ടത്, അത് കറക്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും അപ്പുറത്തായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട് എന്നാണ്. ഞാൻ എന്തിലാണോ ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നത് അത് എനിക്ക് ചില സമയത്ത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഓരോ ക്ലാസ്സുകൾ ഇവിടുത്തെ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് ഇതന്നെയല്ല ഞാൻ ആഗ്രഹിച്ചിരുന്നത്, ഇതന്നെയല്ല ഞാൻ തേടിക്കൊണ്ടിരുന്നീനി എന്നൊക്കെ മനസ്സിലാവല്. ഇപ്പോ ഫസ്റ്റിലി റസീന മാം ഷെയർ ചെയ്ത പോലെ തന്നെ മൈൻഡ്ഫുൾനെസ്, അതുപോലെ തന്നെ ഹാർട്ട്ഫുൾനെസ്, അതിന്റെ അപ്പുറത്തേക്ക് സോൾഫുൾനെസ് എന്നുള്ളൊരു ഇത് ഞാൻ ഇന്നലെ മുബഷിറിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ലെവലിൽ ചിന്തിച്ചത്. പക്ഷെ ഇന്ന് അത് ഒന്നും കൂടെ ഇതാക്കിയിട്ട് ഗൈഡിന്റെ ക്ലാസ്സും കൂടെ കേട്ടപ്പോഴ് ഞാൻ കംപ്ലീറ്റ്ലി ആ സോൾ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ്ലി ഇന്നും അതന്നെയാണ്. അപ്പൊ എന്താ പറയാ, ശരിക്കും ഞാൻ വിറക്കുന്നുണ്ട്, എനിക്ക് കംപ്ലീറ്റ് പറയാൻ കഴിയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞാന് ഗൈഡ് ടോക്ക് എനിക്ക് കംപ്ലീറ്റ് കേൾക്കാൻ കഴിയില്ല എന്ന് വെച്ചാല് രാവിലത്തെ കുറച്ച് തിരക്കിൽ പെട്ടിട്ട്, അപ്പൊ കുറച്ച് സമയം കേൾക്കും, പിന്നീട് എപ്പോഴെങ്കിലും കംപ്ലീറ്റ് ചെയ്യും അങ്ങനെ. പക്ഷെ ഇന്ന് എനിക്ക് ആക്ച്വലി എന്റെ ഹെഡ്സെറ്റ് ചെവിയിൽ ശരിക്കും നിൽക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി, ഇതിപ്പോ സമയം എത്രയായി, ഇതുവരെ ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തന്നെ അറിയൂല, അതായത് ഞാൻ ഇതന്നെ ആയിരിക്കണം തേടി വന്നത്, അതുകൊണ്ടാവുമല്ലോ ഇത്രയും ടൈം ഇന്നെ ഇവിടെ നിർത്തിച്ചത്. എന്താ പറയാ, ശരിക്കും മൈൻഡ്ഫുൾനെസ്, ഇനി ആ സോൾഫുൾനെസ് എന്നുള്ള ഫീലിംഗിലേക്ക് പോവാനാണ് ഇപ്പൊ എന്റെ മൈൻഡ് റെഡി ആയിട്ട് നിൽക്കുന്നത്. എന്തായാലും ഞാൻ GC കഴിഞ്ഞതാണ്. പിന്നെ അടുത്ത് നമ്മൾ ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യണം എന്നൊക്കെ ഗൈഡ് പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ പ്രൊഫഷന്റെ പിന്നാലെ അതിലൊരു ഡ്രീം കണ്ടിട്ടാണ് ഞാൻ നിന്നുണ്ടായിരുന്നത്. പക്ഷെ അതായിരുന്നു എന്റെ പാഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. സത്യം പറഞ്ഞ GC കഴിഞ്ഞ സമയത്തും ഗോൾ സെറ്റിംഗിലാണെങ്കിലും ഞാൻ ആകെ കൺഫ്യൂഷനിൽ നിൽക്കായിരുന്നു. പ്രൊഫഷന്റെ പിന്നാലെ പോയ ആക്ച്വലി അതിന്റെ പാഷൻ ആണോ എന്നുള്ളത്. പക്ഷെ ഇന്ന് ഗൈഡിന്റെ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫ്ലാഷ് തോട്ട് എന്നൊക്കെ പറയൂലേ, അതേപോലെ ഇങ്ങനെ എനിക്ക് ജീസിന്റെ അടുത്ത ലെവല്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന പോലൊരു തോന്നല്. ഞാൻ അപ്പൊ തന്നെ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ നമ്മളെ ഗ്രൂപ്പിലൊക്കെ പലരും പറയുന്നുണ്ട് മെന്ററിങ്, GCTP. പക്ഷെ ഞാൻ അതൊക്കെ കാരണം എനിക്ക് എന്റെ ഡ്രീം അച്ചീവ് ചെയ്യാനാണല്ലോ, അത് എന്റെ പ്രൊഫഷന്റെ പിന്നാലല്ലേ, അതിന് ഹയർ ലെവല്, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നിപ്പോ ഗൈഡിന് ഇത് കേട്ടപ്പോ ഗൈഡ് പറയല്ലോ നമുക്ക് ഫ്ലാഷ് തോട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് എവിടെയെങ്കിലും എഴുതി വെക്കണം. എനിക്ക് എഴുതി വെക്കാനല്ല, ഞാൻ അപ്പൊ തന്നെ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തതാ GCTP. അത് എങ്ങനെ എത്തുന്നോ എങ്ങനാന്ന് ഞാൻ അതൊന്നും ആലോചിക്കുന്നില്ല. പക്ഷെ അവിടെ എനിക്കൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, എന്നെ ടച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു തോന്നല്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും ചെയ്യും. ഏതായാലും അടിപൊളി, സൂപ്പർ ക്ലാസ്. താങ്ക് യു സോ മച്ച് ആരിഫ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, അതായത് എന്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഹാർട്ട്ഫുൾനെസ് സോൾഫുൾനെസ് ആണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഈ ഫ്ലാഷ് തോട്ട്സ് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേഷനിലോട്ട് പോകാനുള്ള നിങ്ങളുടെ ടിക്കറ്റ്. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം കിട്ടിയ, എനിക്ക് കിട്ടിയ ഫ്ലാഷ് തോട്ട് ആയിരിക്കില്ല ഒരിക്കലും ആരിഫക്ക് കിട്ടിയിട്ടില്ല, പലർക്കും ഡിഫറെന്റ് ആണ്. അപ്പൊ ആ കിട്ടിയ സംഭവങ്ങളൊക്കെ ആക്ച്വലി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള കീസ് ആണ്, സ്റ്റെപ്സ് ആണ്. സോ യൂസ് ഇറ്റ്. ഇപ്പൊ GCTP ആണ് ഫീൽ ചെയ്യുന്നത്, ഡു ഇറ്റ്, ഗോ ഡു ഇറ്റ്. അപ്പോൾ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ്. പതിയെ പതിയെ നമ്മൾ ആ ഹൃദയത്തിലൂടെ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ഉള്ളിലോട്ട് തന്നെ കുറച്ച് സമയം മാറ്റി വെച്ച് കേൾക്കുമ്പോൾ തന്നെ വിൽ ഗെറ്റ് ഇറ്റ് വാട്ട് വി ആക്ച്വലി വാണ്ട്. താങ്ക് യു സോ മച്ച് ആരിഫ. ഓൾമോസ്റ്റ് ഹാൻഡ് റേസ് ചെയ്ത് എല്ലാവരും കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. യു ക്യാൻ റേസ് യുവർ ഹാൻഡ്സ് ആൻഡ് ഷെയർ. നേരത്തെ ഹുസ്ന പറഞ്ഞ പോലെ ചുമ്മാ ഒരു താങ്ക് യു പറയാൻ തോന്നുകയാണെങ്കിൽ പറഞ്ഞോളൂ. ഒരു താങ്ക് യു അല്ലേ, പക്ഷെ പറയുമ്പോ ഹാർട്ടിൽ നിന്ന് എടുത്ത് പറഞ്ഞാൽ മതി. ഓക്കെ, ഷൈല ഈസ് ഹിയർ. ഹായ്. ഹലോ, അസ്സലാമു അലൈക്കും. പോയോ?
സെല ഇവിടെ ഉണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഓൾറെഡി സൂമിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. In between, anyone? Shirin, mind coach. Hi, Shirin. ഹായ്. സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടെന്ന് അറിയൂല. ഈ പറഞ്ഞ പോലെ എന്താ പറയാ, സന്തോഷം കൊണ്ട് കയറിയിരിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുമ്പോ അത് ഇവിടെ എത്തിയതിനു ശേഷം കറക്റ്റ് അറിയാൻ പറ്റും. എന്തിനാ കരയണമെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈഡ്. താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഗൈഡിന്റെ ഇവിടെ എത്തിയതിനു ശേഷമാണ്, ടീമിൽ എത്തിയതിനു ശേഷമാണ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും ഈ പറഞ്ഞ പോലെ എന്താ പറയാ. താങ്ക് യു സോ മച്ച്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഷിറിൻ. ഈ ഷിറിൻ ഏത് ഷിറിനായിരുന്നു? ഓക്കെ. ഇനിയിപ്പോ എക്സ്പീരിയൻസ് ചെയ്ത കുറെ ആളുകൾക്ക് കൊടുക്കാനുള്ള ആളാണല്ലോ. അപ്പൊ ഞാൻ അതാണ് കൺഫ്യൂഷൻ ആയി പോയതൊക്കെ. ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്ത ഈ ഹാർട്ട്ഫുൾനെസ് ഇനിയും ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റട്ടെ. ഇപ്പൊ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിയാം അക്രോസ് ദ ഗ്ലോബ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഷൈല, അൺമ്യൂട്ട് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്. അസ്സലാം വലൈക്കും. ജസ്റ്റ് ഒരു കോള് വന്നപ്പോ കട്ടായപ്പോ ഞാൻ ഇതാണ് കട്ടായി പോയത്. സോറി കേട്ടോ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ഭയങ്കര ഒരു താങ്ക്സ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല, വലിയൊരു താങ്ക്സ് തന്നെയാണ്. കാരണം ഞാൻ വീഡിയോ ക്ലോസ് ചെയ്യാട്ടോ, എന്റെ ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അത്രയും താങ്ക്സ്. കാരണം വേറൊരു കാര്യം ഇപ്പൊ ചെറിയൊരു ഇൻസിഡന്റ് ഇപ്പൊ ഞാൻ ഉണ്ടായതാണ് കേട്ടോ. ഞാൻ ഇപ്പൊ ഇതില് നേരത്തെ ഹാൻഡ് റൈസ് ചെയ്യാൻ ഫസ്റ്റ് പറഞ്ഞപ്പോ ഗൈഡിന്റെ ടോക്ക് കഴിഞ്ഞപ്പോ ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ ഹാൻഡ് റൈസ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോ എന്റെ സർക്കംസ്റ്റാൻസിൽ കുറെ ഇഷ്യൂസ് ഇങ്ങനെ നിന്നിരുന്നു. മോള് കരച്ചില് അങ്ങട് ഇങ്ങട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ലീവ് ചെയ്ത് പോയി. പിന്നെ ഞാൻ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ റീജോയിൻ ചെയ്തപ്പോഴും അപ്പൊ ഇയാളുടെ ഷാന പറഞ്ഞതാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞോന്ന് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തതാണ്. അപ്പൊ നമ്മുടെ സർക്കംസ്റ്റാൻസസ് അല്ല നമ്മുടെ പിന്നെ മീൻസ് നമ്മളെ ആക്കുന്നത്, നമ്മുടെ മൈൻഡ് തന്നെയാണ് എന്നുള്ളത് ഇപ്പൊ ഈ ഒരു ചെറിയ മൊമെന്റിൽ എനിക്ക് റിയലൈസ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഗൈഡിന്റെ ആൽക്കമിസ്റ്റ് ഞാൻ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല. എനിക്ക് കേൾക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്ത് 27th GC-യിലുള്ള ആളാണ്. അപ്പം അതിനുള്ളൊരു കേട്ടിട്ടില്ല. പിന്നെ 2 തവണ ഞാൻ ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുണ്ട്. എന്റെ യങ് ഏജിലാണ് ഞാൻ ആൽക്കമിസ്റ്റ് വായിച്ചത്. അതിൽ സാന്റിയാഗോന്റെ കഥ മീൻസ് ഞാൻ എന്റെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഇപ്പൊ സാറിന്റെ അഥവാ ഗൈഡിന്റെ ഒരു ടോക്കിൽ പറഞ്ഞു, സംസാരിച്ചപ്പോ ഗൈഡ് പറഞ്ഞു ഞാൻ 20 തവണ പിന്നെ ഇത് ആൽക്കമിസ്റ്റ് റീഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെയും അതിന്റെ ഇംഗ്ലീഷാണ് ഞാൻ വായിച്ചിരുന്നത് ഇതിന് മുന്നേ. അപ്പൊ ഞാൻ അത് എന്റെ ലാംഗ്വേജ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് വായിച്ചത്. ഇപ്പൊ ഞാൻ മലയാളത്തിൽ അതിന്റെ വായിക്കുന്നുണ്ട്. കാരണം എനിക്കൊരു ക്ലിയർ ഐഡിയ, ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിപ്പം ഈ ബുക്ക് ഇതാക്കണതിന്റെ മുന്നെയാണ് അത് വായിച്ചു തുടങ്ങിയപ്പം പിരമിഡും സാന്റിയാഗോയും എന്റെ മനസ്സിൽ ഇപ്പൊ നിൽക്കുന്നത് ഗൈഡ്, പിരമിഡ് അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ്. ഈ ബുക്ക് പ്രസന്റ് ചെയ്ത ബുക്കിന്റെ ഫീച്ചർ കണ്ടപ്പോ ഞാൻ ആകെ ഷോക്കായി. കാരണം ആ ഒരു അതേ ഇതിലുള്ള ഒരു മീൻസ് ബുക്കിന്റെ പിക്ചറൈസേഷൻ അതുപോലെ വന്നു. ഞാൻ ഭയങ്കര ഷോക്കായി. കാരണം എന്റെ മനസ്സിൽ ഗൈഡിനെ കുറിച്ചുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് ശരിക്കും സാന്റിയാഗോ പോലെയായിരുന്നു, ആൽക്കമി പോലെയായിരുന്നു. അപ്പൊ അതുപോലെ ഒരു സംഭവത്തിലേക്ക് ആ ബുക്ക് വന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. എനിവേ, ഒരു ഫ്രം ദ ഡീപ്പസ്റ്റ് ഓഫ് മൈ ഹാർട്ട് ഐ എം വെരി ഹാപ്പി. ആൻഡ് എന്താ പറയാ, ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷനിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുടെ അടുത്ത് എനിക്ക് എന്തെങ്കിലും ഒരു വിസ്റ്റം കിട്ടിയല്ലോ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം, ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. എന്താ പറയാ, ഒരു ബ്ലിസ്ഫുൾ മൊമെന്റ് എന്നൊക്കെ പറയണ പോലെ അത്രയും ഇതിലും വലുത് വരാനുണ്ട്. ഗൈഡ് പറഞ്ഞ പോലെ ഇതിലും വലുത് വരാനുണ്ട്. പക്ഷെ അതിന്റെ ഒരു ചെറുതായിട്ടെങ്കിലും ഗൈഡിന്റെ അടുത്ത് ഒരു വിസ്റ്റം കിട്ടിയെന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. റിയലി ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഷൈല. താങ്ക് യു സോ മച്ച്. യുവർ മൈൻഡ് ഈസ് യുവർ ലിമിറ്റ്. ഹാർട്ട് നോസ് ദ വേ. അപ്പൊ അതിനനുസരിച്ചിട്ട് ചെയ്യട്ടോ. ഇനി ഇങ്ങനെ കിട്ടുന്ന എല്ലാ സിറ്റുവേഷൻസിലും വരിക, സംസാരിക്കുക, ഡു ഷെയർ. താങ്ക് യു സോ മച്ച് ഡിയർ. നെക്സ്റ്റ് മൈമൂനത്ത്, അൺമ്യൂട്ട് ചെയ്തോളൂ. Good morning all.
ഇന്നത്തെ സെഷന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. സന്തോഷം കൊണ്ട് ഞാൻ ശരിക്കും കരഞ്ഞകണ്. എൻ്റെ ഒരുപാട് ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് നന്ദി പറയാന്ന് എനിക്കറിയാം. താങ്ക് യു സോ മച്ച് ഗൈഡ് ആൻഡ് ദ ടീം ADN. Thank you so much, dear. Thank you so much for sharing. Next, Muhannad. I'm sorry if I pronounce wrong. Unmute ചെയ്തോളൂ. അസ്സലാമു അലൈക്കും. കേൾക്കാമോ? കേൾക്കാം പറഞ്ഞോളൂ. ഇത് എന്താ പറയാ, വളരെ ഹാർട്ട് ടച്ച് ആയിരുന്നു ക്ലാസ് ആയിരുന്നത്. ഫസ്റ്റ് ടൈം ഈ ഒരു ക്ലാസ് കേൾക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് അജീഷനോടാണ്. ആള് 2 ടൈം ഇൻവൈറ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇന്നാണ് ജോയിൻ ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഇന്നും കുറച്ച് ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തതും. പക്ഷെ ആ ഒരു ക്ലാസ് കിട്ടിയ ആ ഒരു കുറച്ച് ടൈമെങ്കിലും വളരെ എന്താ പറയാ, ഹൃദയത്തിലോട്ട് വല്ലാതെ ഒരു കയറിപ്പോയി. മനസ്സിലുള്ള കുറെ ചിന്തകൾക്കുള്ള കുറച്ച് ഉത്തരങ്ങൾ ഇന്ന് കിട്ടി. താങ്ക് യു ഫോർ ഓൾ. താങ്ക് യു സോ മച്ച്. ഇനിയും ഇനിയുമുള്ള ഗൈഡഡ് ടോക്കിലൊക്കെ അറ്റൻഡ് ചെയ്യുക. ലേൺ ഫ്രം us. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിവൺ? ഇല്ലാതെ നമുക്ക് ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇന്ന് ഇതൊക്കെ കേട്ടു. ഇപ്പൊ ഭയങ്കര സോൾഫുൾ സ്റ്റേറ്റിലും മൈൻഡ്ഫുൾ സ്റ്റേറ്റിലും ഹാർട്ട്ഫുൾ സ്റ്റേറ്റിലും ഒക്കെ ഉള്ളത്. വെൻ വി ഗോ ടു ദ റിയാലിറ്റി, നമ്മൾ ആ ഒരു വീണ്ടും ആ പഴയ ലോകത്തിലേക്ക് പോകുമ്പോൾ എവരി വൺ ഫീൽ ആയിക്കോ എല്ലാം പോയി, ഇതൊന്നും നിൽക്കുന്നില്ല, പോയി തോന്നും. സോ ഹൗ ക്യാൻ വി സസ്റ്റെയിൻ ദിസ്? ഇതെങ്ങനെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും? ബൈ ദ റിമെമ്പറൻസ് ഓഫ് ദിസ്. ഇതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുക, എല്ലാ സൺഡേയിലും കയറുക, നമ്മൾ ഈ നോട്ട് ചെയ്ത് വെച്ച ഫ്ലാഷ് നോട്ട്സ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പിന്നെയും വായിക്കാം, ടൂൾസ് യൂസ് ചെയ്യാം. താങ്ക് യു അരിഫ. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിമെമ്പർ ചെയ്തുകൊണ്ടിരിക്കുക. റിമെമ്പറൻസ് ഓഫ് ദ ഹാർട്ട്, റിമെമ്പറൻസ് ഓഫ് ദ സോൾ, ലൈറ്റ്. അതിനെക്കുറിച്ച് തന്നെ നമ്മൾ ആ ഒരു അവയർനെസ്സിൽ തന്നെ ഇരിക്കുമ്പോൾ വാട്ട് എവർ സിറ്റുവേഷൻസ് വി ആർ ആക്ച്വലി ഇൻ, വിൽ ബി ഏബിൾ ടു മൂവ് ഓൺ ഫ്രം ദാറ്റ് വിത്ത് ദ ഹാർട്ട്. ആ ഒരു ഹാർട്ട്ഫുൾ സ്റ്റേറ്റിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. So I guess it's almost time to wind up, and thank you so much everyone for joining. Especially thank you to Nafisa for her wonderful works and efforts. ഒരുപാട് എഫേർട്ട് ഒക്കെ എടുത്തിട്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു കാര്യം നമ്മളെ ഫ്ലെയിമിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നഫീസ സഹായിച്ചത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്കിങ് ഹർ ഫോർ ഹർ കോൺട്രിബ്യൂഷൻ ആൻഡ് ഫോർ ദ ഗൈഡ്. നല്ല സിനാരിയോയിൽ നിന്ന് നമുക്ക് ഹാർട്ട്ഫുൾ ആയിട്ടുള്ള സോൾഫുൾ ആയിട്ടുള്ള വിസ്ഡം തന്ന ഗൈഡിന് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവാന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ട് നന്ദി എന്ന് പറയുന്ന വാക്കുകളിലൊന്നും ഞാൻ അതിനെ ഒതുക്കുന്നില്ല. ഒരുപാട് സ്നേഹം മാത്രം ഫോർ ഓൾവേസ് ഷെയറിങ് ദിസ്. ആ ഒരു തിരക്കിന്റെ ഇടയിലും ഒക്കെ എവിടെ പോയാലും നമുക്ക് അറിവുകൾ പറഞ്ഞു തരണം, പകർന്നു തരണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ എപ്പോഴും നിന്ന് ആ ഒരു ക്വസ്റ്റ്യനിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഫ്രം യുവർ വിസ്ഡംസ്. അതിന് ഒരുപാട് നന്ദി. സോ ഓൾവേസ് റിമെമ്പർ, നമ്മളുടെ ഹാർട്ടിലോട്ടുള്ള, നമ്മളുടെ സോളിലേക്കുള്ള കീ എന്ന് പറയുന്നത് നമ്മളുടെ ഹാർട്ടാണ്. നമ്മളുടെ ഹാർട്ടിലേക്കുള്ള കീ എന്ന് പറയുന്നത് ലവ് ആണ്. ആ ലവ് നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും? ത്രൂ സീയിങ് യുവർ ഐസ് ഓഫ് ദ ഹാർട്ട്. ഹൃദയത്തിന്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ എല്ലാത്തിലും സ്നേഹം കാണാൻ പറ്റും. അപ്പൊ ഇനി ഒരാളെ കാണുമ്പോഴാണെങ്കിലും ശരി, നിങ്ങളുടെ വീട്ടിലോട്ട് ചുറ്റും നോക്കുമ്പോഴാണെങ്കിലും ശരി, ഹൃദയത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ എല്ലാവരും ഒന്നാണ്. എല്ലാം ഒരു വെളിച്ചത്തിൽ നിന്ന് വന്നിട്ടുള്ള സെയിം ആളുകളാണ്. സോ ഇഫ് യു ആർ ഏബിൾ ടു എക്സ്പീരിയൻസ് ദാറ്റ് വൺനെസ് ഇൻ എവ്രി വൺ, ചുറ്റുമുള്ളതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. നിങ്ങളെ വർപ്പിക്കുന്നത് തോന്നുന്ന ആളുകൾ പോലും നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. ബിക്കോസ് ദേ ആർ ഓൾസോ ഫ്രം ദ ലൈറ്റ്. ആ ലൈറ്റിൽ നിന്ന് ഹൃദയമുള്ള പച്ചയായ ഒരു മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പച്ചയായ ഒരു പ്രകൃതിയാണ് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. സോ എവറിഥിങ് അറൌണ്ട് യു വിൽ ബി നാച്ചുറൽ, ന്യൂട്രൽ. നേരത്തെ ഗൈഡ് പറഞ്ഞ പോലത്തെ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. സോ ദിസ് ഇസ് ദ സീക്രറ്റ് ദാറ്റ് യു ക്യാൻ സസ്റ്റെയിൻ ഇൻ ദിസ് നോർമൽ വേൾഡ്. ഇതിനെ കുറിച്ചൊന്നും അറിവില്ലാത്ത ആളുകൾക്കിടയിൽ അവരും ഹൃദയവും ആത്മാവൊക്കെ ഉള്ള ആളുകളാണ്, വ്യക്തികളാണെന്ന് നമുക്ക് ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് നോക്കി കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ we'll be able to tackle the things. So thank you so much everyone for joining. See you the next Sunday. Bye bye. One more thing, നമ്മളുടെ ഗൈഡഡ് കോഡ്
കുറെ ആളുകൾ പറഞ്ഞു ഞാൻ GC അറ്റൻഡ് ചെയ്താണ്, GCTP അറ്റൻഡ് ചെയ്താണ്. അപ്പൊ ഈ GCTPന്റെ ഒക്കെ ഒരു വാതിൽ എന്ന് പറയുന്നത് GC ആണ്. ദ ഇനീഷ്യൽ സെഷൻ ഓഫ് ടീം ADN ടോക്സ് ഗൈഡഡ് കോഡ് വർക്ക്ഷോപ്പ് December 5th നടക്കാൻ ആരംഭിക്കുകയാണ്. സോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് ടു ദ കറസ്പോണ്ടിങ് ട്രെയിനർ ഓർ മെന്റർ ദാറ്റ് യു ഹാവ് കെയിം ഹിയർ. നിങ്ങൾ ആരാണോ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചെന്നാൽ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. കുറെ ആളുകൾ എന്നോട് ഇപ്പോൾ പേഴ്സണലി മെസ്സേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫീസും സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ. അപ്പോൾ യു ക്യാൻ കണക്ട് ടു ദ ട്രെയിനർ. നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുള്ള ട്രെയിനറിനെ കണക്ട് ചെയ്താൽ അവർ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ടൂൾസ് ടു ക്ലീൻ യുവർ ഹാർട്ട്, clean yourself, clean your mind, achieve your dreams, visualization, affirmation, everything, GC is the tool. Thank you so much everyone for joining and see you next Sunday. Bye.